വന്യരായ പ്രാർത്ഥന നടത്തി നാം അനുഗ്രഹിച്ച ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകളെ, നമ്മുടെ ഈ സംരംഭത്തിൻ്റെയും ജബലുന്നൂർ സംരംഭങ്ങളുടെയും ഒക്കെ മുഖ്യ കാര്യദർശിയും എൻ്റെ ആത്മമിത്രവുമായ എൻ്റെ പ്രിയ സുഹൃത്ത് ബഹുമാനപ്പെട്ട ഉസ്താദ് റഫീഖ് സക്കരിയ ഫൈലി അവർകൾ, നമ്മുടെ ഈ സ്ഥാപനത്തിലെ പ്രഗത്ഭരായ നിസ്വാർത്ഥരായ പണ്ഡിതന്മാർ, ഉസ്താദുമാർ, നമുക്കൊക്കെ ഏറെ പ്രതീക്ഷ നൽകുന്ന നമ്മുടെ വാഗ്ദാനങ്ങളായ പഠിച്ചുകൊണ്ടിരിക്കുന്ന മുത്തഅല്ലിമുകൾ, ഈ സ്ഥാപനത്തിൻ്റെ അഭ്യുദയ കാംക്ഷികൾ, സാരഥികൾ, പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, ഉമ്മപെങ്ങന്മാർ, സഹോദരി സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ വളരെ പരിശുദ്ധമായ റമളാനിൽ ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കപ്പെടുന്ന 29-ാം രാവിൽ ഈ പാതിരാ സമയത്ത് 10-12 മണിയോളമായി ഈ ഒരു ഇൽമിൻ്റെ പേരിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടാൻ അള്ളാഹു തീരുമാനിച്ചത് നമുക്ക് ലഭിച്ച ഒരു വലിയ തൗഫീഖാണ്. ഈ സമയത്തും കൂർക്കം വലിച്ച് കടന്നിറങ്ങുന്ന നമ്മുടെ പരിസരങ്ങളിലെ ഒരുപാട് ആണുങ്ങളും പെണ്ണുങ്ങളുമുണ്ട്. അവരിൽ നിന്നൊക്കെ വ്യത്യസ്തരായി അള്ളാഹുവിൻ്റെ ഇൽമും അള്ളാഹുവിനെ പറ്റി കേൾക്കാനും നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അള്ളാഹുവിൻ്റെ വലിയ ഒരു തൗഫീഖാണ്. അള്ളാഹു തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പഞ്ചാരക്കുന്നിൽ തേന്മഴ എന്ന് പറയുന്ന പോലെ അനുഗ്രഹങ്ങളുടെ വസന്തോത്സവമായ നന്മകളുടെ ചാകരയായ പരിശുദ്ധമായ സുഗന്ധങ്ങളുടെ സംഗമമായ വിശുദ്ധ റമളാനിൽ അള്ളാഹു നമുക്ക് ഓരോ ഓഫറുകൾ തന്നിരിക്കുകയാണ്. 27-ാം രാവ് കഴിഞ്ഞാലും ലൈലത്തുൽ ഖദ്ർ അവസാനിച്ചിട്ടില്ല. 29-ാം രാവിനും അള്ളാഹു നമുക്ക് ഒരു വലിയ വാഗ്ദാനം തന്നിരിക്കുകയാണ്. ഇന്നുമാകാം ആ നിർണായക രാത്രി. എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് കഴിച്ചിലായി രക്ഷപ്പെട്ട് ഇവർ സ്വർഗത്ത് കടക്കട്ടെ എന്ന നമ്മുടെ നാഥൻ്റെ നമ്മളോടുള്ള ഒടുങ്ങാത്ത സ്നേഹവും പ്രണയവും ഇഷ്ടവും തിരിച്ചറിയാൻ പറ്റാതെ പോയതാണ് നമ്മുടെ ഏറ്റവും വലിയ ദൗർബല്യം. എങ്ങനെയെങ്കിലൊക്കെ ഇറ്റങ്ങൾ കഴിച്ചിലായി സ്വർഗത്ത് കാണ്ട് കടക്കട്ടെ എന്ന റബ്ബിൻ്റെ കാരുണ്യത്തിൻ്റെ വിശാലത. റമളാൻ തന്നെ റഹ്മത്തുമാണ്, മഗ്ഫിറത്തുമാണ്, നരകമോചനമാണ്, ഒക്കെയാണ്. റമളാൻ മുഴുവനും റഹ്മത്താണ്. പിന്നെ ഈ 3-10 തിരിച്ച് തന്നെ ആദ്യം റഹ്മത്ത്, പിന്നെ മഗ്ഫിറത്ത്, പിന്നെ നരകമോചനം. ഇതൊക്കെ സംഗതി ഒന്ന് തന്നെയാണ്. റഹ്മത്ത് ഉണ്ടെങ്കിലേ മഗ്ഫിറത്ത് കിട്ടുള്ളൂ, മഗ്ഫിറത്ത് കിട്ടിയാലേ റഹ്മത്തും കിട്ടുള്ളൂ. ഇത് രണ്ടും ഉണ്ടെങ്കിലേ നരകമോചനം കിട്ടുള്ളൂ. പിന്നെ ഇങ്ങനെ 3-10 നമുക്കൊരാവേശം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. നേരം വെളുക്കുമ്പോൾ രാവിലെ ചിലപ്പോൾ എന്നും ഉമ്മ പത്തിരി തന്നെ ചുടുമ്പോൾ മക്കൾക്കൊരു നീരസം ഉണ്ടാവും. എന്നും പത്തിരിയാണോ? പിറ്റേ ദിവസം ഓട്ടാടാക്കും, പിറ്റേ ദിവസം പുട്ടാക്കും, പിറ്റേ ദിവസം ഇഡ്ഡലിയാക്കും, പിറ്റേ ദിവസം ദോശയാക്കും. ഒക്കെ സംഗതി അരി തന്നെയാണ്, ഒക്കെ ഒരേ അരിയാണ്. പക്ഷെ എന്നും ദോശയാക്കുമ്പോൾ കുട്ടികൾക്ക് മടുപ്പാ. നാളെ ഓട്ടട ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റന്നാൾ ഇഡ്ഡലി ആയിക്കോട്ടെ, പത്തിരി ആയിക്കോട്ടെ അറിയും. സംഗതി ഒക്കെ ഒന്ന് തന്നെയാണ്. രാവിലെ കൊടുത്ത ചായൻ്റെ കടിനെ 10 മണിക്ക് കൊടുത്താൽ ബുദ്ധിമുട്ട്, അപ്പോൾ അത് കഞ്ഞിൻ്റെ കുളത്തിലാക്കും. ഉച്ചക്കും കഞ്ഞി കൊടുത്താൽ ബുദ്ധിമുട്ട്, അപ്പോൾ അത് ചോറാക്കും. വൈകുന്നേരം ചോറെടുത്താവും ബുദ്ധിമുട്ട്, അപ്പോൾ അത് അപ്പാക്കും. സംഗതി ഒക്കെ അരിയാണ്. പിന്നെ ഒരു ആവേശവും താല്പര്യവും മടുപ്പില്ലാതൊക്കെ വേണ്ടി പല കോലത്തിലാക്കി അത് പത്തിരിയാക്കി, ഇഡ്ഡലിയാക്കി, ഓട്ടടയാക്കി, ദോശയാക്കി ഇങ്ങനെ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഒരു മടുപ്പുണ്ടാവില്ല. അപ്പോൾ ഒരു ആവേശവും നമ്മൾ ചോദിക്കാനുള്ള താല്പര്യം വരുത്താൻ വേണ്ടി ആദ്യം റഹ്മത്തൊക്കെ നിശ്ചയിച്ചു. സംഗതി അതൊക്കെ മഗ്ഫിറത്തുമാണ്, നരകമോചനമാണ്. കാരണം നരകത്തിൽ നിന്ന് കഴിച്ചിട്ടാണെങ്കിൽ റഹ്മത്ത് വേണം. അള്ളാഹു നമുക്ക് നൽകുന്ന അനുഗ്രഹത്തിൻ്റെ ആ ഒരു വലിയ ഓഫറുകൾ തിരിച്ചറിയാൻ ഇപ്പോഴും നമുക്ക് പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. ഉരുകാൻ വേണ്ടി ഉറച്ചു പോയ വെളിച്ചെണ്ണ ഉരുകാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്യണ്ട, ഒന്ന് വെയിലത്ത് വെച്ചാൽ മതി, ഒന്നും ചെയ്യണ്ട. ഉറച്ചു പോയ വെളിച്ചെണ്ണ വെയിലത്ത് വെച്ചാൽ തന്നെ അത് ഉരുകി പോയിക്കോളും. നമ്മുടെയൊക്കെ പാറ പോലെ ഉറച്ചു പോയ ഹൃദയം ഒന്ന് ഉരുകാൻ വേണ്ടിയിട്ട് റമളാൻ ഒന്ന് വെച്ചു കൊടുത്താൽ മതി. അള്ളാഹ്ക്ക് അത്ര ഉദ്ദേശമുള്ളൂ. ഇന്ന ലില്ലാഹി നഫഹാത്തിൻ ഫതഅറദൂ ലഹാ. നിങ്ങളൊന്നും ചെയ്യണ്ട. ചെയ്താലോ പറയും വേണ്ട. ഈ രാത്രിയോട് കൂടെ ഒരുപക്ഷെ റമളാൻ അവസാനിച്ചേക്കാം, മറ്റന്നാൾ ഒരുപക്ഷെ പെരുന്നാളായേക്കാം, അടുത്ത റമളാൻ ഞമ്മലുണ്ട്, ഒരു പൊടുത്തും നമുക്കില്ല. ഇത് അള്ളാഹു നമ്മുടെ അവസാനത്തെ റമളാൻ ആക്കാതിരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് റഫീഖ് സക്കരിയ ഫൈലി ഉസ്താദ് ഇന്ന് വെച്ചിരിക്കുന്ന വിഷയം വല്ലാത്തൊരു വിഷയമാണ്. നവൈത്തു നൽകുന്ന കരുത്ത്. നവൈത്തു എന്നുള്ള നെയ്യത്താണ് വെക്കലോട് കൂടെ നമ്മൾ ആകണം മാറി ഇല്ലേ? റമളാൻ 1 നവൈത്തു സോമഗതി നമ്മുടെ ശീലങ്ങളൊക്കെയാണ് മാറി. നമുക്ക് നമ്മളെ ശീലങ്ങളെ മാറ്റാൻ പറ്റൂല, പക്ഷേ മാറ്റാൻ പറ്റണം. നമ്മൾ മാറും. നമ്മളൊക്കെ ഒരുപാട് പിശാചിന്റെ സ്വഭാവങ്ങളുള്ള കേന്ദ്രമാണ് നമ്മുടെ നഫ്സ്. മൃഗീയതയാണുള്ളത്.
മൃഗത്തിൻ്റെ സ്വഭാവങ്ങളാണ് അക്രമ സ്വഭാവം, ആർത്തി, കണ്ടോരോടൊക്കെ ചൂടാകുക, ഇത് കുരച്ചു ചാടുന്ന നായ്ക്കളെ സ്വഭാവം, എല്ലാ മാലിന്യങ്ങളിലും പോയി നക്കുന്ന പന്നിയുടെ ആർത്തിയുടെ സ്വഭാവം, കണ്ടതിനൊക്കെ ചവിട്ടിക്കൊന്നുന്ന ആനയുടെ ആക്രമണ സ്വഭാവം, നേരും കാര്യമില്ലാതെ വികാരം തീർക്കുന്ന കോഴിൻ്റെ സ്വഭാവം, ആളുകൾക്ക് മുമ്പിൽ തൻ്റെ മയിൽപീലി വിടർത്തിയിട്ട് അഹങ്കാരം പ്രകടിപ്പിക്കുന്ന മയിലിൻ്റെ സ്വഭാവം, ഇങ്ങനെയൊക്കെ മൃഗങ്ങളുടെയൊക്കെ സ്വഭാവങ്ങളെ കൊണ്ട് നമ്മുടെ നഫ്സ് മുഴുവനും മൃഗീയത നിറഞ്ഞതാണ്. ഈ നഫ്സിൽ നിന്ന് മൃഗീയതയെ പൂർണ്ണമായും നീക്കിയിട്ട് നമ്മുടെ മലക്കിൻ്റെ സ്വഭാവം നമ്മിലുണ്ടെങ്കിൽ ആ മലക്കിൻ്റെ സ്വഭാവത്തിലേക്ക് നമ്മൾ ഉയർത്തി തഖല്ലഖു ബി അഖ്ലാഖിർ റഹ്മാൻ, അള്ളാഹ്ക്ക് എന്തൊക്കെ വിശേഷണങ്ങളുണ്ടോ ആ വിശേഷണങ്ങളെ കൊണ്ടൊക്കെ നിങ്ങൾ ആഭരണം അണിയണം എന്നുള്ളതാണ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹിൻ്റെ സ്വഭാവം എന്താ? അള്ളാഹ് റഹ്മാനാണ്. അള്ളാഹിനോട് നല്ലൽക്ക് നിൽക്കുന്നവരോട് നിൽക്കാത്തവരോടൊക്കെ അള്ളാഹ് കരുണ ചെയ്യും. അള്ളാഹ് റഹ്മാനാണ്. വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഒരേപോലെ ഗുണം ചെയ്യും. ഇത് നമുക്കും വേണം. നമ്മളോട് നല്ലൽക്ക് പെരുമാറുന്ന ആൾക്കാരോട് നല്ലൽക്ക് പെരുമാറുക, നമ്മളോട് ശത്രുതയുള്ള ആൾക്കാരോട് വെറുപ്പ്, ദേഷ്യം അതുണ്ടാകാൻ പാടില്ല. അള്ളാഹിൻ്റെ ഏറ്റവും വലിയ സ്വഭാവം റഹ്മാനിയത്ത. നല്ലൽക്ക് നിൽക്കുന്നവരോടും വഴിപ്പെട്ടവരോടും വഴിപ്പെടാത്തവർക്കും ഒക്കെ ഒരേ ആറ്റിറ്റ്യൂഡ്. തഖല്ലഖു ബി അഖ്ലാഖിർ റഹ്മാൻ, ഇത് നമുക്കുണ്ടായിരിക്കണം. അതിനാണ് അള്ളാഹുത്തല 30 ദിവസത്തെ ഒരു പരിശീലനം നമുക്ക് തന്നത്. ഇതൊരു വലിയ, സത്യം പറഞ്ഞാൽ ഈ നവൈത്തു എന്ന നിയ്യത്ത് വെക്കലോട് കൂടെ നമ്മൾ ആകെ മാറുകയാണ്. APJ കലാം സാഹിബ് പറഞ്ഞു, You cannot change your future, but you can change your habit, and your habit will change your future. നിനക്ക് നിന്റെ ഭാവിയെ മാറ്റാൻ പറ്റൂല, പക്ഷെ ശീലങ്ങളെ മാറ്റാൻ പറ്റും. ശീലങ്ങളെ മാറ്റിയാലോ ഭാവിയെ മാറ്റാൻ പറ്റും. അപ്പം ശീലങ്ങളെ മാറ്റാന്നില്ലാണ് നോമ്പ് നമുക്ക് നൽകിയത്. അത് നബിയത്തുൻ്റെ കരുത്താണ്. ഇപ്പം ഇന്ന് 10 മണി മുതൽ രാവിലെ എനിക്ക് ഒരു ക്ലാസ് ഉണ്ടായിരുന്നു 7 മണി മുതൽക്ക്. അത് കഴിഞ്ഞ് 10 മണി മുതൽക്ക് ലുഹർ വരെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. പിന്നെ ലുഹർ മുതൽക്ക് വേറെ ക്ലാസ്. പിന്നെ എൻ്റെ പള്ളിയിൽ തറാവീഹ് ഇശാക്ക് ഇമാമത്തോ അതിൻ്റെ ശേഷം ഒരു തൗബയുടെ ഒരു സദസ്സുണ്ടായിരുന്നു. അതും കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ ഇവിടെ പ്രസംഗിക്കുകയാണ്. ഇന്ന് പകലിൽ മണിക്കൂറുകളും പ്രസംഗിച്ചിട്ട് ചൂടുവെള്ളം പോലും ഞാൻ കുടിച്ചിട്ടില്ല. അല്ലെങ്കിൽ എൻ്റെ സ്വഭാവം പ്രസംഗിക്കുമ്പോഴേക്ക് അവിടെ ജീരകവെള്ളം ചൂടുവെള്ളം കൊണ്ടുപോയേക്കണം. ഞാൻ ഇപ്പോഴും 3 വട്ടം ഉസ്താദിനോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ റമദാനിൽ പകലിൽ എത്ര മണിക്കൂർ പ്രസംഗിച്ചാലും ജീരകവെള്ളം വേണ്ട, ചൂടുവെള്ളം വേണ്ട. എന്താ കാരണം? അത് നവൈത്തുൻ്റെ കരുത്ത് വന്നപ്പോഴേക്ക് എൻ്റെ മനസ്സ് മാറി. ഒരു ജീരകവെള്ളം കുടിക്കാതെ ചൂടുവെള്ളം കുടിക്കാതെ രാവിലെ മുതൽക്ക് വൈകുന്നേരം വരെ ഞാൻ പലപ്പോഴും ക്ലാസ് എടുക്കും, ഒരു പ്രശ്നവുമില്ല. എന്തേ കാരണം? നവൈത്ത് വെക്കലോട് കൂടെ മനസ്സ് മാറി. എന്ന് രാവിലെ നീച്ചാൽ കട്ടൻ ചായ കുടിച്ചാൽ ഞാൻ ഒരു ജാതി അടങ്ങാറാ പല ആളുകൾക്കും. റമദാൻ 1 മുതൽക്ക് കട്ടൻ ചായ വേണ്ടല്ലോ. എന്തേ കട്ടൻ ചായനോട് താല്പര്യം പോയത്? നവൈത്തൊരു കരുത്ത് നൽകിയപ്പോൾ കട്ടൻ ചായ വേണ്ട. എന്നും രാവിലെ 2-3 സിഗരറ്റ് വീടി എടുക്കണം നേരം വെളുത്താൽ. ഈ റമദാൻ എന്താ വീടി വലിയോട് താല്പര്യം? അത് വേണ്ട. കാരണം നവൈത്ത് ഒരു കരുത്ത് നൽകി, അത് വേണ്ട. എന്നും രാവിലെ കഞ്ഞി തന്നെ കുടിച്ച് ശീലിച്ച ആൾക്കാർക്ക് എന്തേ റമദാനക്ക്? അത് വേണ്ട. എൻ്റെ ഉമ്മ രാവിലെ 8 കുളിക്കും, വൈകുന്നേരം 8 കുളിക്കും കുടിക്കും. 16 കുളിക ദിവസം കുടിക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ റമദാനക്ക് നോമ്പെടുക്കുന്നുണ്ട്. അപ്പം എങ്ങനെ അമ്മ? അത് അങ്ങനെയാണ് കരുതി. നവൈത്തുൻ്റെ കരുത്താണ്. ആകെ മാറുകയാണ്. അധിക ആളുകൾക്കും ഈ ഒരു കരുത്ത് കിട്ടുമ്പോഴേക്ക് എല്ലാ ശീലങ്ങളെയും മാറ്റിവെക്കാൻ സാധിക്കുന്നുണ്ടല്ലോ. നമ്മൾ കരുതിയാൽ വേണമെന്ന് വെച്ചാൽ എന്തും സാധിക്കും. ഇപ്പം നാള് ബൈപ്പാസിൽ ഇങ്ങനെ വരുന്ന സമയത്ത് ഭയങ്കര ബ്ലോക്ക്. ഹൈലൈറ്റ് മാളിൻ്റെ അവിടെ വണ്ടിക്ക് നീങ്ങാൻ സമയമല്ല, സ്ഥലമല്ല, ഭയങ്കര ബ്ലോക്ക്. അപ്പണ്ട് ഒരു 2 കിലോമീറ്റർ അപ്പുറത്ത് സൈറം മുളക്കിയിട്ട് വലിയ ശബ്ദം വെച്ച് ആംബുലൻസ് ഒച്ചുണ്ടാക്കണ്. 2 മിനിറ്റ് കൊണ്ട് ആംബുലൻസ് ആണ് ചീറിപ്പാഞ്ഞാൽ പോയി. അപ്പം എല്ലാ വണ്ടി ഒതുക്കി കൊടുത്ത് ആംബുലൻസ് ആണ് പോകാൻ സാധിച്ചു. അപ്പം എന്താ സംഭവം? ഈ ബ്ലോക്കുള്ള സമയത്തും ആംബുലൻസിന് പോകാനുള്ള വഴിയുണ്ട്. പക്ഷെ അത്യാവശ്യമാണ്, അനിവാര്യമാണ് എന്ന ഒരു കരുത്തില്ലാത്തതുകൊണ്ട് ഒരാൾക്കൊരു ബൈക്ക് പോലും പോകാൻ പറ്റാത്ത വിധത്തിൽ ഗ്യാപ്പില്ലാതെ ബ്ലോക്കായി നിൽക്കുക. ആംബുലൻസിൻ്റെ ഒച്ചപ്പാട് കേട്ടപ്പോൾ ഏതോ ഒരു മാരക രോഗിയാണത്, മൈത്രേക്കോ മറ്റോ പോവുകയാണെന്ന് കരുതിയിട്ട് എല്ലാവരും ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി നീക്കിയപ്പോൾ സുഖമായിട്ട് ആംബുലൻസ് കൊണ്ട് പോയി. അപ്പോൾ ആവശ്യമാണെന്ന് കണ്ടപ്പോൾ അത് കഴിഞ്ഞു. ഇതന്നെയാണ് കരുത്ത്. ആവശ്യമാണെന്ന് കണ്ടപ്പോൾ ആംബുലൻസ് പോയി. ഏത് സംഗതിയും ഹദീസിൽ കാണാം, അൽ മഊനത്തു യഅതി അലാ ഖദ്രിൽ മഊന. ചെലവനുസരിച്ചാണ് അല്ലാഹു തആല സഹായം തരുക. ജബലുന്നൂറിൽ നിങ്ങളൊരു 500 കുട്ടികളെ പരിപാടി ആരംഭിച്ചു നോക്കി, അപ്പം അതിന് അല്ലാഹു തആല വരുമാനം തരും. സാമ്പത്തികം ഒന്നുമില്ലാത്തൊക്കെ പെട്ടൊക്കെ അറ്റാക്ക് വന്നു, ബ്ലോക്ക് വന്നു, ഓപ്പറേഷൻ 2 ലക്ഷം വേണം, അതെങ്ങനെയെങ്കിലൊക്കെ ഉണ്ടാവും. 4 പെൺകുട്ടികളാ, ആ 4 പെൺകുട്ടികളെ കെട്ടിച്ചേക്കാൻ്റെ വരുമാനം അപ്പം അല്ലാഹു തരും. ഏതും ഹദീസാണ്. അൽ മഊനത്തു യഅതി അലാ ഖദ്രിൽ മഊന വസ്സബ്റു യഅതി അലാ ഖദ്രിൽ ബലായി. അതും ഹദീസാണ്. നബി തങ്ങൾ പറയാ, ക്ഷമ പരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലാഹു തരും. നമ്മൾ ചിന്തിക്കും, എങ്ങനെ ഇപ്പം ഫലസ്തീനെ പെണ്ണുങ്ങൾ സഹിക്കുക? പടച്ചോനെ, കുട്ടികളെങ്ങനെ മയ്യത്തായി പോകുമ്പോൾ നമുക്കൊന്നും സഹിക്കാൻ പറ്റൂല.
അല്ലെങ്കിൽ അപകടത്തിൽ 2 കുട്ടികൾ മരിച്ചാൽ നമ്മൾ പറയും എങ്ങനെയാണ് ആ പെണ്ണ് സഹിക്കണതാകാൻ, ഞാനൊക്കെ ആണെങ്കിൽ മരിച്ചു പോയി, എനിക്ക് നീയാണെങ്കിലും സഹിക്കും. മറ്റുള്ള ആൾക്കാരെ പറ്റി നമ്മൾ പറയും എങ്ങനെയാണ് അയാളൊക്കെ സഹിക്കണം, അയാൾ 2 കുട്ടികൾ മരിച്ചല്ലോ, നമുക്കൊന്നും സഹിക്കാൻ പറ്റൂല കേട്ടോ, നമുക്കും സഹിക്കാൻ അല്ല കടുത്ത് തരും. ഹദീസാണ് വസ്സബ്റു യഅതി മിനല്ലാഹി അലാ ഖദ്രിൽ ബലായി. എല്ലാം കരുത്താണ്. അതുകൊണ്ട് ഞാൻ പറയും നോമ്പ് നമ്മൾ ആകെ മാറ്റാണ്. കടിച്ചു കയറുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ റമദാൻ ആകുമ്പോൾ നമുക്കൊരു മാറ്റം ഉണ്ടല്ലോ, എല്ലാവർക്കും മാറ്റമുണ്ട്. പൂർണ്ണമായി മാറിയില്ലെങ്കിലും ചെറിയൊരു മാറ്റം നമുക്ക് കിട്ടുന്നുണ്ട്. എങ്കിൽ ഈ മാറ്റം നമുക്ക് റമദാൻ വരെ മതിയോ? ഉസ്താദ് നേരത്തെ പറഞ്ഞു, ഇപ്പം ഞങ്ങൾ വരുന്ന സമയത്ത് കാറ് പെട്രോൾ പമ്പ് കയറി എണ്ണടിച്ചു. നമ്മളെ വണ്ടി പെട്രോൾ പമ്പ് കണ്ട് കയറ്റി എണ്ണടിച്ച് കഴിഞ്ഞാൽ ഒരു 500 റുപ്യക്ക് എണ്ണടിച്ചാൽ കുറേ ഓടുമ്പോൾ വണ്ടി പിന്നെ ഡൗൺ ആവും, പിന്നെ എണ്ണ ഉണ്ടാവില്ല. ഒരു 2000 റുപ്യക്ക് അടിച്ചാലോ കുറേ ഓടാണ്ടാവും. റമദാൻ ഒരു പെട്രോൾ പമ്പാണ്. ഈമാന്റെ ഇന്ധനം നിറക്കാനുള്ള ഒരു പെട്രോൾ സ്റ്റേഷനാണ് പരിശുദ്ധ റമദാൻ. എത്രത്തോളം നമ്മൾ ഇന്ധനം അടിച്ചു കയറ്റുന്നു അത്രത്തോളം നമുക്ക് അടുത്ത ശഅബാൻ വരെ പോകാൻ പറ്റും. ഇന്ധനം കുറച്ചാണോ റമദാൻ കഴിഞ്ഞ് പെരുന്നാൾ ആകലോട് കൂടെ ആകെ തകർന്ന് തരിപ്പണാവും. നമ്മുടെ ഈ നിയന്ത്രണങ്ങളൊക്കെ നഷ്ടപ്പെടും. നിയന്ത്രണം കിട്ടാനാണ് പട്ടിണി കിടന്നത്. ഇംഗ്ലീഷിൽ വലിയ ആപ്തവാക്യമുണ്ട്, ഹംഗ്രി ഈസ് ഫസ്റ്റ് എലിമെന്റ് ഫോർ സെൽഫ് ഡിസിപ്ലിൻ. ആത്മസംയമനത്തിനും ആത്മനിയന്ത്രണത്തിനും ആദ്യം വേണ്ടത് പട്ടിണി കിടക്കലാണ്. ഇഫ് യു ക്യാൻ കൺട്രോൾ വാട്ട് യു ഈറ്റ് ആൻഡ് വാട്ട് യു ഡ്രിങ്ക്, എന്ത് തിന്നണം, എന്ത് കുടിക്കണം, എന്ത് തിന്നണ്ട, എന്ത് കുടിക്കണ്ട എന്ന് നിയന്ത്രിക്കാൻ പറ്റുകയാണെങ്കിൽ യു ക്യാൻ കൺട്രോൾ എനിത്തിങ് എൽസ്. എന്തു നിനക്ക് നിയന്ത്രിക്കാൻ പറ്റും. അപ്പം നമ്മുടെ നഫ്സിനെ നിയന്ത്രിക്കാനാണ് അല്ലാഹു ഈ പട്ടിണി തന്നത്. അവിടെ നമ്മൾ പട്ടിണിമ മാത്രം കൂടി. ആൾക്കാർക്ക് നോമ്പ് എങ്ങനെ എന്തെങ്കിലും മാത്രം പഠിച്ചാൽ മതി. ഇന്ന് മൂല്യാരെ സുബൈ മുതൽക്ക് വൈകുന്നേരം വരെ തുറക്കപ്പെട്ട ദ്വാരത്തിലൂടെ വല്ലതും പോയാൽ നോമ്പുരല്ലോ. അപ്പോൾ ചെവിയിൽ മരുന്നിട്ടിച്ചാൽ മുറിയോ, മൂക്കൂറ്റിച്ചാൽ മുറിയോ, കണ്ണിലുറ്റിച്ചാൽ മുറിയോ, ചോരെടുത്താൽ മുറിയോ, ഗ്ലൂക്കോസ് ഇട്ടേ മുറിയോ, ഇതിന്മ മാത്രം നോമ്പ് എങ്ങനെ മുറിയാതിരിക്കാന്നല്ല എന്നുള്ളത് മാത്രം പഠിച്ചു. എന്തിന് എന്ന് നമ്മൾ പഠിച്ചില്ല. ഈ സുബൈ മുതൽ മഗ്രിബ് വരെ പട്ടിണി കിടക്കുക എന്നുള്ളത് അത് നോമ്പിൻ്റെ ഒരു ഫ്രെയിമാണ്. നമ്മളെ കണ്ണട, ആ കണ്ണടൻ്റെ കാല് നല്ല പൈസ ഉണ്ടാവും, വില ഫ്രെയിം വയ്ക്കാറും. ആ ഫ്രെയിം എന്തിനാണ്? ആ ഗ്ലാസ് അവിടെ നിൽക്കാനുള്ള ഒരു സേഫ്റ്റിക്ക് വേണ്ടിയാണ് ഫ്രെയിം. ഗ്ലാസ് പവർ ഇല്ലെങ്കിൽ വായിക്കാൻ കഴിയില്ല, പിന്നെ എന്തിനാ കണ്ണടക്കണത്? അപ്പൊ ഗ്ലാസ്സിലാണ് പ്രാധാന്യം. ആ ഗ്ലാസ് നിൽക്കാനാണ് ഈ ഫ്രെയിം. ഇതുപോലെ റമദാന്റെ ലക്ഷ്യം എന്താ? അള്ളാഹു എൻ്റെ കൂടെയുണ്ട് എന്നും അള്ള എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നും അള്ള എൻ്റെ സമീപനസ്ഥനാണ് എന്ന ബോധം ഉണ്ടാക്കാനാണ് നോമ്പ്. അതുണ്ടാണെങ്കിൽ കുറച്ച് പട്ടിണി അടക്കണം. അതാണ് ഈ നോമ്പാകുന്ന ഫ്രെയിം. പട്ടിണി കിടക്കുമ്പോഴേ ശരിക്കും ബോധം വരുള്ളൂ. അതിനാണ് സത്യം പറഞ്ഞാൽ. അപ്പം ഈ പട്ടിണി എന്നുള്ളത് ഒരു ഫ്രെയിമാണ്. ഗ്ലാസ് എന്താണ്? അള്ളാഹ്. അത് ഖുർആൻ നോമ്പിനെ പറ്റി പറഞ്ഞു. നിങ്ങൾ നോമ്പിനെ പറ്റി പറഞ്ഞിട്ട് അള്ളാഹ് പറയാണ്. നോമ്പിനെ പറ്റി പറഞ്ഞിട്ട് അള്ളാഹ് അടുത്ത ആയത്തിൽ പറയുന്നു, നബിയെ, ഞാൻ എവിടെയെന്നവർ ചോദിക്കുന്ന പക്ഷം ഞാൻ അവരെ കൂടെയുണ്ടെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഈ ബോധം ഉണ്ടാകണമെങ്കിൽ പട്ടിണി കിടക്കണം. നമ്മൾ നിയന്ത്രിക്കാനാണ്. അത് നമ്മൾ മനസ്സിലാക്കണില്ല. അപ്പോൾ വയനാട്ടിൽ ഒന്നും കച്ചറേ, ഡെഡ് ബോഡി ആയിട്ട് ആൾക്കാർ സമരം ചെയ്യുക. നടുറോട്ടിലും ഡെഡ് ബോഡി, കലക്ടറേറ്റിന് മുമ്പിൽ ഡെഡ് ബോഡി സംസ്കരിക്കണില്ല. ആന ചവിട്ടിക്കൊന്നതാണ്. കോതമംഗലത്തിലും ഡെഡ് ബോഡി, ആന ചവിട്ടിക്കൊന്നതാണ്. ഈ ആന മനുഷ്യനെ ചവിട്ടിക്കൊല്ലണ ഈ അക്രമ സ്വഭാവമുള്ള ആന ഉണ്ടല്ലോ, കരയിലെ ഏറ്റവും വലിയ ജീവി. ഈ ആനയെ മനുഷ്യൻ മെരുക്കി അടിമയാക്കുന്നുണ്ടല്ലോ. ടൺ കണക്കിന് ഭാരമുള്ള മരം വലിക്കാൻ വേണ്ടി വീടിക്കുറ്റി പോലെയുള്ള പാപ്പാൻ ആനനെ അടിച്ച് ക്രൂരമായി മർദ്ദിച്ച ആനയെ കൊണ്ട് മരം വലിപ്പിക്കാൻ, ഈ ആനയെ ഇങ്ങനത്തെ സാധുവായി അടിമയാക്കി മാറ്റാൻ ഈ പാപ്പാൻ ആദ്യത്തെ പണി എന്താ പറയുക? ആനയെ മെരുക്കിയതാ. മെരുക്കാൻ ആദ്യത്തെ പണി പട്ടിണി. ഇവിടെ മഞ്ചേരി, നെൽമ്പൂര്, കരളായി ഉണ്ട് ആനയും മെരുക്കുന്ന സ്ഥലമിന് ആനപ്പൊന്തി എന്നാ പറയാ. ഏത് അക്രമ സ്വഭാവമുള്ള ആനകളെയും മെരുക്കാൻ ആദ്യം എടുക്കൽ പട്ടിണിയാ. പട്ടിണിക്കിട്ട് മെരുക്കിയെടുത്താൽ നമ്മൾ പറഞ്ഞ ഏത് പണിയും പാവായിട്ട് ആനെടുക്കും. ഈ വീടിക്കുറ്റി പോലെയുള്ള ആന തുമ്പിക്കൈ കൊണ്ട് അടി കൊടുത്താൽ ഇവൻ പാറിപ്പോകും. ഈ പാപ്പാൻ ആനയെ പിന്നെ ഭരിക്കുകയാണ്, ആന അടിമായി കൊടുക്കുകയാണ്. എങ്ങനെ? മെരുകുമ്പോൾ. ഈ മെരുക്കാൻ ആദ്യം എടുക്കുന്ന പണി പട്ടിണിക്കിട എന്നുള്ളതാണ്. എന്നാൽ ഏറ്റവും വലിയ അക്രമ സ്വഭാവമുള്ളതാണ് നമ്മുടെ നഫ്സ്. ഭയങ്കരം പണിയാ. ഈ നഫ്സിനെ മെരുക്കാൻ ആദ്യത്തെ പണി പട്ടിണിയാണ്. ഹംഗ്രി ഈസ് ഫസ്റ്റ് എലിമെന്റ്. നമ്മൾ ശരിക്കും മനസ്സിലാക്കി. കാരണം ഫ്ലൈറ്റ് ഓടിക്കാനും ടാങ്കർ ലോറി ഓടിക്കാനും ട്രെയിൻ ഓടിക്കാനും ഹെലികോപ്റ്റർ ഓടിക്കാനും ഒരു പണിയുമില്ല. നമ്മുടെ നഫ്സിനെ ഒരു മണിക്കൂർ ഓടിക്കാൻ പണിയാണ്. നഫ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള സാധനമല്ലേ. അതിനെ ഒരു ദിവസം നമുക്ക് ഓടിക്കാൻ പ്രയാസമാണ്. നേരെ മറിച്ച് ട്രാക്ക് തെറ്റാതെ കാർ ഓടിക്കാനും ട്രാക്ക് തെറ്റാതെ ട്രെയിൻ ഓടിക്കാനും കറക്റ്റ് സിഗ്നൽ തെറ്റാതെ കപ്പൽ ഓടിക്കാനും ഒക്കെ എളുപ്പമാണെങ്കിലും
100% ഞാൻ പറയുന്നു, നഫ്സിനെ ഒരു ദിവസം ട്രാക്കിലൂടെ ഓടിക്കാൻ ഒരാൾക്കും കഴിയൂല. കണ്ണ് ഹറാമുക്ക് പോകാതെ, നാവ് ഹറാമുക്ക് പോകാതെ, കാത് ഹറാമുക്ക് പോകാതെ, കൽബ് ഹറാമുക്ക് പോകാതെ റൂട്ടിലൂടെ നമ്മുടെ നഫ്സിനെ നിയന്ത്രിക്കാൻ കഴിയൂല. അവിടെയാണ് ആനയെ മെരുക്കുന്ന പോലെ കുറച്ച് പട്ടിണി കിട്ടുന്ന നഫ്സിനെ മെരിക്കേണ്ടത്. അതിനൊരു കരുത്ത് കിട്ടണം. നവൈത്തു. അതാണ് എല്ലാ ഹദീസിന്റെ കിതാബ് ആരംഭിക്കണം എങ്ങനെ? ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. ഏത് അമലുകളും സ്വീകരിക്കപ്പെടുന്നത് നിയ്യത്തുകളെ കൊണ്ടാണെന്ന് ഖാല റസൂലുള്ളാഹി. ഒക്കെ നിയ്യത്താണ് ഏതും. അങ്ങനെ അങ്ങോട്ട് നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കണമെങ്കിൽ ആദ്യം കരുത്ത് കിട്ടണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഞാൻ എൻ്റെ മൊബൈൽ ഇന്ന് മഗ്‌രിബിൻ്റെ ശേഷം കുത്തിച്ച് ചാർജ് ചെയ്തു. ഒരു അരമണിക്കൂർ ചാർജ് ചെയ്തു. ഈ അരമണിക്കൂർ ഞാൻ എൻ്റെ ഈ മൊബൈൽ ചാർജ് ചെയ്തത് അത് ചാർജ് ചെയ്യുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടല്ല. ആ അരമണിക്കൂറിൽ നിന്ന് എൻ്റെ മൊബൈൽ ചാർജ് കയറ്റിയാൽ നാളെ സുബഹിക്ക് വരെ എനിക്കിപ്പോഴൊക്കെ ഉപയോഗിക്കണം. അപ്പോൾ ചാർജ് കയറ്റണം എന്തിനാണ്? ചാർജ് കയറ്റുമ്പോൾ യൂസ് ചെയ്യാനല്ല. പിന്നെ ഒരു ദിവസം ഫുള്ള് മൊബൈൽ ഉപയോഗിക്കാണ്ട് ചാർജ് ചെയ്യണത് ഫുള്ള് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ റമളാനിൽ നമ്മുടെ നഫ്സിനെ നോമ്പിട്ട് ചാർജ് ചെയ്യണത് റമളാനിൽ മാത്രം നന്നാകാനല്ല, അടുത്ത കൊല്ലം വരെ നന്നാകാൻ വേണ്ടിയിട്ടാണ്. അതിനെ ചാർജ് ചെയ്യണം, അപ്പം മാത്രം ഉപയോഗിക്കാനല്ല. പക്ഷെ നമ്മൾ എന്താ മനസ്സിലാക്കി? റമളാനിൽ മാത്രം സൂക്ഷിക്കുക. റമളാനല്ലേ അല്ല, റമളാനിനേക്കാളും തുടർന്നുള്ളതിലേക്ക് നമുക്ക് ചാർജിങ് കിട്ടാനാണ്. അതിന് നമ്മുടെ നഫ്സിനെ നിയന്ത്രിക്കണം. നമുക്ക് ഏറ്റവും വലിയ പ്രയാസം നഫ്സിനെ നിയന്ത്രിക്കലാണ്. കാരണം നമ്മളെ എല്ലാ തെറ്റും ചെയ്യിപ്പിക്കുന്ന ഇബ്ലീസ് അല്ല, ഇബ്ലീസ് സാധുവാണ്. ഇബ്ലീസ് ലൈറ്റ് ഇട്ടാൻ പോകും. ഭാര്യ ഭർത്താവ് ബന്ധപ്പെടാൻ നേരത്ത് ദിക്റില്ല, ഓണ്ട് പോയിക്കോളും, സാധുവാ. കക്കൂസുകാണ് കയറുമ്പോൾ ദിക്റാ ചെല്ല, ഓൻ പോയിക്കോളും. പള്ളിക്കാണ്ട് ചെല്ലുമ്പോൾ ദിക്റാണ് ചെല്ലാൽ ഓൻ പോയിക്കോളും. ഖുർആൻ ഓതുമ്പോൾ ഔദ് ചെല്ലിയാൽ ഇബ്ലീസാണ്ട് പോയിക്കോളും. കാരണം ഓൻ ലൈറ്റ് ഇട്ടാൻ പോകും, കള്ളനെ മാതിരിയാ. നമ്മൾ പെരൻ്റെ ഒരു സ്വിച്ച് ഉണ്ടാവും, ആ സ്വിച്ച് ഇട്ടാൽ വീടിൻ്റെ 4 ഭാഗത്തും ലൈറ്റ് കത്തിയാൽ കള്ളന്മാരോട് മണ്ടിപ്പോവും. ലൈറ്റ് ഇട്ടാൽ കള്ള അപ്പം മണ്ടും. ഇതുപോലെ ഇബ്ലീസ് ദിക്റല്ല അപ്പം പോവും. പക്ഷെ നഫ്സ് അങ്ങനെയല്ല. നഫ്സ് കൊള്ളക്കാരനാണ്, പിടിച്ചു പറിച്ചേ പോകൂ. എത്ര നീ തടുത്താലും ഡിഫെൻഡ് ചെയ്താലും പിടിച്ചു പറിച്ചു പോകും. അത് കൊള്ളക്കാരൻ, അതാണ് നഫ്സ്. ഇബ്ലീസിനെ പഴപ്പിച്ചത് വേറെ ഇബ്ലീസല്ല, അന്ന് വേറെ ഇബ്ലീസുല്ല, ശൈത്താനുമില്ല. ഇബ്ലീസിന്റെ നഫ്സാനിയത്താണ്. ഈ നഫ്സിനെ നിയന്ത്രിക്കണമെങ്കിൽ പ്രിയപ്പെട്ട നല്ലൊരു കരുത്ത് വേണം. അത് ബഹുമാനപ്പെട്ട ബൂസരിമ പറഞ്ഞു, മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. മനുഷ്യന്റെ നഫ്സ് എന്ന് പറഞ്ഞാൽ മുല കുടിക്കുന്ന കുട്ടിയെ പോലെയാണ്. കുട്ടിക്ക് 2 വയസ്സായാൽ ഉമ്മയുടെ മുലകുടി നിർത്താൻ വളരെ പ്രയാസമാണ്, ബുദ്ധിമുട്ടാണ്. പാല് ചോദിച്ച് കുഞ്ഞ് കരയുമ്പോ ഉമ്മമാര് കുട്ടിയുടെ മുലകുടി നിർത്താൻ ചെയ്യുന്ന പണി എന്താണ്? മുലക്കണ്ണുമ്മര് എന്തെങ്കിലും കയ്പുള്ളതൊക്കെ തേച്ചു കൊടുക്കും. ഈ പിഞ്ചു കുഞ്ഞ് പാല് കുടിക്കാൻ വരുമ്പോ, മുലപ്പാല് കുടിക്കാൻ വരുമ്പോ വായലേക്ക് കയ്പാകും. വയ്യയെ ചൈ എന്നൊക്കെ പറഞ്ഞ് കുട്ടിയങ്ങ് മുല കുടിക്കാതെ പോകും. അങ്ങനെ കുട്ടിയെ നിർബന്ധിച്ച് പല തന്ത്രങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഉമ്മമാര് മുലകുടി നിർത്തുന്ന പോലെ നഫ്സിനെ നിർത്തിയിട്ടില്ലെങ്കിൽ നിയന്ത്രിക്കാൻ പറ്റൂല. അങ്ങനെ കുട്ടിയുടെ മുലപ്പാല് കുടിക്കൽ നിർത്തിയിട്ടില്ലെങ്കിൽ 4 വയസ്സായാലും കുട്ടി മുല കുടിക്കും. 5 വയസ്സായാലും കുട്ടിക്ക് പാല് വേണ്ടി വരും. 10 വയസ്സായാലും പാല് വേണ്ടി വരും. നിർബന്ധിച്ച് കുട്ടിയെ മുലകുടി നിർത്തിച്ച പോലെ വന്നഫ്സു കാത്തിഫ്ലി തുഹ്മിൽഹു ശബ്ബഅലാ ഹുബ്ബിർ റളാഇ വഇൻ തുഫതിംഹു യൻഫതിമി. ഇതുപോലെ കണ്ണ് ഹറാമിലേക്ക് പോകുന്നവരാണ് നമ്മൾ, കാത് ഹറാമിലേക്ക് പോകുന്നവരാണ്. നമ്മളെ കണ്ണും കാതും നാവും നിയന്ത്രിക്കാൻ ഈ കുട്ടിയെ മുലകുടി നിർത്തിച്ച പോലെ ശരിക്ക് പണിയെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ 85 വയസ്സായാലും 90 വയസ്സായാലും പുരികം പോലും നരച്ചു പോയാലും പോക്സോ കേസിൽ പ്രതിയാകുന്ന വയസ്സന്മാരെ ചിത്രം നമ്മൾ പത്രങ്ങളിൽ കാണാറുണ്ട്. ഏത് വലിയ തങ്ങളായാലും മൂല്യാരായാലും ആചാരായാലും ഏത് വലിയ ആളായാലും എത്രയോ ചീഞ്ഞു നാറുന്ന കേസിൽ പിടിക്കപ്പെടാറുണ്ട്.
എന്തേ കാരണം 2 വയസ്സാകുമ്പോൾ കുട്ടിയെ മുലകുടി നിർത്തിച്ച പോലെ നഫ്സിനെ നിർത്തിക്കാൻ കഴിയണം. ആ നഫ്സിനെ അങ്ങനെ നിയന്ത്രിക്കാൻ വേണ്ടിയാണ് സൗമ എന്ന് പറഞ്ഞാൽ നവൈതു സൗമഗദിൻ. എന്താണ് ഈ സൗമ എന്നറിയോ? അസ്സൗമു വൽ ഇംസാക്ക്, പിടിച്ചു നിർത്തുക എന്നുള്ളതാണ് ഇംസാക്കിന്റെ അർത്ഥം. സൗമ എന്നാൽ പിടിച്ചു നിർത്തുക. ആഗ്രഹങ്ങൾക്കെതിരെയുള്ള സമരമാണ്, ആസക്തികൾക്കെതിരെയുള്ള സമരമാണ്, താല്പര്യങ്ങൾക്കെതിരെയുള്ള സമരമാണ് സൗമ എന്ന് പറഞ്ഞാൽ. ലോകത്ത് നമ്മുടെ ശത്രു ആരെന്നറിയണോ? 10-35,000 പാവപ്പെട്ട ഫലസ്തീനികളെ കൊന്നു തള്ളിയ ഇസ്രായേലല്ല, നെതന്യാഹു അല്ല മുസ്ലിമേ നിന്റെ ശത്രു. അല്ലെങ്കിൽ ഇവിടെ CAA പാസ്സാക്കിയിട്ട് NRC പാസ്സാക്കുന്ന നരേന്ദ്രമോദിയോ അമിത്ഷായോ BJPയോ അല്ല നമ്മുടെ ശത്രു. ശിവസേനയല്ല, RSS അല്ല, സംഘ് പരിവാറല്ല. അല്ലാഹുവിന്റെ റസൂൽ 14 മുമ്പ് പറയുന്നത് നിന്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് നിന്റെ ഇടയിലുള്ള നഫ്സാണ്. കാരണം റമളാൻ കഴിഞ്ഞാൽ പള്ളിയിൽ സുബൈക്ക് ജമാഅത്തിന് എത്ര ആൾ വരാറുണ്ട്? ജമാഅത്തിന് വരാതെ നിന്നെ ഉറക്കിക്കടത്തുന്നത് അമിത്ഷായാണോ, RSS ആണോ, ബജ്റംഗ് ദളാണോ, നരേന്ദ്രമോദിയാണോ, ഇസ്രായേലാണോ, അമേരിക്കയാണോ? അല്ല, ജമാഅത്തിന് വരാതെ നിന്നെ ഉറങ്ങിക്കോ എന്ന് പറഞ്ഞ് ഉറക്കിക്കടത്തിന്റെ നഫ്സ് തന്നെയാണ്. എന്നും ഖുർആനോദാതെ, ഒരു ജുസ് പോലും ഖുർആനോദാതെ, അല്ലെങ്കിൽ ഒരു പേജ് പോലും ഖുർആനോദാതെ ആ ദിവസം ഖുർആനിനെ തൊട്ട് നിന്നെ അകറ്റുന്നത് ഇവിടുത്തെ RSSകാരനാണോ, ഏതെങ്കിലും ഇസ്രായേലിയാണോ? അല്ല, നിന്റെ നഫ്സാണ്. നീ അങ്ങാടിയേക്ക് ഇറങ്ങുമ്പോ അന്യ പെണ്ണിനെയോ അന്യ പുരുഷനെയോ നോക്കിയിട്ട് നിന്റെ ഇബാദത്ത് കളയുന്നത് ഏതെങ്കിലും RSSകാരനാണോ? അല്ല, നിന്റെ നഫ്സാൻ. നമ്മളെ സ്വർഗം തടയുന്നത്, നമ്മളെ നൂറിനെ തടയുന്നത്, നമ്മുടെ ഖബറിന്റെ രക്ഷ തടയുന്നത് നമ്മുടെ നഫ്സാണ്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് ഏറ്റവും വലിയ ശത്രു നഫ്സാണ്. അള്ളാഹുവിനെ തൊട്ട് നമ്മളെ തടയുന്നതും നമ്മുടെ നഫ്സാ. ഈ നഫ്സിനോടുള്ള സമരം, യുദ്ധം ചെയ്യാനാണ് പടച്ചോൻ നോമ്പ് തന്നിരിക്കുന്നത്. അതിന് ആരെങ്കിലും ചിന്തിക്കണ്ടേ? നമ്മളെന്താ ചിന്തിക്കുക? മൂലാരെ പിന്നെ മൂക്കിന് മരുന്നിട്ടിട്ട് നോമ്പ് പറയോ? അതൊക്കെ ചോദിക്കണം, അത് പഠിച്ചും വേണം. പക്ഷെ നമ്മൾ അയിമ മാത്രമാണ് കൂടി. അതാ ഞാൻ പറഞ്ഞത്, നോമ്പ് എന്തിനെന്ന് പഠിച്ചാതെ നോമ്പ് എങ്ങനെയെന്ന് പഠിച്ചു. അതിലൊക്കെ എന്താ, അതൊക്കെ ശ്രദ്ധിക്കണം. പക്ഷെ അയിമ രണ്ടൊരു കാര്യം കിടക്കണത്. അന്ന് എല്ലാവരും അയിമ മാത്രം കൂടുകയാണ്. എന്തിനാണ് ഈ നോമ്പ് അല്ലാഹ് തന്നത്? അള്ളാഹുവിനെ കിട്ടണം. അള്ളാഹു നമ്മുടെ ഏത് തെറ്റിനെ തൊട്ടും നമ്മളെ പിന്തിരിപ്പിക്കുന്നത് അള്ളാഹ്. ഈ ചിന്തയാണ്. അതാണ് നബൈത്ത് നൽകുന്ന കരുത്ത്. ഇഖ്ലാസിന്റെ ബാബിൽ ഗസാലി ഇമാം പറയുന്നുണ്ട്, ആരെങ്കിലും നോമ്പെടുത്താൽ എന്തിനല്ലേ ഹസ്ലി, അവന്റെ വയറൊന്ന് നന്നാകാൻ, തടിയൊന്ന് നന്നാകാൻ, ആരോഗ്യം ഉഷാറാകാൻ നോമ്പെടുത്താൽ അവന്റെ നോമ്പ് അള്ളാഹ് സ്വീകരിക്കൂല. അവക്ക് ലക്ഷ്യം അതാക്കരുത്. തടി നന്നായിക്കോട്ടെ, ഷുഗർ കുറയും, കൊളസ്ട്രോൾ കുറയും, അതൊക്കെ നോമ്പിന്റെ ലക്ഷ്യമാക്കരുത്. ഞാനൊരു ഉദാഹരണം പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. നമ്മൾ ഈ തേങ്ങ ഇട്ടിട്ട് കൊപ്പരാട്ടും. പെണ്ണുങ്ങൾക്ക് മനസ്സിലാക്കിട്ടോ, ഈ കൊപ്പരാട്ടുന്നതിന് ശുദ്ധമായ വെളിച്ചെണ്ണ കിട്ടാനാണ് കൊപ്പരാട്ടുന്നത്. ലക്ഷ്യം വെളിച്ചെണ്ണ എന്നല്ല. കൊപ്പരാട്ടുമ്പോൾ പിന്നെ പുണ്ണാക്ക് കിട്ടും. പുണ്ണാക്ക് നല്ലതാണ്, കാലിയൊക്കെ കൊടുക്കുക, അല്ലെങ്കിൽ വിൽക്കും ചെയ്യുക. ചിരട്ട കിട്ടും, കത്തിക്കുക. ചകിരി കിട്ടും, അതും കത്തിക്കുക, മറ്റൊക്കെ ചെയ്യുക. കൊപ്പരാട്ടിയാൽ ചകിരിയും കിട്ടും, പുണ്ണാക്കും കിട്ടും, ചിരട്ടയൊക്കെ കിട്ടും. അതൊന്നും ലക്ഷ്യമല്ല, അതൊക്കെ നേട്ടാണ്. നമ്മൾ കൊപ്പരാട്ടിൻ്റെ ലക്ഷ്യം എന്താണ്? വെളിച്ചെണ്ണ ഇട്ടുക. അപ്പോൾ കൊപ്പര പിന്നെ പുണ്ണാക്ക് കിട്ടും, അത് ആടിന് കൊടുക്കുക, പശുവിന് കൊടുക്കുക, ചിരട്ട കിട്ടും, അത് കത്തിക്കുക. അതൊക്കെ നമുക്ക് ഉപകാരമാണ്, താല്പര്യമാണ്. ലക്ഷ്യം വെളിച്ചെണ്ണ എന്നുള്ളതാണ്. ഇതന്നെയാണ് ഇബാദത്തിൻ്റെ ആകത്തുക. ഇതിലപ്പുറഞ്ഞൊരു ഉദാഹരണം എനിക്ക് മനസ്സിലാക്കണ്ട. ഏത് ഇബാദത്തിൻ്റെ ലക്ഷ്യം അല്ലാഹ് മനസ്സിലാക്കണം. അസാലിം അത് പറയുന്നുണ്ട്. ഒരു ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ബന്ധപ്പെടുന്നത് കുട്ടി ഉണ്ടാകുന്ന കരുതിയിട്ടല്ല. അല്ല, കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ രാത്രി കെട്ടിപ്പിടിച്ച് അവർ ബന്ധപ്പെടുന്നത് കുട്ടി ഉണ്ടാകുന്ന കരുതിയിട്ടാണ്. അല്ല, അവർ സുഖെടുക്കുകയാണ്, ശരീരത്തിന് താല്പര്യം തീർക്കുകയാണ്. അപ്പം അള്ളാഹ് കൊടുക്കുന്നൊരു ഫലമാണ് കുട്ടി എന്ന് പറഞ്ഞത്. ഇതുപോലെ അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കുമ്പോൾ അള്ളാഹ് ലക്ഷ്യമായിരിക്കണം. അപ്പം കിട്ടുന്നൊരു ഫലമാണ് സ്വർഗം എന്നുള്ളത്. നമ്മുടെ ലക്ഷ്യം സ്വർഗമാകരുത്. നമ്മുടെ ലക്ഷ്യം സ്വർഗമാകരുത്. അത് അള്ളാഹു നൽകുന്നൊരു സമ്മാനമല്ലേ. സമ്മാനത്തുമ്പോഴാണ് നമ്മൾ കൂടുതൽ. ഒരു ബ്രഷ് വാങ്ങിയാൽ കോൾഗേറ്റ് ഫ്രീ ഉണ്ടാവും. എന്നാൽ ഇതിന് ബ്രഷാണ് വാങ്ങിയാൽ പോരാ, പിന്നെ കോൾഗേറ്റുമ്പോൾ കൂടേണ്ട ആവശ്യമുണ്ടോ? അള്ളാഹുവിനെ കിട്ടുമ്പോൾ റബ്ബ് നൽകുന്നൊരു സമ്മാനമാണ് സൃഷ്ടിയാകുന്ന സ്വർഗം. നമ്മളിപ്പോഴും അവിടെ കൂടിയത് സ്വർഗം കിട്ടണം. അത് തെറ്റൊന്നുമല്ല. പക്ഷെ നമ്മൾ ഉയരണം. ഭൗതികമായിട്ട് നമുക്ക് ഉയർന്നില്ലേ? നമ്മൾ എത്രയേ ഉയർന്നത്. എന്നാൽ അള്ളാഹുവിനെ മനസ്സിലാക്കാൻ നമ്മൾ എന്ത് യാത്ര നടത്തിയത്? താജ്മഹൽ കാണാൻ വേണ്ടിയിട്ട് ആഗ്രയ്ക്ക് പോകും,
കാശ്മീർ കാണാൻ വേണ്ടി ലക്ഷങ്ങൾ മുടക്കിയിട്ട് ഫ്ലൈറ്റിലാണ് കാശ്മീർക്ക് പോകും, അല്ലെങ്കിൽ നമ്മൾ കുടലിമണാലുക്ക് പോകും, അല്ലെങ്കിൽ ഉസ്ബെക്കിസ്ഥാനിക്ക് പോകും. അള്ളാനെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2 കിലോമീറ്ററെങ്കിലും നമ്മൾ യാത്ര ചെയ്തണോ? താജ്മഹൽ കാണാനുള്ള താല്പര്യം, ചെങ്കോട്ട കാണാനുള്ള താല്പര്യം, ഊട്ടി കാണാനുള്ള താല്പര്യം, ഒന്നും വേണ്ട, ഒന്ന് മൈസൂർ കാണാൻ വേണ്ടി ടൂർ പോവെങ്കിൽ അള്ളാനെ കിട്ടാൻ വേണ്ടിയിട്ട് അള്ളാനെ പറ്റി പറഞ്ഞ ഒരാളത്തേക്ക് 1 കിലോമീറ്റർ നമ്മൾ പോയോ? പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ സ്നേഹത്തോട് പറയാണ്, ഏതിൻ്റെ ഈ ലക്ഷ്യം അള്ളാഹു ആകണം. എന്നിട്ട് ഗസാലി ഇമാം പറയുന്നുണ്ട്, വമൻ തതഗമൻ തൽവല്ലാ ലിയതനല്ലഫാ അഹു ലിയതബറദാ. ഭയങ്കരം ചൂട്, വിയർത്തിങ്ങനെ ഒലിക്കാൻ. അപ്പോൾ ഒരാൾ വുളു എടുത്തു, ഒരു തണുപ്പ് കിട്ടാൻ, ഒരു സുഖം കിട്ടാൻ. എന്നാൽ ആ വുളുവിൻ്റെ ഫലം അവനക്ക് കിട്ടൂല. ബഹുമാനപ്പെട്ട ഗസാലി ഇമാം പറയാണ്, പട്ടിണി കിടന്നാൽ അസുഖം മാറും. ഇന്ന് പലരും നോമ്പെടുക്കണ ശരീരത്തിന് സുഖം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഹിന്ദുക്കളും നോമ്പെടുക്കണവരുണ്ട്, ക്രിസ്ത്യാനികൾ നോമ്പെടുക്കണവരുണ്ട്. എന്തേ? കൊളസ്ട്രോൾ കുറയും, ഷുഗർ കുറയും, പള്ള കുറയും. ഡയറ്റിങ് കൊണ്ട്, ഫാസ്റ്റിങ് കൊണ്ടൊക്കെ പള്ള കുറഞ്ഞു കിട്ടും. ഇത് ഉദ്ദേശമാക്കരുത്, ലക്ഷ്യമാക്കരുത്. ലക്ഷ്യം ലില്ല. അതാണ് നിയ്യത്ത് വെക്കുമ്പോൾ നവൈതു സോമഗദിന്നതായി ഫർദ് റമളാനി ഹാദിഹി സനതി ലില്ലാ. ബഹുമാനപ്പെട്ട ഗസാലി ഇമാം പറയുന്ന മറ്റൊരു ഉദാഹരണമുണ്ട്. ഏതാ ഉദാഹരണം എന്നറിയണോ? മൻ തതയ്യബ, ആരെങ്കിലും സുഗന്ധം പൂശിയാൽ, എന്തിന് നല്ല മണമുണ്ടാകണം, മറ്റുള്ളവർക്കൊക്കെ എന്നെ സുഗന്ധം കിട്ടണമെന്ന് കരുതിയിട്ട് സുഗന്ധം പൂശിയാൽ അത്ര പൂശിയ കൂലി കിട്ടൂല. 2 റക്അത്ത് സുഗന്ധം പൂശി നിസ്കരിച്ചാൽ സുഗന്ധം പൂശാത്ത 70 റക്അത്തിനേക്കാൾ പുണ്യമുണ്ട്. മണവസ്തു പൂശിനി നിസ്കരിക്കൽ സുന്ന, പൂശാത്ത 70 റക്അത്തേക്കാൾ നന്നാ. പക്ഷേ കല്യാണത്തിനോ സൽക്കാരത്തിനോ പള്ളിക്കോ പോകുമ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ സുന്നത്താണ്, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടതാണ് സുഗന്ധം, അള്ളാഹിൻ്റെ മലക്കുകൾക്ക് ഇഷ്ടപ്പെട്ടതാണ് സുഗന്ധം. അങ്ങനെ അള്ളാഹ്ക്ക് വേണ്ടി എന്ന നെയ്യത്തിലല്ലാതെ സുഗന്ധം ഉണ്ടായ ആൾക്കാരൊക്കെ എന്നെ മണക്കണം എന്ന് കരുതിയിട്ട് അത്ര തേച്ച് പോയാൽ അതിന് പോലും കൂലി കിട്ടൂല. ഞാൻ പറയട്ടെ, വെള്ളിയാഴ്ച മിനിയാന്ന് വെള്ളിയാഴ്ച ജുമഅക്ക് പോയ ആണുങ്ങളാണ് ഇവരെയൊക്കെ. കുളിക്കാതാരും വെള്ളിയാഴ്ച ജുമഅക്ക് പോയിട്ടില്ല. പക്ഷേ ജുമഅക്ക് പോയപ്പോൾ ജുമഅന്റെ സുന്നത്തായ കുളി ഞാൻ കുളിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്തവരാണോ? അല്ല. എല്ലാവരും കുളിച്ചിട്ട് തന്നെ പള്ളിയേക്ക് പോകുക. പക്ഷേ കുളിക്കുമ്പോൾ അള്ളാഹ്ക്ക് വേണ്ടി ജുമഅന്റെ സുന്നത്തായ കുളി ഞാൻ കുളിക്കുന്നു എന്ന നിയ്യത്ത് ആർക്കും ഇല്ലെങ്കിൽ പിന്നെ ആ കുളി കൊണ്ട് വല്ല കാര്യമുണ്ടോ? കുളിയുടെ സുന്നത്ത് കിട്ടൂല. എന്തേ? കരുത്തില്ല. ഞാൻ പറയട്ടെ, മിസ്വാക്ക് എത്ര പുണ്യമാണ്. 2 റക്അത്ത് മിസ്വാക്ക് തേച്ച് നിസ്കരിച്ചാൽ പല്ല് തേക്കാത്ത ബ്രഷ് ചെയ്യാതെ നിസ്കരിച്ച 70 റക്അത്തിന്റെ പുണ്യമുണ്ട്. കണ്ടില്ലേ? അറബിയാളൊക്കെ സഫിൽ നിൽക്കുമ്പോൾ ഇഖാമത്തിന് ശേഷം അവർ ജുബന്റെ പോക്കറ്റിൽ നിന്ന് ബ്രഷ് എടുത്ത് ഇങ്ങനെ പല്ലേക്കും. എന്തേ? കാരണം സുന്നത്താൻ. ഞാൻ പറയട്ടെ, ഹിന്ദുക്കളും പല്ലേക്കുണ്ട്, ക്രിസ്ത്യാനികളും പല്ലേക്കുണ്ട്. അള്ളാഹു ഇല്ല എന്ന് വിശ്വസിക്കുന്ന നിരീശ്വരവാദികളായ യുക്തിവാദികൾ ആൾക്കാരും പല്ലേക്കുണ്ട്. നമ്മളും പല്ലേക്കുണ്ട്. തൊല്യാകാൻ പാടില്ല. നമ്മൾ പല്ല് തേക്കുമ്പോലില്ല. അപ്പൊ അതൊക്കെ എങ്ങനെ ഉസ്താദെ നിയ്യത്തെക്കുക? അത് നോമ്പിന് നിയ്യത്തെക്കണം, അത് നിയ്യത്തെക്കണം എന്നല്ല പറഞ്ഞത്. അതങ്ങ് അലിഞ്ഞു ചേർന്നാൽ ഏത് കർമ്മങ്ങളിലും നിയ്യത്ത് കുറെ ശീലമാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിയ്യത്ത് അങ്ങനായി വരും. അപ്പൊ പിന്നെ വേറെ വെക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. അല്ലാതെ നോമ്പിന് നിയ്യത്തെക്കണം, ആദ്യ ത്വാത്തുകൾക്ക് പ്രത്യേക നിയ്യത്തൊന്നും വേണ്ട. പക്ഷേ ഇത് ശീലമാക്കണം. അതിനാണ് നോമ്പ് നമ്മൾ പഠിപ്പിക്കുന്നത്. എത്ര ഇബാദത്ത് നമ്മൾ ചെയ്യുന്നുണ്ട്, ഒക്കെ ബാത്തിലാണ്. എന്തേ? നിയ്യത്ത് ഇല്ല. മൻആദ മരീദൻ ഗസാലി ഇമാം പറയുന്നുണ്ട്, ഏതെങ്കിലും ഒരാൾ സുഖമില്ലാത്ത രോഗിയായാൽ അവന്റെ രോഗം സന്ദർശിക്കൽ വലിയ ഇബാദത്താണ്. പക്ഷേ അവന്റെ രോഗം സന്ദർശിക്കുമ്പോൾ നീ കരുതി എന്ത്? എൻ്റെ വീട്ടിലും ആരെങ്കിലൊക്കെ സുഖമില്ലെങ്കിൽ ആരെങ്കിലൊക്കെ സന്ദർശിക്കേണ്ടി വരൂലേ? അപ്പൊ നമ്മൾ അങ്ങോട്ട് സന്ദർശിച്ചാലേ ഇങ്ങോട്ട് സന്ദർശിക്കുള്ളൂ. അല്ലെങ്കിൽ മരണ വീട്ടിൽ പോയി എന്തിന്? ഇവിടെ ആരെങ്കിലൊക്കെ മരിച്ചാൽ ആരെങ്കിലൊക്കെ വരണമെങ്കിൽ നമ്മളും മരിച്ചോടത്തൊക്കെ പോയി കൊടുക്കണം എന്ന് കരുതിയിട്ട് മരണ വീട്ടിൽ പോയാൽ, നമ്മളെ പെരയിൽ ആരെങ്കിലും സുഖമില്ലാതെയാകുമ്പോൾ ആരെങ്കിലൊക്കെ നമ്മളെ രോഗം സന്ദർശിക്കണമെങ്കിൽ മറ്റുള്ളവരെ രോഗം നമ്മളും സന്ദർശിക്കണം എന്ന് കരുതിയിട്ട് നമ്മളെ രോഗം സന്ദർശിച്ചാൽ അതൊക്കെ ബാത്തിലാണ്. അള്ളാഹുവിൻ്റെ ലോകത്തിൽ പൈസന്റെ കൂലി കിട്ടൂല. എന്തേ? നിയ്യത്ത് മോശമായി. അപ്പൊ കുറച്ച് പണിയാണിത്. അതല്ലേ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത്, ലോകത്ത് ഏറ്റവും പണിയുള്ള ഡ്രൈവിംഗ്
നഫ്സിനെ ഡ്രൈവ് ചെയ്യലാണ്. ഏറ്റവും വലിയ ജിഹാദ് നഫ്സിനോടുള്ള ജിഹാദാണ്. ശത്രുക്കളോട് പടപുരുതിയിട്ട് പോരാട്ടം വഹിച്ച് ശത്രുക്കളെ മല്ലിട്ട് കൊണ്ട് വാളുകൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തിയിട്ട് അവരിങ്ങോട്ടും കൊലപ്പെടുത്തി ചോര ചിന്തുന്ന യുദ്ധം കഴിഞ്ഞ് മടങ്ങുമ്പോഴാണ് നബി തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞത്, സ്വഹാബാ, ഇപ്പൊ കഴിഞ്ഞ വെട്ടും കുത്തുമുള്ള യുദ്ധം ചെറിയ യുദ്ധമാണ്, ഇനി ആ വലിയ യുദ്ധം നഫ്സിനോട് ചെയ്യുന്ന യുദ്ധമാണ് ഏറ്റവും വലിയ യുദ്ധമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. എന്താ കാരണം? നമുക്ക് ഇങ്ങൾക്ക് എത്ര വയസ്സായി, എനിക്ക് എത്ര വയസ്സായി ഒന്ന് ചിന്തിച്ചു നോക്കി. ഇത്ര കാലമായിട്ട് ജുമാക്ക് പോകുമ്പോൾ നെയ്യത്ത് നമുക്ക് മനസ്സിക്ക് വരുന്നില്ല. പള്ളിക്ക് കയറുമ്പോൾ വലത്തെ കാലം വെക്കാൻ തോന്നുന്നില്ല. എത്ര ടൈം നമ്മൾ കക്കൂസ് പോകുന്നുണ്ട്, ഇടത്തെ കാലം വെക്കാനും ദിക്ർ നമുക്ക് തോന്നുന്നുണ്ടോ? അത് ശീലമായില്ല. ഒരു സാധുവിനെ കാണുമ്പോൾ 10 റുപ്യ കൊടുക്കും, അപ്പം സാധാവം തോന്നിയിട്ട്. ഏത് ഇബാദത്ത് നമുക്ക് എങ്ങനെയാണ്? ഇനി കല്യാണത്തിന് പോകാത്ത ആരാ? ഞാൻ നോമ്പ് കഴിഞ്ഞാൽ കല്യാണം, ക്രിസ്ത്യാനികളും പോകണില്ല കല്യാണത്തിന്, ഹിന്ദുക്കളും പോകണില്ല കല്യാണത്തിന്, നിരീശ്വരത്തിനും പോകണില്ല കല്യാണത്തിന്. പിന്നെ നമ്മളെ കല്യാണം അവരെ കല്യാണം എന്ത് വ്യത്യാസമാണ്? നമ്മുടെ ഒരാൾ കല്യാണത്തിന് വിളിച്ചാൽ ക്ഷണം സ്വീകരിക്കൽ സുന്നത്താണ് എന്ന നെയ്യത്തിന് പോകുമ്പോഴേ കൂരിട്ടുള്ളൂ. അല്ലെങ്കിൽ പള്ളറച്ച് ബിരിയാണി ഇന്ന് ആ ദുഞ്ഞാവേ കിട്ടണുള്ളൂ. ക്ഷണം സ്വീകരിക്കൽ സുന്നത്താണ്, കുടുംബബന്ധം പുലർത്തൽ സുന്നത്താണ് എന്നൊരു കരുത്ത് മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ പോയതിന് നമുക്ക് സ്വർഗം കിട്ടി. അല്ലെങ്കിലോ അവിടുത്തെ ചാത്തപ്പനും തോമസും കൃഷ്ണൻകുട്ടിയും അതുപോലെ തന്നെ ഗൗരിയമ്മയും പോയ മാതിരി തന്നെ ആയിഷയും മുഹമ്മദും പോയ കല്യാണം ഒക്കെ വ്യത്യാസമാണ്. അതിന് നിയ്യത്ത് വേണം. എല്ലാ ഹദീസും തുടങ്ങണം ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. എന്താ ലക്ഷ്യം? അല്ലാഹ്. ഏത് ഇബാദത്തിന്റെ ലക്ഷ്യം അല്ലാഹ്. അബൂ യസീദ് അൽ ബിസ്താമി ഒരിക്കങ്ങനെ ദുആർക്കാണ്, അല്ലാഹ്, നിന്റെ പൊരുത്തത്തിന് വേണ്ടിയാണ് ഞാൻ ഇബാദത്ത് എടുക്കണതെങ്കിൽ എന്നെ സ്വർഗത്തിലാക്കരുത് അല്ലാഹ്. പാതിരാ സമയത്ത് ഇങ്ങനെ അബൂ യസീദ് അൽ ബിസ്താമി ദുആർക്കാണ്, അല്ലാഹുവേ, നിന്റെ പൊരുത്തത്തിന് വേണ്ടിയിട്ടാണോ, നിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണോ ഞാൻ നിസ്കരിക്കണതെങ്കിൽ എന്നെ സ്വർഗത്തിൽ കടത്തരുത് അല്ലാഹ്. ഈ ദുആ ഇങ്ങനെ ദുആ ചെയ്യുമ്പോൾ ശിഷ്യന്മാർ കേട്ടപ്പോൾ അത്ഭുതപ്പെട്ടു. എന്തൊരു വിചിത്രമായ ദുആ, എന്തൊരു പ്രത്യേക ദുആ. അല്ലാഹുവേ, നിന്റെ പൊരുത്തത്തിനും തൃപ്തിക്കും നിന്റെ പ്രീതിക്കും വേണ്ടിയാണ് ഞാൻ നിസ്കരിക്കണതെങ്കിൽ എന്നെ നരകത്തിൽ കിടണേ അല്ലാഹ്, സ്വർഗം എനിക്ക് നൽകരുത് അല്ലാഹ്. ഈ ദുആ കേട്ട് അത്ഭുതപ്പെട്ടുകൊണ്ട് ശിഷ്യന്മാർ കുറേ സമയം കഴിഞ്ഞ് ശൈഖിന്റെ ഉസ്താദിന് മുമ്പിൽ പോയി ചോദിക്കുന്നുണ്ട്, അല്ലയോ മഹാനവറുകളെ, ഇത് എന്തൊരു വിചിത്രമായ ദുആയാണ്. അങ്ങ് പാതിരാ സമയത്ത് റബ്ബിനോട് ദുആ ചെയ്തപ്പോൾ, റബ്ബേ, നിന്റെ പൊരുത്തത്തിന് വേണ്ടിയാ ഞാൻ നിസ്കരിക്കണതെങ്കിൽ സ്വർഗം തരണ്ടാകുന്ന ദുആ ചെയ്തതെന്താ? നമ്മളൊക്കെ റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടി തന്നെയല്ലേ ഇബാദത്ത് എടുക്കുന്നത്? അപ്പം അദ്ദേഹം കൊടുത്ത മറുപടി ഉണ്ട്, മക്കളെ, ഞാൻ പൊരുത്തത്തിന് വേണ്ടിയിട്ടല്ല. അള്ള പൊരുത്തപ്പെട്ടില്ലെങ്കിലും അബൂ യസീദ് ദുആർക്കും ഇബാദത്ത് എടുക്കും. എനിക്ക് ഓൻ്റെ പൊരുത്തം വിഷയമല്ല, ഓൻ്റെ ദേഷ്യം വിഷയമല്ല, എനിക്ക് ഓനാണ് വിഷയം. ഇത് അവരെ ആത്മീയ രോഗമാണ്. നമുക്ക് അങ്ങനെ ഒന്നും ചിന്തിക്കാൻ പോലും പറ്റൂല. എനിക്ക് അള്ളാന്റെ പൊരുത്തല്ല വിഷയം, അള്ളാന്റെ പൊരുത്തപ്പെട്ടില്ല നിൽക്കുക. എന്നാൽ ഓനെ പടച്ചില്ലേ, ഞാൻ എനിക്ക് ഇബാദത്ത് എടുക്കും. എനിക്ക് ഓനെ പൊരുത്തപ്പെട്ടില്ല, എന്നാൽ അവൻ ഇബാദത്ത് എടുക്കണ്ടേ? അള്ളാഹു തആല ദാവൂദിനെ പറ്റി ചോദിക്കണം, ദാവൂദേ, മനുഷ്യന്മാരൊക്കെ നിസ്കരിക്കണം, നോമ്പെടുക്കണം, സ്വതക്ക കൊടുക്കണം, സ്വർഗം കിട്ടാനാ, ഞാൻ സ്വർഗം തന്നെ പടച്ചില്ല നിൽക്കുക. അപ്പം ഞാൻ പൊട്ടനാ, അപ്പം എനിക്ക് ഇബാദത്ത് നിൽക്കണ്ടേ? അള്ളാഹ് ചോദിക്കണ ചോദ്യ, ലൗലമ്മ ഖുലിഖിൽ ജന്നത്ത, ഞാൻ സ്വർഗം പടച്ചിട്ടില്ലെങ്കിൽ അപ്പം പിന്നെ ഇബാദത്ത് നിൽക്കണ്ടേ? വലൗലമ്മ ഖുലിഖിൻ നാറാ, നരകം ഞാൻ പടച്ചിട്ടില്ലെങ്കിൽ കള്ളുടിക്കാന്നാണോ, വ്യഭിചരിക്കാന്നാണോ, കക്കാന്നാണോ, മോഷ്ടിക്കാന്നാണോ? അപ്പം നരകത്താണോ വിഷയം? നരകല്ലെങ്കിലും തെറ്റൊഴിവാക്കണം, സ്വർഗല്ലെങ്കിലും നന്മ ചെയ്യണം. എന്തേ? അല്ലാഹ്. നമ്മളെ മൗലൂദ് കഴിക്കുകയാണെങ്കിലും മജ്‌ലിസുന്നൂർ ചെല്ലാണെങ്കിലും റാത്തീബ് ചെല്ലാണെങ്കിലും കുതുബേത്ത് ചെല്ലാണെങ്കിലും പുട്ടിന് തേങ്ങടന മാതി തൊള്ളോണ്ട് ഇങ്ങനെ പറയും, ഇലാഹി അൻത മഖ്സൂദി വരിളാക മത്ലൂബി, റബ്ബേ, നിനക്ക് വേണ്ടി നീയാണ് എൻ്റെ ലക്ഷ്യം. അല്ല, നമ്മുടെ ലക്ഷ്യം അല്ലാഹു അല്ല. അങ്ങനെ ആകണം. നവൈതു എന്ന കരുത്ത് നൽകുന്നത് അല്ലാഹ്. അത് കുറച്ച് ഇടങ്ങേറുണ്ടാകും. അതല്ലേ ജിഹാദ് നഫ്സ് എന്ന് പറയുന്നത്. അല്ലാഹു എന്നതിലേക്ക് കൽബിനെ തിരിക്കണം. അത് കുറച്ച് ഇടങ്ങേറുണ്ടാവും. നമ്മളിങ്ങനെ നിസ്കരിക്കുമ്പോൾ കാലെങ്ങനെ വെക്കുക, ഓതുമ്പോൾ നാവ് എങ്ങനെ, മഹർജും കർമ്മങ്ങളിൽ മാത്രം കൂടി ഉള്ളിക്കൊന്നും ഇറങ്ങിയില്ല. ആത്മീയത നമുക്ക് നഷ്ടപ്പെട്ടു. അപ്പം ഇബാദത്തിന് രസമല്ല, അതൊക്കെ ഭയങ്കര രസമാണ്. മഹാന്മാരൊക്കെ നിസ്കരിച്ച് മഹാന്മാരെ സ്വർഗത്തേക്ക് വിളിച്ച് പോലും പറയും, ദഊനി ഉസല്ലി റകഅത്തൈൻ, ആയില്ല 2 റകഅത്തും കൂടി നിസ്കരിക്കട്ടെ എന്ന് പറയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്താണതൊക്കെ? കാരണം ഒരു കൈല കമ്പം, ഭയങ്കര ആസ്വാദന. അത് പറയാൻ പറ്റില്ല. മധുരം എങ്ങനെയെന്ന് ചോദിച്ചാൽ നമുക്കൊരു 10 മധുരം പറയാൻ പറ്റുമോ? മധുരം എന്നല്ല നമ്മൾ ഒന്ന് പറയാൻ പറ്റും. അപ്പം എന്താ പറയുക, നല്ല മധുരമുള്ളത്,
ഒരു കടും മധുരമുള്ളത്, ഇളയ മധുരമുള്ളത്, ചവർപ്പ്. ഈ മധുരത്തെ പറ്റി 10 മധുരം നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുള്ളൂ, പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. ലോകത്ത് ആയിരക്കണക്കിന് മധുരല്ലേ. ആപ്പിളിൻ്റെ മധുരം വേറെ, മുന്തിൻ്റെ വേറെ, ഓറഞ്ചിൻ്റെ വേറെ, വത്തക്കൻ്റെ വേറെ, പൈനാപ്പിളിൻ്റെ വേറെ, പപ്പായൻ്റെ വേറെ, പഞ്ചസാരൻ്റെ വേറെ, കോഴിമുട്ടൻ്റെ വേറെ, ബിരിയാണി വേറെ. ലോകത്ത് 10,000കണക്കിന് മധുരമുണ്ട്. നമുക്ക് പറഞ്ഞു കൊടുക്കാൻ എത്ര പറ്റും മാക്സിമം? എന്നാൽ ഓരോ ഇബാദത്തിനും ഓരോ മധുര. സ്വതക്കക്ക് വേറെ, ദിക്റിന് വേറെ. ഇതൊക്കെ ആസ്വദിച്ച ആൾക്കാരാണ് ഔലിയാക്കന്മാരും മശായിഖന്മാരും. അതിനവർക്ക് അള്ളാനെ കിട്ടി മധുരായി. പിന്നെ അവർക്ക് വേറെ ഒന്നും വേണ്ട. സുലൈഖാബിന്റെ കഥ പറയുന്നുണ്ട്. യൂസുഫ് നബിയെ പ്രണയിച്ചു സുലൈഖ. യൂസുഫ് സുമുഖനാണ്, സുന്ദരനാണ്, ഭയങ്കര ചുറുക്കാണ്. അപ്പൊ യൂസുഫിന്റെ ചൊറുക്കിൽ ലയിച്ചിട്ട് സുലൈഖാണ്ട് ഭ്രാന്തിയായി. സുലൈഖ യൂസുഫ് നബിയിൽ അനുരാഗം കൂടിയിട്ടുണ്ട്, ലയിച്ചു പോയി. യൂസുഫിനെ കിട്ടാതെ സുലൈഖ ബിക്ക് ഉറക്കല്ല. അങ്ങനെ യൂസുഫ് നബിനെ കയറി പിടിച്ചു. ഖുർആൻ പറയുന്നുണ്ട്, കയറി പിടിച്ചു. യൂസുഫ് നബി കുതിരയോടി അല്ലാ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സുലൈഖ ബീബി യൂസുഫ് നബിനെ കുപ്പായം കയറി കിട്ടാൻ വേണ്ടിയിട്ട്. എന്നാൽ ഈ സുലൈഖ കുറെ കാലം കഴിഞ്ഞിട്ട് അള്ളാഹു തആല രണ്ടാളും നിക്കാഹ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. രണ്ടാളും കല്യാണം കഴിപ്പിച്ചു. സുലൈഖ ബീവിയും യൂസുഫ് നബിയും കല്യാണം കഴിച്ചു. കൊട്ടാരത്തിന്റെ പട്ടുമത്തയിലേക്ക് യൂസുഫിനെ ക്ഷണിക്കുന്നുണ്ട് സുലൈഖ. ഇന്ന് എൻ്റെ കൂടെ കടന്നുറങ്ങണം, എൻ്റെ ആഗ്രഹം പൂർത്തിയാക്കി തരണം, എന്തും ഞാൻ നൽകാം. യൂസുഫ് നബി പറഞ്ഞു അല്ലാഹനെ പേടിക്കണം. സുലൈഖ സമ്മതിക്കണില്ല. അവസാനം സുലൈഖ പറഞ്ഞു ലൗലം യഫഅൽ മാ അമറു ലയുസ്ജനന്ന. ഖുർആൻ പറയാണ്, ഞാൻ പറഞ്ഞത് കേട്ടിട്ടില്ലെങ്കിൽ യൂസുഫെ ജയിലിലടക്കും കേട്ടോ. അപ്പൊ യൂസുഫ് നബി പറയുന്ന മറുപടി ഖുർആനിലെ യൂസുഫ് സൂറത്ത് 33-ാമത്തെ ആയത്ത്, ഖാല റബ്ബി അസ്സിജ്നു അഹബ്ബു ഇലയ്യ. എന്നാൽ എനിക്ക് ജയിലാണ് ഏറ്റവും നല്ലത്. അങ്ങനെ യൂസുഫ് നബി കുതിരി രക്ഷപ്പെട്ടതാണ്. കാലം കറങ്ങിയപ്പോ രണ്ടാളെയും അല്ലാഹു ഒന്നിപ്പിക്കുന്നുണ്ട്. അല്ലാഹു സുലൈഖ ബീവിക്ക് യൂസുഫ് നബി നിക്കാഹ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. രണ്ടാളും കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചപ്പോ സുലൈഖാക്ക് യൂസുഫ് നബിയെ വേണ്ട. ഒന്ന് പാതിരാത്രി ഭാര്യന്റെ കൂടെ കടന്നുറങ്ങാൻ വേണ്ടി സുമുഖനായ യൂസുഫ് നബി ചെന്നിട്ട് സുലൈഖ ഒന്ന് കടന്നുറങ്ങല്ലേ എന്ന് ചോദിക്കുമ്പോ സുലൈഖ പറയാണ് ഫിന്നഹാർ, നാളെ പകലിൽ കടന്നുറങ്ങാ, പകലിൽ നോക്കാം. പകലിൽ ചെന്ന് യൂസുഫ് നബി സുലൈഖാനെ ക്ഷണിക്കുമ്പോ സുലൈഖ പറയും രാത്രി നോക്കാം. തുനാവിലുഹു ഇലൽ ലൈൽ. രാത്രിയും സുലൈഖാനെ കിട്ടണില്ല യൂസുഫ് നബിക്ക്. സുലൈഖ നബി ആരാധനയിലാണ്, ഇബാദത്തിലാണ്, അല്ലാഹുവിനെ ധ്യാനിക്കുകയാണ്, ദിക്റിലാണ്, രാത്രി മുഴുവനും ദിക്റിലാണ്. ഒന്ന് യൂസുഫ് നബി ഒരു സെക്കൻഡ് ചോദിക്കുമ്പോ സുലൈഖ വരുന്നില്ല, സുലൈഖ ഇബാദത്തിലാണ്. സുലൈഖ പറയും യൂസുഫ് നബിയെ പകലിൽ ഒന്ന് നോക്കാം. പകലിൽ ഭാര്യ സുലൈഖാനെ വിളിക്കുമ്പോ യൂസുഫ് നബിയോട് സുലൈഖ ബി പറയും നമുക്ക് രാത്രി കിടക്കാം. ഒരു സെക്കൻഡും കിട്ടാതെയായി. ഏത് സുലൈഖ? അങ്ങ് കൊട്ടാരത്തിൽ യൂസുഫ് നബിയുടെ കൂടെ ആടിയോടി ഒപ്പം കൂടി കുപ്പായം കീറിന്ന് കേട്ടിട്ടില്ലേ? ഇങ്ങനെ യൂസുഫ് നബിയെ കിട്ടാൻ വേണ്ടി പണിയെടുത്ത കഷ്ടപ്പെട്ട സുലൈഖാനെ പിന്നെ യൂസുഫ് നബിക്ക് കിട്ടാതെയായി. അപ്പൊ യൂസുഫ് നബി കരഞ്ഞുകൊണ്ട് സുലൈഖയോട് ചോദിക്കുന്നുണ്ട്, സുലൈഖ ഓർമ്മയുണ്ടോ പണ്ടത്തെ കാലം? ആ കൊട്ടാരത്തിന്, ആ പട്ടുമത്തയില് അങ്ങ് രാജ്ഞിയായപ്പോ എന്നെ ഒന്ന് കിട്ടാൻ വേണ്ടി എന്തൊക്കെ നിങ്ങൾ കഷ്ടപ്പെട്ടിരുന്നു, എന്നെ കയറി പിടിച്ചിരുന്നു. ഇന്നിപ്പോ നമ്മൾ നിക്കാഹ് കഴിച്ച ഹലാലായ ഭാര്യ ഭർത്താക്കന്മാരായി എന്റെ കൂടെ മിണ്ടാത്തത്, എന്റെ കൂടെ കടക്കാത്തത്, എന്റെ കൂടെ ബന്ധപ്പെടാത്തത്. അപ്പോ സുലൈഖ പറയുന്ന മറുപടിയുണ്ട്, അന്ന് മഅറഫതു റബ്ബി. ഓ യൂസുഫ് നബിയെ, അന്ന് എനിക്ക് എൻ്റെ റബ്ബിനെ തിരിഞ്ഞിരുന്നില്ല, അന്ന് എൻ്റെ റബ്ബിനെ മനസ്സിലാക്കിയിരുന്നില്ല. ഇന്ന് എന്നെ കെട്ടിയാലും കല്യാണം കഴിച്ചാലും അല്ലാനഅറഫ്തു റബ്ബി. ഇന്ന് എൻ്റെ മനസ്സിലെ റബ്ബാണ്, എൻ്റെ കൽബിലെ റബ്ബാണ്, എൻ്റെ റൂഹിലെ റബ്ബാണ്, എൻ്റെ കണ്ണിലെ റബ്ബാണ്, എൻ്റെ കാതിലെ റബ്ബാണ്, എവിടെയും റബ്ബാണ്. അതുകൊണ്ട് എനിക്ക് വേറെയൊന്നും വേണ്ട എന്ന് പറയുമ്പോ യൂസുഫ് നബി റബ്ബിനോട് പറയുന്നുണ്ട്, അല്ലാ ഇങ്ങനെയൊക്കെയാണ് സുലൈഖ പറയുന്നത്. അപ്പൊ അള്ളാഹ് കൊടുക്കുന്ന മറുപടിയുണ്ട്, യൂസുഫ് നബിയെ, അള്ളാഹു നിങ്ങൾക്ക് നബിമാരായ മക്കളെ തരാൻ തീരുമാനിച്ചിട്ടുണ്ട്. സുലൈഖ ബീവിയിൽ നിങ്ങൾക്ക് നബിമാരെ തരണമെന്ന് അള്ളാഹുവിന്റെ തീരുമാനമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ സുലൈഖയോട് ചെന്ന് യൂസുഫ് നബി പറയുന്നുണ്ട്, എടീ സുലൈഖ, നമ്മൾ രണ്ടുപേരിലുമായി നബിമാരായ മക്കൾ ജനിക്കണമെന്ന് അള്ളാഹിന്റെ ഖലാഉണ്ട്. അപ്പോഴാണ് സുലൈഖ ബീവി വഴങ്ങുന്നത്. അങ്ങനെ
ഉണ്ടെങ്കിൽ നമ്മളിൽ അള്ളാഹുവിന്റെ നബിമാർ വരികയാണെങ്കിൽ ഓക്കെ നമുക്ക് നോക്കാം. എന്തേ കാരണം? അങ്ങനെ പറഞ്ഞപ്പോഴാണ് യൂസുഫ് നബിന്റെ കൂടെ സുലൈഖ ബീവി റൂമിലേക്ക് പോലും വരുന്നതിന്റെ കാരണം അത് മനസ്സിലാക്കാത്തപ്പോ ഭൗതിക ഭ്രമങ്ങൾ ഉണ്ടാകും. അള്ളാന്റെ ഔലിയാക്കന്മാരും മഹാന്മാരൊക്കെ ദുഞ്ഞാവ് വിട്ടുക്കുമ്പോൾ നമ്മളിങ്ങനെ അവരെ കളിയാക്കും, പൊട്ടന്മാര്, ഭ്രാന്തന്മാര്. പക്ഷെ സത്യം പറഞ്ഞാൽ നമ്മളാണ് ഭ്രാന്തന്മാര്. നമുക്കത് അറിയാഞ്ഞിട്ടാണ്. ഒരു ചെറിയ കുട്ടിക്ക് ഐസ്ക്രീമാ വലുത്. ആ കുട്ടിക്ക് ഐസ്ക്രീം മതി. ആ കുട്ടിക്ക് ശാരീരികമായ ലൈംഗിക സുഖം പറഞ്ഞാൽ മനസ്സിലാവില്ല. അതൊരു പ്രായത്തണം. ചെറിയ കുട്ടിക്ക് രാജാധികാരത്തിന് രാജാവിന് കിരീടും കുട്ടിക്ക് കളിക്കോപ്പ് ഒരേ മാതിരിയാണ്. കുട്ടിക്ക് ചെറിയ കളിക്കോപ്പ് കിട്ടിയാൽ മതി. അതാ കുട്ടിൻ്റെ പ്രായം എങ്ങനെ. അപ്പോൾ നമ്മൾ ഈ നോമ്പിൻ്റെ ലക്ഷ്യം തന്നെ അള്ളാഹിനെ കിട്ടുന്നില്ല. നമുക്കത് കിട്ടിയില്ലെങ്കിലും ഒരു കോടിയിലൊരു അംശമെങ്കിലും അള്ളാഹുവത്തിലെ മഹബത്ത് നമുക്ക് ഉണ്ടാണ്. നമ്മൾ ഒരിക്കലെങ്കിലും മനസ്സറിഞ്ഞിട്ട് റബ്ബിനോട് ഐ ലവ് യു നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? എനിക്ക് അന്ന ഇഷ്ടമാണ് റബ്ബെ എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നമുക്ക് എന്താ നമ്മൾ നിസ്കരിക്കുമ്പോൾ എന്താണത്? അള്ളാഹു തആലാക്ക് എന്താ അള്ളാഹ്ക്ക് വേണ്ടി നമുക്ക് വേണ്ടി നിസ്കരിക്കണത്? അള്ളാഹു തആലാക്ക് വേണ്ടി മഗ്‌രിബ് എന്ന ഫർളായ നിസ്കാരം 3 റക്അത്ത് കിബ്ലക്ക് മുന്നിട്ട് അള്ളാഹു ആർക്ക് വേണ്ടി നമുക്ക് വേണ്ടി നിസ്കരിക്കണം. എന്താ? നമ്മൾ നിസ്കരിച്ചാൽ നമ്മൾ സ്വർഗ്ഗത്ത് കിടക്കും. അപ്പോൾ നമ്മുടെ തടിക്ക് സുഖം കിട്ടും. നമ്മൾ നിസ്കരിച്ചാൽ നമ്മൾ നരകത്തിന് തൊട്ട് കഴിച്ചാലും അപ്പോൾ തടിക്ക് തീ ഉണ്ടാവില്ല, നരകം ഉണ്ടാവില്ല, അപ്പോൾ തടിക്ക് സുഖം കിട്ടും. അവനാൻ്റെ തടിൻ്റെ സുഖത്തിന് വേണ്ടി നിസ്കരിച്ചിട്ട് പറയണ എന്താ? അള്ളാഹ്ക്ക് വേണ്ടി നിസ്കരിച്ചു എന്ന്. നമ്മൾ നോമ്പെടുക്കണം എന്തിനാ? നോമ്പെടുത്താൽ സ്വർഗം കിട്ടും. അപ്പം നമുക്ക് തടിക്ക് സുഖം കിട്ടും. എ സി ഇങ്ങനെ ഉത്തരക്കാം. ഇതിനേക്കാളും എ സിയാണ് സ്വർഗം. നരകത്തിന് കത്തുന്നത് കഴിച്ചിലാക്കാം. അപ്പം നരകത്തിന് തീന്ന് തടി കാക്കണം. അവനാൻ്റെ തടിയോടുള്ള സുഖമല്ലേ നമ്മുടെ ഈ ഭാഗത്തൊക്കെ. അപ്പം നമ്മൾ ഒരർത്ഥത്തിൽ അള്ളാഹ്ക്ക് വേണ്ടി പറഞ്ഞാലും അവിടെ നിന്നൊക്കെ കയറണം. നമ്മൾ ലക്ഷ്യം തരാം. അതൊക്കെ അള്ളാഹ് തന്നോളും. അള്ളാഹു ശുക്റാവണം. ഞാനൊരു ചെറിയ ഉദാഹരണത്തിലൂടെ പറയാം. ഇപ്പം എൻ്റെ അമ്മക്ക് സുഖമല്ല. ഉമ്മാനെ ഏത് ആശുപത്രിക്കും ഞാൻ കൊണ്ടുപോകും. നമ്മളൊക്കെ കൊണ്ടുപോകും. ഉമ്മാനെ ആശുപത്രി കൊണ്ടുപോകും. ഉമ്മാക്ക് മരുന്ന് വാങ്ങിക്കൊടുക്കും, ഭക്ഷണം വാങ്ങിക്കൊടുക്കും. ഉമ്മാനെ എടുക്കാച്ച നമ്മൾ വണ്ടി കയറ്റി കൊണ്ടുപോകും. എന്തിന്? ഉമ്മാൻ്റെ സ്വർണം കിട്ടാൻ വേണ്ടിയല്ല. ഉമ്മ മരിച്ചാൽ ഉമ്മാൻ്റെ ആഭരണങ്ങളും ഉമ്മാൻ്റെ മാലയും കിട്ടാൻ വേണ്ടിയിട്ടല്ല. ആണോ? അല്ല. അത് ഉമ്മയോടുള്ള നന്ദിയാണ്. ഉമ്മയല്ലേ ഗർഭം ചുമന്നത്, ഉമ്മയല്ലേ പ്രസവിച്ചത്, ഉമ്മയല്ലേ മുലപ്പാൽ തന്നത്, ഉമ്മയല്ലേ വളർത്തിയത്. നന്ദിയാണ്, കടമയാണ്. ഉമ്മാനെ തീറ്റലും പോത്തലും പരിപാലിക്കലും കൊണ്ട് നടക്കലും. ഇതുപോലെ പ്രായമായ ബാപ്പാന് നമ്മൾ വണ്ടിയെ കയറ്റി ആശുപത്രിയിൽ കൊണ്ടുപോകും, മരുന്ന് വാങ്ങിക്കൊടുക്കും, ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകും. ബാപ്പാക്ക് വേണ്ട ഹിദ്മത്തുകളും പരിപാലനങ്ങളൊക്കെ മക്കൾ ചെയ്തു കൊടുക്കുന്നത്. ബാപ്പ മരിച്ചാൽ ബാപ്പാൻ്റെ പറമ്പ് കിട്ടാനല്ല, ബാപ്പാൻ്റെ സ്വത്ത് കിട്ടാനല്ല, ബാപ്പാന്റെ കയ്യമ്മ കിടക്കണ വാച്ച് കിട്ടാനല്ല. അതൊക്കെ കിട്ടിക്കോളും. അതൊന്നും ഇവിടെ ലക്ഷ്യമല്ല. ബാപ്പ മരിച്ചാൽ ബാപ്പാന്റെ സ്വത്ത് മക്കൾക്ക് തന്നെയാണ്, ഉമ്മ മരിച്ചാൽ ഉമ്മാന്റെ സ്വത്ത് മക്കൾക്ക് തന്നെയാണെന്നൊന്നും ലക്ഷ്യമല്ല. പിന്നെന്തിനാ ബാപ്പാനെ പരിപാലിക്കുന്നത്? പിന്നെന്തിനാണ് ഉമ്മാനെ അനുസരിക്കുന്നത്? അതൊരു നന്ദിയാണ്. ഈ നന്ദി നമുക്ക് നമ്മുടെ റബ്ബിനോടുണ്ടോ? അല്ലാഹുവല്ലേ നമ്മളെ നിലനിർത്തുന്നത്, അല്ലാഹുവല്ലേ ശ്വാസം നൽകുന്നത്, അല്ലാഹുവല്ലേ നമ്മുടെ ശരീരത്തിൽ ഹൃദയത്തെ പ്രവർത്തിപ്പിക്കുന്നത്. നമുക്ക് തിന്നാനേ കഴിയുള്ളൂ. തിന്ന ഭക്ഷണത്തിൽ നിന്ന് മൂത്രത്തെ മൂത്രമാക്കുന്നത്, വിസർജ്യത്തെ വിസർജ്യമാക്കുന്നത്, രക്തത്തെ രക്തമാക്കുന്നത്, കഫത്തെ കഫമാക്കുന്നത്, പിത്തത്തെ പിക്തമാക്കുന്നത്, അത് മൂത്രമായിട്ട് പുറത്തേക്ക് തള്ളുന്നത്, അത് കാഷ്ടമായിട്ട് പുറത്തേക്ക് ഒക്കെ റബ്ബാണ്. ചെറിയ ഒരു കിഡ്നി കൊണ്ട് എന്തൊക്കെ പ്രവർത്തനങ്ങൾ നമ്മളത് അറിയണില്ല. ഇപ്പം ഞാൻ വയലു പറയാൻ എൻ്റെ രക്തം ശുദ്ധീകരിക്കണം ഞാനല്ല, കിഡ്നിയാണ്. കിഡ്നിക്കൊരു ഒലക്കിയില്ല. അല്ലോ എൻ്റെ ഹൃദയം രക്തം പമ്പ് ചെയ്യുന്നുണ്ട്, എനിക്കത് അറിയേണ്ട ആവശ്യം തന്നെ. ഞാൻ വയലു പറയാൻ അത് ചെയ്യുന്നത് അല്ലോ. നിങ്ങളൊക്കെ എൻ്റെ വയല് കേൾക്കുമ്പോൾ നിങ്ങളെ ശരീരത്തിൻ്റെ ഉള്ളിൽ എത്ര വലിയ പ്രവർത്തനം നടക്കുന്നുണ്ട്. ഹൃദയം എങ്ങനെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ അറിയണില്ല. കിഡ്നി നിങ്ങളെ രക്തം ശുദ്ധീകരിക്കുന്നത് നിങ്ങൾ അറിയുന്നില്ല. ആമാശയത്തിന് പണിയുണ്ട്, ദഹിപ്പിക്കുന്നുണ്ട്. കരളിന് പണിയുണ്ട്, ഒന്നും നമ്മൾ അറിയണില്ല. ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലാഹ്ക്ക് 2 റക്അത്ത് നിസ്കരിച്ചാലും നോമ്പെടുത്താലും ഖുർആൻ ഓതിയാലും പടച്ചോനെ സ്വർഗം കിട്ടണം, പടച്ചോനെ ഹൂർലിങ്ങളെ കിട്ടണം, പടച്ചോനെ കൊട്ടാരം കിട്ടണം എന്ന ചിന്ത തന്നെ എത്ര മോശമാണ് അല്ലേ? ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. വയസ്സായ ഉമ്മാനും ബാപ്പാനും തീറ്റിപ്പോറ്റി പരിപാലിക്കുന്നത് ഉമ്മാൻ്റെ അടുത്തുനിന്ന് വല്ലതും കിട്ടാനല്ല, ബാപ്പാൻ്റെ അടുത്തുനിന്ന് വല്ലതും കിട്ടാനല്ല. ബാപ്പയും ഉമ്മയും ചെറുപ്പത്തിൽ നമ്മളെ നോക്കിയതിന് നന്ദിയായിട്ടാണെങ്കിൽ അള്ളാഹു എന്നെ താങ്ങിത്തലോടി എന്നെ കൊണ്ടു നടക്കുന്നതിൻ്റെ, അള്ളാഹു നമ്മളെ തീറ്റിപ്പോറ്റുന്നതിൻ്റെ പരിപാലിക്കൽ നന്ദിയായിട്ട് ഇബാദത്തെടുക്കുന്നു എന്ന ചിന്ത എപ്പെങ്കിലൊക്കെ മനസ്സിൽ വന്നിട്ടുണ്ടോ? അള്ളാഹുവിൻ്റെ റസൂൽ നിസ്കരിച്ച് 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 കാല് നീര് വന്ന് പൊട്ടിയങ്ങൊരിക്കുമ്പോൾ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാല് നീര് വന്നങ്ങ് വണ്ണം വെക്കുമ്പോൾ ആയിഷ ബീവി കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നുണ്ട്, എന്തിന് ഇങ്ങനെ ഇടങ്ങേറാകണം നബിയേ? അങ്ങേക്ക് ദോഷങ്ങളില്ല, തെറ്റുകളില്ല, പാപങ്ങളില്ല. അങ്ങേക്ക് ദോഷങ്ങളുണ്ടെങ്കിലും പടച്ചോനൊക്കെ പൊരുത്തപ്പെട്ട് തരും ചെയ്യും. പിന്നെ ഇങ്ങനെ ഇടങ്ങേറായി നിസ്കരിച്ചിട്ട് കാല് നീര് വന്ന്
പൊട്ടേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ റസൂലുള്ള കൊടുക്കണ മറുപടിയുണ്ട്. ആയിഷ, സ്വർഗം കിട്ടണല്ലോ എന്ന മറുപടിയല്ല, നിങ്ങളെ കിട്ടണല്ലോ എന്ന മറുപടിയല്ല, സ്വർഗത്തിലെ കള്ളും സ്വർഗത്തിലെ പെണ്ണും സ്വർഗത്തിലെ കൊട്ടാരം അതൊന്നും അല്ല അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്. ആയിഷ, അഫലാ ഉഹിബ്ബു അൻ അകൂന അബ്ദൻ ശകൂറാ. ആയിഷ, മുഹമ്മദിന് ഒരു നന്ദിയുള്ള ആളാകാൻ ആഗ്രഹമുണ്ട്. നന്ദി ഉണ്ടാവണ്ടേ നമുക്ക്? എനിക്ക് നന്ദി വേണ്ടേ ആയിഷ? നന്ദിക്ക് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യണത് എന്ന് ഖാല റസൂലുള്ളാഹി. അപ്പൊ എന്റെ റമളാൻ 29-ാം രാവിന് ഈ സദസ്സിൽ വെച്ച് എന്റെ വാത് കേൾക്കുന്ന ആണുങ്ങളോടും പെണ്ണുങ്ങളോടും എന്നോടും പറയാനുള്ളത്, നിസ്കാരങ്ങളും നോമ്പും ദിക്റും സ്വലാത്തും ഖുർആനും ഓത്തും പാട്ടും സകല ധർമ്മങ്ങളും ഹജ്ജും ഉംറയും ഒക്കെ ശുക്റാകണം, നന്ദിയാകണം. എന്തെങ്കിലുമൊക്കെ ഇങ്ങോട്ട് കിട്ടട്ടെ എന്ന് കരുത്ത് നമ്മൾ മാറി നിൽക്കണം. അത് കിട്ടിക്കോട്ടെ, അത് അള്ളാഹ് തന്നോളും. അതിവിടെ വിഷയമല്ല. നമ്മുടെ വിഷയം എന്തേ നമ്മളെ ഭാര്യയ്ക്ക് നമ്മളോടുള്ള സ്നേഹം പോലും നമ്മൾക്ക് അള്ളാഹിനോടില്ല. എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ എൻ്റെ പുരയത്തെ എല്ലാ പണികളും ചെയ്യും, കുട്ടികൾക്ക് വേണ്ട ഭക്ഷണങ്ങൾ ഉണ്ടാക്കും, വസ്ത്രങ്ങൾ ഇറക്കി കൊടുക്കും, പുരടിച്ചു വാറും, പുരയത്തെ എല്ലാ പണിൻ്റെ ഭാര്യ ചെയ്യും. 5 പൈസ ശമ്പളം ഞാൻ കൊടുക്കണില്ല. എന്തേ കാരണം? അത് എന്നോടുള്ള സ്നേഹമാണ്. എൻ്റെ ഭർത്താവ് എനിക്ക് ഭക്ഷണം നൽകുന്ന, വെള്ളം നൽകുന്ന, എന്നെ ആശുപത്രി കൊണ്ടുപോകുന്ന, എനിക്ക് വസ്ത്രം വാങ്ങിത്തരുന്ന, എനിക്ക് വീട് വെച്ച് തന്ന, എന്നെ പരിപാലിക്കുന്ന എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കിയാലും അടിച്ചു മാറിയാലും ശമ്പളം വാങ്ങരുത് എന്ന ഒരു തിരിച്ചറിവ് നമ്മുടെ ഭാര്യമാർക്കൊക്കെ നമ്മളോടുണ്ട്. അതുകൊണ്ടാ നമ്മളെ പുര പരിപാലിക്കുന്നതിനോ, നമ്മളെ കുട്ടികളെ തീറ്റിപ്പോറ്റുന്നതിനോ, നമ്മളെ പുരടിച്ചു വാറുന്നതിനോ നമ്മളെ ഭാര്യമാർ പൈസ വാങ്ങൂല. നേരെ മറിച്ച് ഭാര്യമാർക്ക് സുഖമില്ലാതെ പനിയായി കടന്നാൽ ആ ഭാര്യമാർ ചെയ്യുന്ന അടിച്ചു വാരാനും തുടച്ച് വൃത്തിയാക്കാനൊക്കെ വേറെ ഒരാളെ പണിക്ക് വിളിച്ചാൽ നമ്മൾ ശമ്പളം കൊടുക്കണം. എന്തേ? അവർ നമ്മളെ പെരേ വരുന്നത് പണിയെടുക്കുന്നത് ശമ്പളത്തിനാണ്. ഭാര്യയോ നന്ദിയാണ്. ഈ ഒരു ഭാര്യക്ക് ഭർത്താവിനോടുള്ള നന്ദി പോലും നമുക്ക് നമ്മുടെ റബ്ബിനോടില്ല. നമ്മൾ ഇബാദത്തിനൊക്കെ കൂലിക്ക് വേണ്ടിയാകണമെങ്കിൽ ഇഖ്ലാസ് തകർന്നു പോയില്ലേ? അതുകൊണ്ട് അതൊക്കെ റബ്ബ് തന്നോളും. നമ്മുടെ ലക്ഷ്യം അതാണ് അല്ലാഹുവിന്റെ മുഹീദ്ദീൻ ശൈഖ് അടക്കമുള്ള ഔലിയാക്കന്മാർ ദുആ ചെയ്യണത്. റബ്ബേ, എന്റെ ഇബാദത്തുകളും നിസ്കാരങ്ങളും സ്വർഗത്തിന് വേണ്ടിയല്ല, അല്ലാഹുവേ നിനക്ക് വേണ്ടിയാണ്. ഈ ചിന്തയിലേക്ക് നമ്മൾ ഉയരണം, ഈ ചിന്തയിലേക്ക് നമ്മൾ വളരണം. ഏതിൻ്റെ ലക്ഷ്യവും പ്രിയപ്പെട്ടവരെ, അൽ കഹ്ഫിലെ അവസാനത്തെ ആയത്തിറങ്ങാൻ കാരണം നിങ്ങൾക്കറിയുമോ? പെണ്ണുങ്ങൾക്കും അൽ കഹ്ഫ് സുന്നത്തുണ്ട്. വെള്ളിയാഴ്ച ജുമുഅ പെണ്ണുങ്ങൾക്ക് നിർബന്ധമില്ല, സുന്നത്തുമില്ല. പക്ഷേ അൽ കഹ്ഫ് ഓതൽ പെണ്ണുങ്ങൾക്കും സുന്നത്താണ്. ജുമുഅക്ക് കോടിക്കണക്കിന് മുസ്ലിമീങ്ങൾ ഓതുന്ന അൽ കഹ്ഫ് എന്ന സൂറത്തിൽ അവസാനത്തെ ആയത്ത് ഇറങ്ങാൻ കാരണം എന്താണെന്നറിയോ? കേട്ടോ ചരിത്രം. ഹദീസിൽ കാണാം, ഒരു സ്വഹാബി വന്ന് നബി തങ്ങളോടൊരു സംശയം ചോദിക്കുകയാണ്. നബിയെ, ഇന്നി ലാ തസദ്ദഖു വ ഇന്നി ലാ അസിലുർ റഹിമ. നബിയെ, ഞാൻ ഒരുപാട് സ്വതക്ക ചെയ്യുന്ന ആളാണ്, ഒരുപാട് ധർമ്മം കൊടുക്കുന്ന ആളാണ്, ഒരുപാട് പാവങ്ങളെ സഹായിക്കുന്ന ആളാണ്, സാധുക്കളെ പരിപാലിക്കുന്ന ആളാണ് ഞാൻ, കുടുംബങ്ങളെ നന്നായി പരിപാലിക്കുന്ന, കുടുംബം നോക്കുന്ന ആളാണ് ഞാൻ. ഇതൊന്നും ഞാൻ ലാ അസ്നഉ ദാലിക ഇല്ലാ ലില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി അല്ലാതെ ഒന്നും ഞാൻ ചെയ്യണില്ല. ലക്ഷ്യം അല്ലാഹുവാണ് നബിയേ. എൻ്റെ ദാനധർമ്മങ്ങളും എൻ്റെ സഹായങ്ങളും ഞാൻ പാവങ്ങളെ നോക്കുന്നതും പാവങ്ങളെ പരിപാലിക്കുന്നതും അല്ലാഹുവിന് വേണ്ടിയാണ്. പക്ഷേ എനിക്കൊരു സംശയമുണ്ട് നബിയേ. ഞാൻ ജനങ്ങളെ സഹായിക്കുന്നതിൻ്റെ പേരിൽ, കുടുംബങ്ങളെ നോക്കുന്നതിൻ്റെ പേരിൽ പുറത്തൊക്കെ എനിക്ക് വലിയ പേരും പെരുമയുമുണ്ട്. ഇന്നിയുദ്കറു മുഹമ്മദു അലൈഹി, പുറത്തൊക്കെ ജനങ്ങളെ എന്നെപ്പറ്റി പുകഴ്ത്തി പറയുന്നുണ്ട്. ഞാൻ വലിയ ദാനധർമ്മിയാണ്, ഞാൻ വലിയ സഹായിയാണ്, ഞാൻ വലിയ ജീവകാരുണ്യ പ്രവർത്തകനാണ്, ഞാൻ നല്ല കുടുംബം നോക്കുന്ന ആളാണ് എന്നിങ്ങനെ എന്നെ ചെയ്തികളെപ്പറ്റി നാട്ടുകാരൊക്കെ പുകഴ്ത്തി പറയുമ്പോ അത് കേൾക്കുമ്പോ നബിയേ ഫയസുറുനീ, അത് കേൾക്കുമ്പോൾ ഒരു വല്ലാത്ത സന്തോഷം വരുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ മനസ്സിനൊരു കുളിർമയുണ്ട്. അതിന് തെറ്റുണ്ടോ നബിയേ? അതിന് കുഴപ്പമുണ്ടോ നബിയേ? ഞാൻ ചെയ്യുന്ന സ്വതക്ക, ഞാൻ ചെയ്യുന്ന ദാനധർമ്മങ്ങൾ, പാവങ്ങളെ നോക്കുന്നതും പാവങ്ങളെ സഹായിക്കുന്നതും അല്ലാഹുവിനക്ക് വേണ്ടി മാത്രമാണ് എങ്കിലും നബിയേ, അതിൻ്റെ പേരിൽ ജനങ്ങൾ എന്നെ പുകഴ്ത്തി പറയുമ്പോൾ എനിക്കൊരു സന്തോഷം വരുന്നുണ്ട്.
ചോദിച്ചിട്ടുണ്ട്, അതിന് കുഴപ്പമുണ്ടോ? നബിതങ്ങൾക്ക് മറുപടി പറയാൻ കഴിഞ്ഞില്ല. ഫസക്കത്ത, നബിതങ്ങൾ മൗനിയായി, മിണ്ടാതെ മറുപടി പറയാനില്ലാതെ നിൽക്കുമ്പോ ആകാശം കീറിമുറിച്ചിറങ്ങി വരികയാണ് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ. എന്നിട്ടാണ് അൽ കഹ്ഫിന്റെ അവസാനത്തായത്ത് ഇറക്കി കൊടുക്കുന്നത്. ഫമൻ കാന യർജു ലിഖാ റബ്ബിഹി ഫൽയഅമൽ അമലൻ സാലിഹാ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ. അല്ലാഹനെ കാണാനും കിട്ടാനും അല്ലാഹനെ ലഭിക്കാനും കിട്ടാനും അല്ലാഹുവിനെ കിട്ടാൻ അല്ലാഹനെ കാണാൻ പൂതിയുണ്ടെങ്കിൽ ഏത് ഇബാദത്ത് ചെയ്താലും വേറൊരു ലക്ഷ്യവും ആഗ്രഹിക്കരുത്. ആൾക്കാർ പുകഴ്ത്തിയാലും സന്തോഷമല്ല ഉണ്ടാകേണ്ടത്, പടച്ചോനിത് സ്വീകരിക്കോ എന്ന പേടിയാണ്. അല്ലാഹനെ കിട്ടാൻ താല്പര്യമുണ്ടെങ്കിൽ അല്ലാഹ് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഇബാദത്ത് കൊണ്ട് വേറെ ഒന്നും ലക്ഷ്യമാക്കരുത്. ഇപ്പൊ ഞാൻ വഅദ് പറയുമ്പോ പ്രസംഗിക്കുമ്പോ ഇത് സംഘടിപ്പിക്കുമ്പോ നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. സംഘടനാ പ്രവർത്തനമാണെങ്കിലും രാഷ്ട്രീയ പ്രവർത്തനമാണെങ്കിലും സഹോദരങ്ങളെ പള്ളിക്കാണെങ്കിലും മദ്രസക്കാണെങ്കിലും സ്ഥാപനത്തിനാണെങ്കിലും ഒരു നിലക്കും പേരും പെരുമയും പ്രശസ്തിയും ഞാൻ ഖാദിയാൻ, ഞാൻ സെക്രട്ടറിയാൻ, ഞാൻ പ്രിൻസിപ്പാളാൻ, ഞാൻ ഉള്ളതുകൊണ്ടാണ് ഇതൊക്കെ നടന്നു പോകുന്നത് എന്ന ചെറിയൊരു ചിന്ത നമ്മളെ മനസ്സിൽ കയറി വന്നാൽ ഒക്കെ ബാത്തിലാൻ. അല്ലാഹ് ഒരിക്കലും കിബിറിന് മാപ്പ് തരൂല. നിസ്കരിക്കുമ്പോൾ 2-3 അനക്കുണ്ടെങ്കിലൊക്കെ ചിലപ്പോൾ അല്ലാഹ് മാപ്പാക്കി തന്നേക്കാം. തുടരെ 3 അനക്കം അനങ്ങാഞ്ഞാൽ മതി. നിസ്കാരത്തിൽ തുടരെയല്ലാതെ 10 അനക്കനങ്ങിയാലും നിസ്കാരം ബാത്തിലാവൂല. ഇനി ശക്തമായ ചൊറിച്ചിൽ വന്നു, അത് ചൊറിഞ്ഞ് മാന്താതെ ഒരു നിലക്കും സമാധാനം കിട്ടൂലെങ്കിൽ 3 വട്ടം ചൊറിഞ്ഞാൽ നിസ്കാരം ബാത്തിലാവൂല. കുറച്ച് ചോര കുപ്പായത്തിന് മാപ്പുണ്ട്. ഇനി നിസ്കരിക്കുന്ന സമയത്ത് ഫാൻ്റെ കാറ്റ് തട്ടിയിട്ട് തുടയൊന്ന് കണ്ടാൽ ഔറത്ത് വെളിവായാൽ അപ്പം തന്നെ മറച്ചാൽ മാപ്പുണ്ട്. അപ്പൊ ഞാൻ എന്തിനാ പറഞ്ഞതെന്നറിയോ? കുറേ മാപ്പുണ്ട്. നോമ്പ് നോക്കുമ്പോൾ അറിയാതെ വെള്ളം കുടിച്ചാൽ മാപ്പുണ്ട്, അറിയാതെ നോമ്പുകാരനെന്നറിയാതെ പള്ളാസ് ചോറുന്നാലും മാപ്പുണ്ട്. ഇനി ഹജ്ജിന് നമ്മൾ ഇഹ്റാം കെട്ടിയാൽ, ഉംറക്ക് ഇഹ്റാം കെട്ടിയാൽ, സഹോദരങ്ങളെ സഹോദരിമാരെ അറിയാതെ കുപ്പായിട്ട് പോയാൽ മാപ്പുണ്ട്, അത് കഫാറത്ത് കൊടുക്കണ്ട. അറിയാതെ സുഗന്ധം പൂശിയ മാപ്പുണ്ട്, പ്രായശ്ചിത്തം വേണ്ട. എല്ലാത്തിലും മാപ്പുണ്ട്, വിടുതിയുണ്ട്. പക്ഷേ കിബിർ കുറച്ചാണെങ്കിൽ മാപ്പുണ്ട് എന്ന് ലോകത്ത് ഒരു ഹദീസിലും ഇല്ല കേട്ടോ. നിസ്കരിക്കുമ്പോൾ അനങ്ങിയാൽ മാപ്പുണ്ട് കേട്ടോ. നിസ്കരിക്കുമ്പോൾ നജസ് കുറച്ചാണെങ്കിൽ മാപ്പുണ്ട് കേട്ടോ. ചിക്കൻ സ്റ്റാളിൽ നിന്ന് കോഴിയിറച്ചി വാങ്ങിയിട്ട് അതിന് പൈസ കൊടുക്കുമ്പോൾ പീഡിയക്കാരൻ നൽകുന്ന നോട്ടിൽ ചിലപ്പോൾ ചോരുണ്ടാകും. കോഴിപ്പീടിയിൽ നിന്ന് ബാക്കി കിട്ടിയ പൈസയിൽ ചോരുണ്ടാകും. അത് പേസ്റ്റിലിട്ട് നിസ്കരിച്ചാൽ ബാത്തിലാവൂല. അല്ലാഹ് മാപ്പാക്കിയിട്ടുണ്ട്. എന്തിനും മാപ്പുണ്ട്. പക്ഷേ കിബിർ കുറച്ചുണ്ടെങ്കിൽ മാപ്പുണ്ട് എന്ന് ലോകത്തൊരു ഹദീസിലുമില്ല. ഹസദ് കുറച്ചാണെങ്കിൽ മാപ്പുണ്ട് എന്നില്ല. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് കിബിറിന്റെ അണുമണി തൂക്കം കൽബിലുണ്ടെങ്കിൽ സ്വർഗത്ത് കടക്കൂല എന്നല്ല, സ്വർഗത്തിന്റെ വാസന പോലും കിട്ടൂല എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒരു ലക്ഷ്യം മനസ്സിലില്ല, മനസ്സിൽ അല്ലാഹ് അറിയ ഒരു വലിയ മഹാൻ 30 കൊല്ലത്തെ നിസ്കാരം ഖളാ വീട്ടിയ ചരിത്രമുണ്ട്. അതൊക്കെ പഠിക്കണം നമ്മൾ. ഗസാലി ഇമാം ഇഹ്യാൽ ഉദ്ധരിക്കുന്നുണ്ട്. ഒരു വലിയ മഹാൻ, സൂഫിയാൻ, ആരിഫാൻ, വലിയ മഹാനാണ്. 30 കൊല്ലം ഇമാമിൻ്റെ തൊട്ടുബേക്കിൽ, മിഹ്റാബിൻ്റെ തൊട്ടുബേക്കിൽ ഇമാമ തക്ബീർ കെട്ടി ഉടനെ തന്നെ തക്ബീർ കെട്ടി 30 കൊല്ലം ഒരു വഖ്ത് പോലും മുടങ്ങാതെ ഇമാമിൻ്റെ ബേക്കിൽ നിസ്കരിച്ചൊരു മഹാനാണ്. 30 കൊല്ലം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എന്തോ കല്യാണോ സൽക്കാരോ എന്തോ ഒരു പരിപാടി ഉണ്ടായപ്പോൾ ആ ബാങ്ക് കൊടുത്ത് ആ പരിപാടിൻ്റെ തിരക്കുകൊണ്ട് മൂപ്പര് പള്ളിയേക്ക് വന്നപ്പോഴേക്ക് ജമാഅത്ത് തുടങ്ങി. 1-ാം സഫ് പൂർത്തിയായി. അദ്ദേഹം 2-ാമത്തെ സഫിലേക്കായി. 30 കൊല്ലം 1-ാമത്തെ സഫിൽ നിന്ന് നിസ്കരിച്ച മഹാനാണ്. അവസാനം 30 കൊല്ലം കഴിഞ്ഞപ്പോ എന്തോ ഒരു തിരക്ക് കാരണം 2-ാം സഫിലേക്കായി. 2-ാം സഫിൽ നിന്നാണ് അദ്ദേഹം നിസ്കരിക്കുന്നത്. സലാം വീട്ടിയപ്പോ ആൾക്കാർ ഈ പണ്ഡിതനെങ്ങനെ നോക്കി. 30 കൊല്ലം 1-ാം സഫിൽ ഇമാമിന്റെ തൊട്ട് ബാക്കിലുണ്ടായിരുന്ന ഉസ്താദ് ഇപ്പൊ 2-ാം സഫിക്കായല്ലോ. അപ്പോൾ ആ മഹാൻ ഒരു ചമ്മല്, ഒരു വൈക്ലഭ്യം, ഒരു വൈമനസ്യം, ഒരു ചമ്മല്, ഒരു ഷൈമ്, ഒരു നാണം,
30 കൊല്ലം ഇമാമിന്റെ തൊട്ട് ബാക്കിൽ 1-ാം സഫ് നീ ഞാൻ നിസ്കരിച്ചെങ്കിൽ ഇപ്പൊ ഞാൻ ബാക്കിക്കായപ്പോ അതൊരു മോശമായി പോയല്ലോ, എന്റെ സ്ഥാനം കുറഞ്ഞല്ലോ എന്നൊരു ചിന്ത വന്നപ്പോ അദ്ദേഹത്തിന്റെ മനസ്സിന് വല്ലാതെ സ്വാധീനിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ച് അദ്ദേഹം പറയുകയാണടാ, അപ്പൊ 30 കൊല്ലം നിനക്ക് ഷെയിമുണ്ടായില്ല, 30 കൊല്ലം നിനക്ക് ലജ്ജയില്ല, 30 കൊല്ലം നാണമില്ല, 30 കൊല്ലം നിനക്ക് ഒരു വൈക്ലഭ്യമില്ല, വൈമനസ്സില്ല. കാരണം 1-ാം സഫിലാണല്ലോ കിബറായിരുന്നു. അപ്പോ ആ 30 കൊല്ലത്തെ നിസ്കാരവും ശരിയായിട്ടില്ല. ഇന്ന് 30 കൊല്ലം കഴിഞ്ഞ് 2-ാം സഫിലേക്കായപ്പോ നിനക്കൊരു വല്ലാത്ത ടെൻഷനും നിനക്ക് വല്ലാത്ത ചമ്മലുമുണ്ടെങ്കിൽ ഈ 30 കൊല്ലം ചമ്മലില്ലാത്തത് ഞാൻ 1-ാം സഫിലാണ് എന്ന ചിന്ത കൊണ്ടായിരുന്നില്ലേ ശരിയായിട്ടില്ല നിസ്കാരം, ഖളാ വീട്ടടാ എന്ന് പറഞ്ഞിട്ട് സുബ്ഹിയും ളുഹറും അസ്റും മഗ്രിബും ഇശായും ഒരു ദിവസം 5 വക്ത് എന്ന നിലക്ക് 30 കൊല്ലത്തെയും നിസ്കാരം ഖളാ വീട്ടി. ഇത് ഏതെങ്കിലും കഥപുസ്തകത്തിൽ പറഞ്ഞതല്ല, ഏതെങ്കിലും പുരാണങ്ങളിലുള്ളതല്ല. നൂറ്റാണ്ടിന്റെ മുജദ്ദിദായ അബൂ ഹാമിദുൽ ഖസ്സാനി തങ്ങൾ ഇഹ്യായിൽ രേഖപ്പെടുത്തുന്ന ചരിത്രമാണ്. ഇത് നമ്മൾ ഓർക്കണം. നമ്മളെ അമലിനൊക്കെ എത്ര ശിർക്ക് കയറി വരുന്നത്. അള്ളാനെ കിട്ടണമെങ്കിൽ ആദ്യം അള്ളാ എന്ന ചിന്തയല്ലാതെ മറ്റു മുഴുവനും ഒഴിവാക്കണം കേട്ടോ. 30 കൊല്ലത്തെ നിസ്കാരം അങ്ങ് ഖളാ വീട്ടുകയാണ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ ഖളാ വീട്ടിന്റെ നീയത്ത് കേടുവന്നോ. അപ്പോൾ എൻ്റെ വാത് കേൾക്കുന്നവരെ എപ്പോഴും നമ്മൾ ഓർക്കേണ്ടത് നീയത്ത് ഒന്നുള്ളൂ, അല്ലാഹു അല്ലാ. ഇത് കുറച്ച് കൽബിക്കാണ് കേറിയ കുറച്ച് അമല് മതി. നമുക്ക് അല്ലാ ഇല്ല, നിസ്കാരമുണ്ട്, കൽബിന്റെ ഉള്ളിൽ അല്ലാഹു എന്ന ബോധമില്ല, കയ്യിൽ ദിക്റും തസ്ബീഹ് മാലകളുമുണ്ട്. നിസ്കാരത്തിന്റെ അടിമയായ മനുഷ്യ, നോമ്പിന്റെ അടിമയായ മനുഷ്യ, ദിക്റിന്റെ അടിമയായ മനുഷ്യ, സ്വലാത്തിന്റെ അടിമയായ മനുഷ്യ, ഇത്തികാഫിന്റെ അടിമയായ മനുഷ്യ, ഉംറയുടെ അടിമയായ മനുഷ്യ, അല്ലാഹ് അടിമയായിട്ടില്ല. അല്ലാഹ് അടിമയായാലോ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകൂല. ക്യാൻസർ വന്നാലും പ്രശ്നമല്ല, 2 കിഡ്നി പോയാലും പ്രശ്നമല്ല, ഭാര്യ മരിച്ചാലും പ്രശ്നമല്ല, മകൻ മരിച്ചാലും പ്രശ്നമല്ല, ഭൂമി കുലുങ്ങിയാലും പ്രശ്നമല്ല. എല്ലാം അല്ലാഹുവിൽ നിന്നല്ലയോ. പരിഭവങ്ങളില്ല, സങ്കടങ്ങളില്ല. ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഈ അവസ്ഥയിലേക്ക് നമ്മളെത്തണം. നിസ്കാരക്കാരാണെങ്കിലും ചെറിയ രോഗം വരുമ്പോഴേക്ക് നമ്മളാകെ ടെൻഷനാവുകയാണ്. വലിയ വലിയ നോമ്പെടുക്കുന്ന ആളാണെങ്കിലും കുടുംബത്തിൽ ആർക്കെങ്കിലും രോഗം വരുമ്പോഴേക്ക് നമ്മളാകെ തളരുകയാണ്. ഇത് ഈമാന്റെ ലക്ഷണമല്ല. ഈമാന്റെ ലക്ഷണം എന്താണെന്നറിയോ? എന്ത് മുസീബത്ത് വന്നാലും എന്ത് പ്രയാസം വന്നാലും ഇത് എൻ്റെ റബ്ബ് തന്നതല്ലേ, സാരല്ല, ഇത് എൻ്റെ റബ്ബ് എനിക്കൊരു ഖൈറിന് വേണ്ടിയാണ് എന്ന് കരുതി പരീക്ഷണങ്ങളെ സമ്മാനമായി കാണാൻ കഴിയണം. അതാണ് പ്രിയപ്പെട്ടവരെ അള്ളാനെ പ്രണയിച്ചാൽ. ഞാൻ പറയട്ടെ, ഇപ്പൊ LDF കേരളം ഭരിക്കുന്നു. ഒരു യഥാർത്ഥ LDF കാരനാണെങ്കിൽ, CPM കാരനാണെങ്കിൽ ഗവൺമെന്റിനെ ന്യായീകരിക്കും. അതുപോലെ BJP സെൻട്രൽ ഗവൺമെന്റ് ഭരിക്കുന്നു. BJP കാരനാണെങ്കിൽ ഡീസലിന്റെ വില കൂടിയാലും ന്യായീകരിക്കും, പെട്രോളിന്റെ വില കൂടിയാലും ന്യായീകരിക്കും, പിന്നെയോ ഗ്യാസിന് വില കൂടിയാലും അത് ന്യായീകരിക്കും, എന്തും ന്യായീകരിക്കും. എന്തേ? അത് ഗവൺമെന്റിന് ഇഷ്ടപ്പെട്ടതാണ്. ഈ ഒരു ഗവൺമെന്റിനോടുള്ള ഇഷ്ടം ഇനി UDF ഇഷ്ടപ്പെട്ടാൽ നമ്മൾ ഗവൺമെന്റിനെ കുറ്റം പറയും, ഇപ്പോഴത്തെ ഗവൺമെന്റിനെ കുറ്റം പറയും. UDF ഗവൺമെന്റ് വന്നാലോ ഏത് തീരുമാനം നമുക്കെതിരാണെങ്കിലും ജനദ്രോഹ നടപടിയാണെങ്കിലും നമ്മൾ ന്യായീകരിക്കും. ഈ ഒരു സ്നേഹം പോലും റബ്ബിനോടില്ല. അല്ലാഹുവാ നമ്മുടെ ഗവൺമെന്റ്. പ്രതിപക്ഷം ഇബ്ലീസാൻ. അല്ലാഹ് ക്യാൻസർ തരും, ന്യായീകരിക്കണം, അതൊരു ഖൈറാ. അല്ലാഹ് പട്ടിണി തരും, ഗവൺമെന്റ് അല്ലാഹുവാണ്. അല്ലാഹ് ദാരിദ്ര്യം തരും, വേണ്ടപ്പെട്ട ഒരാൾ അപകടത്തിൽ മരിപ്പിക്കും. അല്ലാഹ് എന്ത് ചെയ്താലും, ഗവൺമെന്റ് എന്ത് ജനദ്രോഹ നടപടി ചെയ്താലും അതെല്ലാം ന്യായീകരിക്കുന്ന പോലെ അല്ലാഹു എന്ത് തീരുമാനിച്ചാലും അതെല്ലാം ഖൈറാണെന്ന് ബോധ്യപ്പെടണം. അത് ഖൈർ തന്നെയാണ്. അപ്പോഴാണ് റദീനാ ബില്ലാഹി റബ്ബാ, അല്ലാഹു റബ്ബായി തൃപ്തിപ്പെട്ടു എന്ന് പറയാൻ പറ്റൂ. ഈ നിലയ്ക്ക് നമ്മുടെ റബ്ബുമായൊരു ബന്ധമുണ്ടെങ്കിൽ 2 റക്അത്ത് തന്നെ മതി സുഹൃത്തെ. പള്ളിയിൽ നീച്ചാതെ 10,000 നിക്കരിക്കണേക്കാളും ഈ 2 റക്അത്ത് മതി. ഇന്ന് പെണ്ണുങ്ങളൊക്കെ മൊബൈലിലാണ്, 24 മണിക്കൂർ ദിക്റിലാണ്, യൂട്യൂബ് മജ്ലിസിലാണ്, ഒന്നിനും ഒഴിവില്ല. ഞാൻ പറയട്ടെ, ഖൽബിലോ സങ്കടങ്ങളാണ്, എപ്പോഴും പായാരം പറച്ചിലാണ്.
മുദീജ് പറയുന്നുണ്ട്, നീ കൈ കെട്ടിയിട്ട് അൽഹംദുലില്ലാ പറയുമ്പോ അതല്ലാ സ്വീകരിക്കുമോ? നിസ്കരിക്കുമ്പോ ഫാത്തിഹയിൽ അൽഹംദുലില്ലാ എല്ലാ സ്തുതിയും അല്ലാഹ്ക്കെന്ന് പറയുമ്പോൾ ഉള്ളിൽ സ്തുതിയില്ല, പരിഭവങ്ങളാണ്, ഉള്ളിൽ ടെൻഷൻ. ഇപ്പം മകൾക്ക് വിസായിട്ടില്ല, മകൻ്റെ പേരപ്പണി കഴിഞ്ഞിട്ടില്ല, മോരോക്ക് കുട്ടിയായിട്ടില്ല, മകൻ്റെ അസുഖം മാറിയിട്ടില്ല, ഒക്കെ പരാതി. കൈയ്യട്ടിട്ടോ അള്ളാഹുവിനോട് നുണ പറയാ അൽഹംദുലില്ലാ, ഒക്കെ റെഡിയാണ്, നിനക്കാണ് സ്തുതി അല്ലാ. ആരെങ്കിലും അള്ളാഹിനെ സ്തുതിക്കണമല്ല, ഞമ്മക്കുള്ള സ്തുതിയുടെ പ്രഖ്യാപനമാണ് ഫാത്തിഹ. കൈകെട്ടിയിട്ട് അൽഹംദുലില്ലാ, സർവസ്തുതിയും അല്ലാഹുവിനിക്കാൻ. പരിഭവങ്ങളില്ലാത്തവൻ്റെതാണ് സ്തുതി, സങ്കടങ്ങളില്ലാത്തവൻ്റെ പ്രഖ്യാപനമാണ് സ്തുതി. താങ്ക് യു എന്ന്. അതുകൊണ്ട് കൽബ് കൊണ്ട് അൽഹംദുലില്ലാ പറയാൻ കഴിയണം. നമുക്ക് കഴിയണില്ല, നമുക്ക് പരാതിയാണ്. പിന്നെന്തിനാ നിസ്കരിക്കണത്? അള്ളാഹിനെ സോപ്പിട്ട് സ്വർഗത്ത് കിടക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ലക്ഷ്യം സ്വർഗമല്ല, നരകത്ത് നോക്ക്. അല്ലാഹു അല്ലാ, റബ്ബിനെ സ്നേഹിക്ക്. ഞാൻ ഇവിടെ 2 വരി ബൈത്ത് പാടിയല്ലോ. അല്ലാഹുവിനെ ഈ റമളാനിലെങ്കിലും നമുക്ക് കണ്ടെത്താൻ കഴിയണം. അല്ല എവിടെയുള്ളത്? നമ്മളിങ്ങനെ ചിന്തിക്കും, സൗരയൂഥമോ സൂര്യനോ ചന്ദ്രനോ കടലുകളോ ഒന്നും ചിന്തിക്കണ്ട. നിന്റെ അല്ലാഹു നിനക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന കഴിവുകളെ പറ്റി ചിന്തിച്ചാൽ തന്നെ നീ പറയും അല്ലാ. ബഹുമാനപ്പെട്ട റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹാ വീട്ടിൻ്റെ മുറ്റത്ത് ഇങ്ങനെ തിരയുകയാണ്. എന്തോ തിരയുന്ന പോലെ ജനങ്ങൾ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന സൂഫിയത്തായ വലിയത്തായ ബഹുമാനപ്പെട്ട റാബിയാബി പൊരൻ്റെ പുറത്തിങ്ങനെ എന്തോ തിരഞ്ഞപ്പോൾ നാട്ടുകാർ കൂടി ചോദിക്കാണ്, ഉമ്മച്ചി എന്താ തിരയുന്നത്? മഹദി പറഞ്ഞു, എൻ്റെ സൂചി കാണാനില്ല. അപ്പോൾ ആൾക്കാർ ചോദിച്ചു, ഏത് ഭാഗത്താ പോയത്? പെരൻ്റെ ഉള്ളിലാ സൂചി പോയത്. അപ്പം ഉമ്മച്ചി ഞങ്ങൾ എന്തിനാണത് പുറത്ത് തിരയണത് എന്ന് ചോദിക്കുമ്പോ റാബിയത്തുൽ അദവിയ്യ പറയുന്നുണ്ട്, ഉള്ളില് വെളിച്ചമില്ല, പുറത്താണ് വെളിച്ചമുള്ളത്, അതുകൊണ്ട് ഇവിടെ തിരയാൻ. അപ്പൊ ആൾക്കാർ ചിരിച്ചു, ഇതൊരു പൊട്ടത്തരല്ലേ, ഉള്ളില് സൂചി പോയാൽ പിന്നെ പുറത്താണോ തിരയേണ്ടത്? അപ്പൊ റാബിയത്തുൽ അദവിയ്യ മറുപടി പറയുന്നുണ്ട്, ജനങ്ങളെ, നിങ്ങളെ പൊട്ടത്തരം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഞാനിത് അഭിനയിച്ചതാണ്. നിങ്ങൾ അല്ലാഹുവിനെ തിരയുന്നത് പ്രപഞ്ച രഹസ്യങ്ങളിലാണോ? നിങ്ങൾക്കുള്ളിൽ തന്നെ അല്ലാഹു ഉണ്ട്. നിങ്ങളെ പറ്റി ചിന്തിച്ചാൽ അല്ലാഹു ഉണ്ട്. നമ്മുടെ കണ്ണ്, നമ്മുടെ കേൾവി, നമ്മുടെ കരള്, നമ്മുടെ ഹൃദയം എല്ലാം എങ്ങനെ പ്രവർത്തിക്കുന്നു, നമ്മളെ ഉണ്മ എങ്ങനെ കൊണ്ടാണ്, ഇതൊക്കെ ചിന്തിക്കുമ്പോൾ റബ്ബിനോടൊരു പ്രണയം ഉണ്ടാകണം. എന്നിട്ട് ഇഷ്ടം ഉണ്ടാവണം. ഇഷ്ടം ഉണ്ടായിട്ട് നിസ്കരിക്കുമ്പോഴാണ് ഒരു രസമുള്ളത്. നമ്മൾ അള്ളാഹിനെ പേടിച്ചിട്ടല്ലേ നിസ്കരിക്കണത്. ഓൻ തിജിക്കിടോ, ഓൻ തീയിലേക്കിടോ, അള്ളാഹ് ശിക്ഷിക്കുമോ, നരകത്ത് പോയാൽ പാമ്പുണ്ടാകുമോ, നരകത്തിലുണ്ടായാൽ കേടുങ്ങേറാകുമോ, ഖബറിൽ പോയാൽ പാമ്പുണ്ടാകുമോ, ഇങ്ങനെ പേടിച്ചിട്ട് ഒരു പോലീസിനെ പേടിക്കുന്ന പോലെ പേടിച്ച് തെറ്റുന്ന വിട്ടുന്നിട്ട് കാര്യമുണ്ടോ? അള്ളാഹു എന്നെ തീയിക്കിടോ, എൻ്റെ എല്ല് പൊട്ടിക്കുമോ, ഒരു ക്രൂരനായ ഭരണാധികാരിയെ പോലെ അള്ളാഹിനെ പേടിച്ചിട്ടല്ലേ നമ്മുടെ ഇബാദത്ത്. ഭയഭക്തിയല്ല വേണ്ടത്, സ്നേഹഭക്തിയാണ് വേണ്ടത്. ഭയഭക്തിയല്ല, സ്നേഹഭക്തിയാണ്. അള്ളാഹുവിനെ സ്നേഹിക്കാൻ പഠിക്കണം. എന്തിനാണ് മരണത്തെ ഭാരമാക്കുന്നു? എപ്പോഴാണ് സ്വസ്ഥനായി നീ വസിക്കുന്നു? സ്വത്ത് സന്താനങ്ങളെല്ലാം വിട്ടു പോകുന്നു. സ്വന്തമായിട്ടെന്ത് കൊണ്ടിവിടന്ന് പോകുന്നു? എന്തിനാണ് മരണത്തെ ഭാരമാക്കുന്നു? എപ്പോഴാണ് സ്വസ്ഥനായി നീ വസിക്കുന്നു? മരണം ഒരാനന്ദമാണ്, മരണം രസമാണ്. ഇന്നലിൽ മൗതില സക്കറാത്ത്, മരണത്തിന് വല്ലാത്ത രസമാണെന്ന് നബിതങ്ങൾ തന്നെ പറയുന്നുണ്ട്. പക്ഷെ നമ്മളൊക്കെ മനസ്സിലാക്കിയത് വല്ലാത്ത ബേജാറായിട്ടാണ്. അത് പഠിക്കാത്തത് കൊണ്ടാണ്, അള്ളാഹിന്റെ സ്നേഹം അറിയാത്തത് കൊണ്ടാണ്. അള്ളാഹുവിന്റെ റസൂൽ വഫാത്താകുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നല്ല പറഞ്ഞത്, അള്ളാഹു എന്ന എൻ്റെ ചങ്ങാതി, അള്ളാഹു എന്ന എൻ്റെ കൂട്ടുകാരൻ എന്ന് പറഞ്ഞ് ആ
പ്രേമത്തിൻ്റെ അനുരാഗത്തിൻ്റെ വാക്ക് പറഞ്ഞിട്ടാണ് നബി തങ്ങൾ വഫാത്താകുന്നത്. കാരണം നമ്മൾ എന്തിനാ ബേജാറ്? ഇന്നാലില്ല, ഏത് ബേജാറിനെയും ഇല്ലാതെയാക്കുന്ന ദിക്റാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന ദിക്ർ. നമ്മളോ ബേജാറുണ്ടാകുമ്പോൾ ചെന്ന ദിക്റാൻ. ഉമ്മ മരിച്ചു എന്ന് കേട്ടാൽ, കുട്ടി മരിച്ചു എന്ന് കേട്ടാൽ, നിന്റെ കുട്ടി വള്ളത്തിൽ പോയി എന്ന് കേട്ടാൽ, 1 കോടി അങ്ങ് കത്തിപ്പോയി എന്ന് കേട്ടാൽ ചെല്ലേണ്ട ദിക്ർ എന്താ? എനിക്കത് പുല്ലാണ്, എനിക്കതൊരു വിഷയമല്ല. കാരണം ഇന്നാലില്ലാ, നമ്മളൊക്കെ അള്ളാഹ്ക്കുള്ളതല്ലേ, നമ്മൾ അള്ളാഹിന്റെ അടുത്ത് വന്നതല്ലേ. വ ഇന്നാ ഇലൈഹി റാജിഊൻ, നമ്മൾ അള്ളാഹിന്റെ അടുത്തേക്കല്ല നീങ്ങണത്. പിന്നെന്തിനാ ബേജാറുള്ളത്? അള്ളാഹുവിൽ നിന്നാ നമ്മൾ വന്നത്, പോകുന്നതും അള്ളാഹുവിലേക്കാണ്. മരണം നാട്ടിലേക്കുള്ള മടക്കമാണ്. ഗൾഫുകാരൻ നാട്ടിലേക്ക് വരുമ്പോ പെട്ടി കെട്ടിയിട്ട് പെണ്ണിൻ്റെ അരികിലേക്ക്, മക്കളരികിലേക്ക് വരുമ്പോ സന്തോഷമാണ്. നാട്ടിക്കല്ലേ വരുന്നത്, മനസ്സ് നിറയെ പുഞ്ചിരിയാണ്, മനസ്സ് നിറയെ സന്തോഷമാണ്. നാട്ടിക്ക് വരുമ്പോൾ ഇതുപോലെ മരിച്ചു പോകുന്നത് നാട്ടിക്കുള്ള മടക്കമാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മരണം ബേജാറുണ്ടാകൂല, ഒന്നും ബേജാറുണ്ടാകൂല. ലഹുമുൽ ബുശ്റാ ഫിൽ ഹയാത്തി ദുനിയാ വ ഫിൽ ആഖിറ. എൻ്റെ എല്ലാ ടെൻഷനെയും ഇല്ലാതെയാക്കുന്ന ആനന്ദമാണ് ഇസ്ലാം. നമ്മക്കോ ഭാരാണ്, നിസ്കാരം ഭാരമാണ്, ജീവിത പ്രാരാബ്ദം ഭാരമാണ്. അള്ളാനെ മനസ്സിലാക്കിയാൽ ഇബാദത്ത് ഭാരമല്ല, രോഗങ്ങളും ഭാരമല്ല, പ്രാരാബ്ദങ്ങളും ഭാരമല്ല, എല്ലാം ആസ്വാദനങ്ങളാണ്. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരുടെ ജീവിതം ഫുൾ ഹാപ്പിനെസ് ആണ്. ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. നമ്മക്കോ അഭിനയമാണ്, ഉള്ളിൽ നേരിപ്പുകയുകയാണ്, ഉള്ളിൽ സങ്കടങ്ങളാണ്. നല്ല ആഭരണം ധരിച്ചാലും, നല്ല വസ്ത്രം ധരിച്ചാലും ടെൻഷന്റെ ലോകത്ത് യാത്ര ചെയ്യുന്നവരാണ് നമ്മൾ. എന്തേ? അള്ളാനെ കിട്ടിയിട്ടില്ല, അള്ളാനെ അറിഞ്ഞിട്ടില്ല, അള്ളാനെ മനസ്സിലാക്കിയിട്ടില്ല. അള്ളാഹ് തീയിക്കിടോ എന്ന് പേടിച്ചിട്ട് നിസ്കരിക്കുകയാണ്. അതൊന്നുമല്ല വിഷയം. അള്ളാഹു എന്ന സ്നേഹപ്രപഞ്ചം കണ്ടറിയണം. അള്ളാഹു അല്ലാ സ്നേഹത്തോടെ വിളിക്കാൻ കഴിയണം. ഞാൻ എൻ്റെ ഉമ്മാനെ പേടിക്കും. ഇന്നും എൻ്റെ വീട്ടിൽ TV ഇല്ല. ഞാൻ 2009 വീട് വെച്ചത്. എൻ്റെ വീട് വെച്ചിട്ട് ഒരുപാട് വർഷങ്ങളെ. ഇന്നും എൻ്റെ പുരയിൽ TV ഇല്ല. എൻ്റെ ഉമ്മാക്ക് അത് ഇഷ്ടമുണ്ടാവൂല എന്നുള്ള ചിന്തയാണെങ്കിൽ ഉമ്മ ഒന്നും കാട്ടിയിട്ടല്ല, ഉമ്മ അടിച്ചിട്ടല്ല. നീച്ചാൻ കഴിയാത്ത എന്ത് കാട്ടാനാ? പക്ഷെ ഒരു സ്നേഹമാണ്. സ്നേഹം കൊണ്ടൊരു പേടിയാണ്. ഉമ്മാക്ക് ഇഷ്ടമായില്ലെങ്കിലോ, ഉമ്മാക്ക് പൊരുത്തപ്പെട്ടില്ലെങ്കിലോ, ഉമ്മാനോടുള്ള സ്നേഹം കൊണ്ട് ഉമ്മാക്ക് ഇഷ്ടമല്ലാത്തൊന്നും വീട്ടിക്ക് ഞങ്ങൾ ചെയ്യൂല. ഉമ്മ കിടക്കയിൽ ഇങ്ങനെ സുഖമില്ലാതെ കിടക്കുകയാണെങ്കിലും ഉമ്മ ഒന്നും അടിക്കൂല, കുത്തൂലെങ്കിലും ഉമ്മക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാനത് ചെയ്യൂല. എൻ്റെ സ്നേഹമാണ്. ഈ സ്നേഹമാകണം കള്ള് കുടിക്കാതിരിക്കാനും, വിഭജിക്കാതിരിക്കാനും, പലിശ തിന്നാതിരിക്കാനും എല്ലാത്തിൻ്റെയും മോട്ടിവേഷൻ അല്ലാ എന്ന ഇടത്തേക്ക് മാറുമ്പോൾ ഈ ബാധത്ത് രസമായി കിട്ടും, അല്ലെങ്കിൽ ഈ ബാധത്ത് ഭാരമായി മാറും. അതിനൊക്കെ വേണ്ടത് എന്താണെന്നറിയോ? ആദ്യം നമ്മൾ നെയ്യത്തുറപ്പിക്കണം. ഇത് ശീലിക്കാനാണ് പ്രിയപ്പെട്ട റമളാനിലെ നോമ്പ്. നിങ്ങൾക്കറിയോ, ഒരു കള്ളു കുടിയൻ ആളുണ്ടായിരുന്നു, അബൂ നുവാസ്. മൂപ്പര ബൈത്താണ് ഞാനിവിടെ പാടിയത്. കുടിയനാണ്, തമ്മാടിയാണ്, വ്യഭിചാരിയാണ്. ഒരു പെണ്ണിൻ്റെ ശരീരത്തിൻ്റെ ലൈംഗികാവയവങ്ങളെ പറ്റി പാട്ട് പാടി പുകയ്ത്തുന്ന ആഭാസങ്ങളും അശ്ലീലതകളും പാട്ട് പാടുന്ന ഒരു ചീത്ത കവിയായിരുന്നു അബൂ നുവാസ്. പാട്ട് അറപ്പ് തോന്നും, അത്രയും വൃത്തികെട്ട സെക്സ് പാട്ട്, സെക്സിന്റെ പാട്ട് പാടുന്ന, വൃത്തികെട്ട കവിത പാടുന്ന, കള്ളിനെ പറ്റി പുകയ്ത്തുന്ന, ഇസ്ലാമിനെ കളിയാക്കുന്ന, നിസ്കാരത്തെ കളിയാക്കുന്ന കവിയായിരുന്നു അബൂ നുവാസ്. പക്ഷേ കേട്ടോ, മൂപ്പര് മരണപ്പെടുന്നു. മരണപ്പെട്ടപ്പോ ആ കാലഘട്ടത്തിൽ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ, ആരിഫീങ്ങൾ അബൂ നുവാസിനെ സ്വപ്നം കണ്ടു. അബൂ നുവാസ് എന്ന ചീത്ത കവി സ്വർഗത്തിൽ സുഖിക്കുന്നു. സ്വർഗത്തിൽ ദഫ് മുട്ടി പാട്ടുപാടുകയാണ്. ഖബറിൽ വിജയിച്ചു. സ്വർഗത്തിലെ കൊട്ടാരങ്ങൾ, സ്വർഗത്തിലെ വലിയ വലിയ കട്ടിലിൽ സുഖിക്കുന്നത് ഔലിയാക്കൾ സ്വപ്നം കാണുകയാണ്. ഔലിയാക്കൾക്ക് അത്ഭുതമായി, ഓ അബൂ നുവാസ് കുടിയനായിരുന്നുവല്ലോ, ചീത്ത കവിയായിരുന്നുവല്ലോ, വൃത്തികേട് പാടുന്ന പാട്ടുകാരനായിരുന്നല്ലോ, പിന്നെ എങ്ങനെ അബൂ നുവാസ് സ്വർഗത്തിൽ കടന്നു?
തന്നു. ആരിഫ്യങ്ങൾ സ്വപ്നം കാണുമ്പോൾ അബൂനുവാസ് എന്ന കവിയോട് ചോദിക്കുന്നുണ്ട്, മാ ഫഅലല്ലാഹു ബിക, ഓ അബൂനുവാസെ ഞങ്ങൾക്ക് അത്ഭുതമുണ്ട്, നീ എങ്ങനെയാടാ സ്വർഗത്തിൽ കടന്നത്, എങ്ങനെയാടാ ഖബർ നിനക്ക് രക്ഷപ്പെട്ടത്, എങ്ങനെയാടാ നിനക്ക് ഹിദായത്ത് കിട്ടിയത്? നീ സെക്സ് പാടുന്ന കവിയായിരുന്നല്ലോ, നീ കള്ളിനെ പറ്റി പാടുന്ന കവിയായിരുന്നല്ലോ. അപ്പൊ അബൂനുവാസ് മറുപടി പറഞ്ഞത്, ഞാൻ മരിക്കാൻ നേരത്ത് മനസ്സറിഞ്ഞുകൊണ്ട് റബ്ബിനോടൊരു പ്രേമ കവിത പാടിയിട്ടുണ്ട്. ഞാൻ മരിക്കണ അന്ന് എൻ്റെ റബ്ബിനോട് സ്നേഹം കൊണ്ട് തൗബയായിട്ട് 2 വരി പാട്ട് ഞാൻ പാടിയപ്പോ അല്ല എന്നെ സ്വീകരിച്ചു. അല്ല എൻ്റെ തെറ്റുകളൊക്കെ മാപ്പാക്കി തന്നു. അല്ല എന്നെ പൊരുത്തപ്പെട്ട് എനിക്ക് സ്വർഗം തന്നു, ഹിദായത്ത് തന്നു. ഖബറിൽ എന്നെ മലക്കാൾ സ്വീകരിച്ചു, ഖബർ രക്ഷപ്പെട്ടു, ഞാൻ സ്വർഗത്തിലെത്തി. ഒക്കെ കാരണം മരിക്കാൻ നേരത്തെ ഞാൻ 2-3 പാട്ട് പാടിയതാണ്. ജീവിതമാസകരം വൃത്തികേടും തെറ്റുകളും മാത്രം പാടി പറഞ്ഞ് ഞാൻ മരിക്കാൻ നേരത്തെ തൗബയായിട്ട് റബ്ബിനോട് 2 വരി പാടിയപ്പോൾ ആ പാട്ട് കൊണ്ട് അള്ളാഹു പൊരുത്തപ്പെട്ടു തന്നു. ആ പാട്ട് ഞാനൊരു പേപ്പറിൽ എഴുതിയിട്ട് എൻ്റെ തലയിണയുടെ താഴെ വെച്ചിട്ടുണ്ട്. അത് എൻ്റെ ഭാര്യയോട് ചോദിച്ചാൽ അവൾ എടുത്തു തരുമെന്ന് സ്വപ്നത്തിൽ സൂഫിയാക്കളോട് പറയുമ്പോൾ പിറ്റേ ദിവസം ആരിഫീങ്ങളായ സൂഫിയാക്കളൊക്കെ അബൂനുവാസ് എന്ന മോശപ്പെട്ട നാട്ടിലറിയപ്പെട്ട വൃത്തികെട്ട കവിയുടെ വീട്ടിലേക്ക് ചെന്നിട്ട് ആ വീട്ടിലുള്ള പെണ്ണിനോട് ചോദിക്കുന്നുണ്ട്, പെണ്ണേ നിന്റെ ഭർത്താവ് അബൂനുവാസിൻ്റെ തലക്കണിൻ്റെ ചോട്ടിൽ കവിത എഴുതിയൊരു കടലാസുണ്ടോ നോക്ക്. അപ്പോ അബൂനുവാസിന്റെ ഭാര്യ തലയിണയുടെ അടിയിൽ നിന്ന് അബൂനുവാസിന്റെ തലയിണയുടെ അടിയിൽ നിന്നൊരു പേപ്പർ കൊണ്ടുവന്നു. അതിൽ കുറച്ച് ബൈത്ത് അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. ഈ വരികളാണ് അബൂനുവാസിന് ഹിദായത്ത് കിട്ടാനും അള്ള പുറത്തു കൊടുക്കാനും സ്വർഗം കിട്ടാനും കാരണം. എന്താണ് ആ ബൈത്ത് എന്നറിയണോ? യാ റബ്ബി ഇന്ന ദുമ്മത്ത് ദുനൂബി കസറതൻ ഫലഖദ് അലിംതു ബി അന്ന അഫ്വാക അലമു. പടച്ചോനെ, ഞാൻ ദോഷിയാണെങ്കിലും പാപിയാണെങ്കിലും തെറ്റുകാരനാണെങ്കിലും അല്ലാ നിന്റെ മാപ്പ് വിശാലമാണ്, നീ പൊരുത്തപ്പെട്ടു തരുന്നവനാണ്. പടച്ചോനെ, ഇൻകാന ലാ യർജൂക ഇല്ലാ മുഹ്സിനു ഫബിമൻ യലൂദു വയസ്തജീറുൽ മുജ്രിമു. നല്ല നല്ല മനുഷ്യന്മാരെ മാത്രമേ പടച്ചോനെ നീ സ്വീകരിക്കുള്ളെങ്കിൽ എന്നെ പോലത്തെ കേടികളെയും എന്നെ പോലത്തെ തെണ്ടികളും തമ്മാടികളുമാണ് ഞങ്ങൾക്ക് പിന്നെ ആരാളുള്ളത്? അതുകൊണ്ട് നീ കൈവിടരുത്. അതുകൊണ്ട് റബ്ബിൻ കാന ലാ യർജൂക ഇല്ലാ മുഹ്സിനു ഫബിമൻ യലൂദു വയസ്തജീറുൽ മുജ്രിമു. എന്നെ പോലത്തെ പാപികൾക്ക് പിന്നെ ആരാളുള്ളത്? അതുകൊണ്ട് പടച്ചോനെ, ഫൈദാ റദത്ത യദീ ഫമൻ ദാ യർഹമു. നീ എന്നെ തട്ടിയാലും ആട്ടിയാലും പിന്നെ ആരാണ് എനിക്കൊരു പ്രതീക്ഷയുള്ളത് എന്ന് തൗബ കരഞ്ഞുകൊണ്ട് പാട്ട് പാടിയപ്പോൾ റബ്ബെല്ലാം പുറത്തു കൊടുത്തു എന്നാണ്. അപ്പം ഞാൻ പറഞ്ഞതെന്താണെന്നറിയോ? മരിക്കാൻ നേരത്തെ മനസ്സറിഞ്ഞുകൊണ്ട് റബ്ബിനോട് പ്രണയം പറഞ്ഞപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വന്നപ്പോൾ അള്ളാഹ് പൊരുത്തപ്പെട്ടു കൊടുത്തു. ഇന്നിപ്പോൾ 29 രാവല്ലേ, ഉള്ളെന്ന് തൗബ ചെയ്തവരിവിടെയുണ്ടോ? നാക്കുകൊണ്ട് ഇങ്ങനെ പറയലുള്ള തൗബ, ചൊല്ലി പറയലുള്ള തൗബ, മനസ്സറിഞ്ഞുകൊണ്ട് ചെയ്തു പോയ തെറ്റുകളും പാപങ്ങളും ഓർത്ത് കണ്ണെന്ന് കണ്ണീര് വന്ന് ആരെങ്കിലും റബ്ബിനോട് സ്നേഹം പറഞ്ഞിട്ടുണ്ടോ? അതില്ലെങ്കിൽ പിന്നെ റമദാൻ കൊണ്ട് നമുക്ക് എന്താ കിട്ടിയത്? അതുകൊണ്ട് എൻ്റെ വാദിൻ്റെ കൺക്ലൂഷൻ ഞാൻ പറയുന്നു, നോമ്പിൻ്റെ ലക്ഷ്യം അല്ലാ എന്ന ബോധമാണ്. ഏത് തെറ്റെന്നും നോമ്പുകാരനാണെന്ന ചിന്ത നമ്മളെ മാറ്റി നിർത്തുന്നു. ഞാൻ നിയ്യത്ത് വെച്ചിട്ടുണ്ടല്ലോ. ഇനി ഞാൻ പറയട്ടെ, ഇന്ന് ഏത് മനുഷ്യനും അള്ളാനെ പേടിച്ചിട്ടല്ല തെറ്റെന്ന് വിട്ടു നിൽക്കുന്നത്. പിന്നെയോ, ഈ അടുത്ത് ഒരു പെൺകുട്ടി മാരകമായി MDMA അടിമപ്പെട്ടു പോയി. അപ്പോൾ പെൺകുട്ടിന്ന് രക്ഷിതാക്കൾ വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കണോക്ക്. അപ്പോൾ അവൾ പറഞ്ഞത്, ഉസ്താദ് ഞാൻ ഇങ്ങനെയൊന്നും അല്ലേന്നു, ടൂറ് പോയപ്പം കൂട്ടുകെട്ടിൽ കൂടി ഇങ്ങനെ തുടങ്ങിയതാണ്. ഞാൻ പറയാൻ പോവുകയാണ്, എന്താണെന്നറിയോ? നമ്മളൊക്കെ വ്യഭിചരിക്കാത്തത് അല്ലാഹ് എന്ന തഖ്വയല്ല, അടി കിട്ടുമോയെന്ന് പേടിച്ചിട്ട്, പേരാകെ മോശമാകുമോയെന്ന് പേടിച്ചിട്ട്, ഇമേജിന് കോട്ടം തട്ടുമോ എന്ന് പേടിച്ചിട്ടാണ് തെറ്റെന്ന് വിട്ട് നിൽക്കുന്ന ആരെങ്കിലും കാണോ? പെൺകുട്ടിയാൾ ചക്കന്മാരോട് പറയും, ബാപ്പ കാണും അല്ലെങ്കിൽ ഇമ്മ കാണും, മൊബൈൽ ഉമ്മാൻ്റെ അടുത്തേക്കാനും, അതുകൊണ്ട് പകൽ വിളിച്ചെടുത്തിട്ടോ. ഒക്കെ തെറ്റുന്ന് വിട്ടിക്കണ ഉമ്മ കാണോ, ബാപ്പ കാണോ, അഞ്ചന്മാർ കാണോ, ഭാര്യ കാണോ എന്നുള്ള ചിന്തയാണ്. അല്ലാ എന്ന ബോധത്തിലേക്ക് ഇപ്പോഴും നമ്മൾ എത്തിയിട്ടില്ല. ചിലരോ കള്ളു കുടിക്കൂല,
അവർ മയക്കുമരുന്ന് ഉപയോഗിക്കൂല. അപ്പം ചെറുപ്പക്കാർ പറയും, ഞാൻ വെറുതെ അതിലേക്കൊന്നും പോകാറില്ല ഉസ്താദ്. എന്തിനാ വെറുതെ പൈസ കളയണത്? പൈസ പോകുമെന്ന് കരുതിയിട്ടാണ് കഞ്ചാവ് മയക്കുമരുന്ന് ലഹരിയും ഉപയോഗിക്കാത്തത്. അള്ളാനെ മേടിച്ചിട്ടല്ല. ഇനി ഗീബത്ത് നിന്ന് വിട്ടു നിൽക്കണതോ, ഞാൻ ഒന്നും പറയാറില്ല, ഞാൻ പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ലീക്കാകുമെന്ന് പേടിച്ചിട്ടാണ്. വാട്സപ്പിലും സോഷ്യൽ മീഡിയയിലും നമ്മൾ പറയാത്തതെന്നറിയാം, ലീക്കാകുമെന്ന് പേടിച്ചിട്ടാണ്. അപ്പോഴും അല്ലാ എന്ന വികാരമല്ല. ഏത് തെറ്റിന്നും നമ്മളെ പിന്തിരിപ്പിക്കേണ്ടത് അല്ലാ എന്ന വികാരമാകണം. അപ്പോഴേ മുത്തഖിയാകുന്നുള്ളൂ. നോമ്പിന്റെ ലക്ഷ്യം ലഅല്ലകും തത്തഖൂൻ. നമുക്ക് ഉണ്ടോ? നമ്മളെപ്പോഴും ഉസ്താദേ ചെവി കൂടെ മരുന്നിട്ടിച്ചാ നോമ്പുറിയോ, ഉസ്താദേ മൂക്കിന് മരുന്നിട്ടിച്ചാ നോമ്പുറിയോ, എന്നിട്ട് മൂക്ക് കൂടെ പോകാതെ ചെവി കൂടെ പോകാതെ എൻഡോസ്കോപ്പി ബാക്ക് കൂടെ ചെയ്ത നോമ്പുറിയോ, അവക്കെ ചോദിച്ച് അത് മാത്രം ശ്രദ്ധിച്ചിട്ട് നോമ്പ് കൊണ്ട് എങ്ങനെ തെക്കവ കിട്ടും, എങ്ങനെ കൽബ് നന്നാക്കാം, എങ്ങനെ അള്ളാനെ കിട്ടും, ഈ ഒരു പരിശീലനത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കിയിട്ടെന്നല്ല. അതിങ്ങനെ കണ്ട് പോയാൽ മതി എന്ന ഒരു മട്ടമാൻ പോരാ, ഒരിക്കലും പേരാ. നമ്മൾ 2020 നോമ്പ് പോലെയാ, 24 നോമ്പ് ഡിഗ്രി കൂടണം. പൈസ നമുക്ക് കൂടിയല്ലോ, കുട്ടികളും മക്കളും കൂടിയല്ലോ, സ്ഥാനം മാനങ്ങളും സൗകര്യങ്ങളൊക്കെ പെരയിൽ കൂടിയല്ലോ. അള്ളാഹുവിലേക്കുള്ള ബന്ധത്തിൽ ഒരു മാറ്റവുമില്ല. 15 വയസ്സായ അന്ന് നിസ്കരിച്ചുമ്പോൾ കൽബിൽ എന്തൊക്കെ ചിന്ത വന്നിരുന്നോ, അതേ നിസ്കാരമാണ് ഇപ്പോഴും നിസ്കരിക്കുമ്പം. എന്ത് പുരോഗതിയാണ് നിനക്കുള്ളത്? എന്ത് പുരോഗതി നമുക്കുള്ളത്? ആത്മീയമായി എപ്പോഴും നമുക്ക് വട്ടപൂജ്യമാണ്. അതുകൊണ്ട് ഒരു പുനർവിചിന്തനം നടത്തണം. അള്ളാഹുവിൽ നിന്ന് ഞാൻ അകലയാണെന്ന ബോധമെങ്കിലും നമുക്കുണ്ടാകണം. പ്രിയപ്പെട്ട മോമിനീങ്ങളെ, നമ്മൾ അള്ളാഹുവിനെ തൊട്ട് ബഹുദൂരമാണ്. നിസ്കാരം ഒരു അഭിനയമായി മാറി, നിസ്കാരം ഒരു കാട്ടിക്കൂട്ടലായി മാറി. എന്തേ കാരണം? നിസ്കരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട മൊയ്തീൻ ശൈഖ് പറയുന്നുണ്ട്, നീ ഒന്നാമത് തക്ബീർ കെട്ടുമ്പോൾ തന്നെ നുണയാണ് പറയണത്. അല്ലാഹു അക്ബർ, അള്ളാഹ് എനിക്ക് ഏറ്റവും വലുത് എന്ന് പറയുമ്പോൾ തന്നെ നുണയല്ലേ പറയണത്? നിനക്ക് അള്ള വലുതല്ല. അള്ള വലുതാണെങ്കിൽ ഓൻ നിരോധിച്ച പലിശ നീ തിന്നോ? അള്ള വലുതാണെങ്കിൽ ഓൻ നിരോധിച്ച ഹറാമ് നോട്ടം നീ നോക്കുമോ? അള്ള വലുതാണെങ്കിൽ അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത നീ ചെയ്യോ? പിന്നെ വെറുതെ എന്തിനാടാ കൈ പൊന്തിച്ചിട്ട് നുണ പറയണത്? നിസ്കാരം നുണയായി. പിന്നെ അടുത്ത നുണ, വജ്ജഹ്തു വജ്ഹിയ, എൻ്റെ ഹൃദയം ഞാൻ റബ്ബിനിക്ക് സമർപ്പിച്ചു, അതും നുണ. നിസ്കാരം മുഴുവനും നുണയല്ലടാ എന്ന് ബഹുമാനപ്പെട്ട മുഹ്യിദ്ദീൻ ശൈഖ് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് നിസ്കാരം ഒരു യാഥാർത്ഥ്യത്തിന്റെ പ്രഖ്യാപനമാകാൻ കഴിയണം. ഏത് ദിക്റുകളും ദുആകളും പാരോനമയും മാതൃഭൂമി വായിക്കണ പോലെ വായനയാകരുത്. അസ്തഗ്ഫിറുല്ലാഹ് മനസ്സെന്ന് വരാൻ കഴിയണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ സ്വന്തത്തിനെ കുറിച്ച് ശരിക്കൊന്ന് ചിന്തിക്കണം. നമ്മളെ കണ്ണിന്ന് കണ്ണീര് വരണില്ല. സീരിയൽ കണ്ടാൽ, ഒരു വീഡിയോ കണ്ടാൽ, ഒരു അവതരണം കാണുമ്പോൾ കരയുന്ന നമ്മൾ അള്ളാഹനെ ഓർത്തെപ്പെങ്കിലും കണ്ണിന്ന് കണ്ണീര് വന്നിട്ടുണ്ടോ? അള്ളാഹുവിന്റെ റസൂല് കാവൽ ചോദിക്കാൻ പറഞ്ഞതാണ്. കരയാത്ത കണ്ണിനെ തൊട്ട് കാവൽ തേടുന്നു അള്ളാഹ് ഓർത്താൽ കരയും. കരഞ്ഞവരല്ലേ സുഹാബത്ത്, കരഞ്ഞവരല്ലേ മുത്തുനബി തങ്ങൾ. അതിനെപ്പറ്റി ഇവിടെ പറയാൻ എനിക്ക് സമയമില്ല. ഒറ്റ വിഷയം ഈ പാതിരാ സമയത്ത് എന്നോട് നിങ്ങളോടും പറയാനുള്ളത്, അള്ളാഹനെ സ്നേഹിക്കുകയും അള്ളാഹനെ സ്നേഹിക്കുകയും. അള്ളാഹു എങ്ങനെയെന്നറിയോ? അങ്ങോട്ട് ഒരു ചാനെടുത്താൽ ഇങ്ങോട്ടൊരു മുഴമെടുക്കുന്നവനാണല്ല. അങ്ങോട്ട് നടന്നു ചെന്നാൽ ഇങ്ങോട്ട് മണ്ടി വരുന്നവനാണല്ല. അള്ളാഹുവിന് കോലമില്ല, അള്ളാഹുവിന് കാലമില്ല, അള്ളാഹുവിന് സ്ഥലങ്ങളില്ല. പക്ഷേ അള്ളാഹു നമ്മോടൊപ്പമുണ്ട്. എങ്ങനെ? അത് അറിയേണ്ടതാണ്. അത് പറഞ്ഞറിയിക്കാൻ കഴിയൂല. എങ്ങനെ ഒരു പെണ്ണിന്റെ സുഖം എഴുതി കൊടുക്കാൻ കഴിയൂല കേട്ടോ. എങ്ങനെയാണ് ഭാര്യ ഭർത്തൃ ബന്ധത്തിന്റെ സുഖം പറഞ്ഞു കൊടുക്കാനും കഴിയൂല. എങ്ങനെയാണ് ബിരിയാണിയുടെ രസം ഒരാൾക്കും പറഞ്ഞു കൊടുക്കാൻ കഴിയൂല. ഇതുപോലെ അള്ളാഹ് അനുഭവിക്കണം മോമിനെ. അത് പറഞ്ഞു കൊടുക്കാൻ കഴിയൂല. അനുഭവിച്ചവരല്ലേ അള്ളാഹ് ഔലിയാക്കന്മാർ. അവർക്ക് ദുനിയാവില്ല, അവർക്ക് ഇവിടത്തെ സുഖരസങ്ങളില്ല. അവർക്ക് മുഴുവനും ലാ മൗജൂദില്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു. അവർ ഏത് രസം ചെയ്താലും ഖൽബിൽ അല്ലാഹ്. ഒരു ചെറിയ കഥ ഞാൻ പറഞ്ഞിന്റെ വാദം ഞാൻ അവസാനിപ്പിക്കാം. ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു എന്ന ഖുർആനിൽ സൂറത്ത് ഉണ്ടല്ലോ, ലുക്മാൻ സൂറത്ത്. ലുക്മാനുൽ ഹക്കീമിന്റെ ഒരു കഥ കേൾക്കണോ നിങ്ങൾക്ക്? രസമുള്ള കഥയാണ്.
ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു പ്രിയപ്പെട്ട ഭാര്യയെ വിളിച്ചിട്ട് പറയാനടി ഇങ്ങോട്ട് വാ. ഭാര്യ വന്നു. എന്താ മനുഷ്യ? ലുക്മാനുൽ ഹക്കീം ചോറ് പൊതിഞ്ഞ് ഒരു പൊതിയിലാക്കി ആ ചോറ് പൊതിഞ്ഞിട്ട് ഭാര്യന്റെ കയ്യിൽ കൊടുത്തിട്ട് പറയാനടി പെണ്ണേ, ഈ ചോറിന്റെ പൊതി, ഈ ഭക്ഷണ പൊതി ഈ പുഴ കടന്നിട്ട് അപ്പുറത്തൊരു വലിയ വലിയ ഇബാദത്തിലിരിക്കുന്നുണ്ട്. വലിയ ആരിഫായ വലിയ ഇബാദത്തിരിക്കാണ്. ഒരു കാര്യം ചെയ്യണം, ഈ ചോറ്റും പൊതി ഈ പുഴ കടന്നിട്ട് അപ്പുറത്തുള്ള വലിയന് കൊടുത്തിട്ട് തിരിച്ചു വാ പെണ്ണെ എന്ന് ഭാര്യയോട് പറഞ്ഞപ്പോ ഭാര്യ പറഞ്ഞു, പൊന്നാര ലുക്മാനുൽ ഹക്കീമേ, എനിക്ക് പുഴ നീന്താൻ അറിയൂലല്ലോ, എനിക്ക് തോണി തുഴയാനും അറിയൂലല്ലോ. അപ്പൊ ലുക്മാനുൽ ഹക്കീം ഭാര്യയോട് പറയുന്നുണ്ട്, എടീജ് ഒരു കാര്യം ചെയ്യ്, നീ ഒരു കാര്യം ചെയ്യ്, നീ ഈ ഭക്ഷണപ്പൊതിയുമായി പുഴയുടെ വക്കിലെത്തിയിട്ട് റബ്ബിനോട് ദ്വാരക്കുക, അല്ലാ എന്നെ ഭക്ഷണപ്പൊതിയുമായി പറഞ്ഞേക്കുന്നത് സ്ത്രീ സുഖമറിയാത്ത ലുക്മാനുൽ ഹക്കീമാണ്, ഭാര്യയുടെ സുഖമറിയാത്ത ലുക്മാനുൽ ഹക്കീമാണ്. ആ മനുഷ്യന്റെ അക്ക് കൊണ്ട് അല്ലാ പുഴ മുറിച്ച് കിടക്കാന്നൊരു വഴി തരണേന്ന് ദ്വാരന്നാ മതി, അപ്പൊ നിനക്ക് തോണി കിട്ടുമെന്ന് പറഞ്ഞു. ലുക്മാനുൽ ഹക്കീമിന്റെ ഭാര്യ ചിന്തിച്ചത് എന്ത് ദ്വായാണ്, എന്റെ ഭർത്താവ് എന്നിൽ ബന്ധപ്പെട്ട് കുട്ടികളുണ്ടായിട്ടുണ്ട്, എന്നിട്ട് സുഖമറിയാത്ത ഭാര്യയുടെ സുഖമറിയാത്ത ലുക്മാൻ എന്ന് നുണയാണോ? ലുക്മാനുൽ ഹക്കീമിന്റെ ഈ ദ്വാക്ക് എന്തർത്ഥമാണുള്ളത് ഭാര്യങ്ങൾ ചിന്തിച്ചു. പക്ഷേ ഭാര്യയോട് നീ അങ്ങനെ ദ്വാരന്നാ മതി എന്ന് പറഞ്ഞപ്പോ ഭാര്യ ഭക്ഷണപ്പൊതിയുമായി പുഴയുടെ വക്കിലെത്തി. നീന്തമറിയൂല, തോണി കിട്ടണില്ല. അപ്പൊ ദുആ ചെയ്തു, അല്ലാ എന്താണ് ഭാര്യയുടെ സുഖമെന്നറിയാത്ത ലുക്മാന്റെ ഭക്ഷണപ്പൊതിയാണ് റബ്ബേ, അദ്ദേഹത്തിന്റെ അക്ക് കൊണ്ട് എനിക്ക് പുഴ മുറിച്ച് കിടക്കാൻ വഴി നൽകണം. ദുആ ചെയ്തപ്പോ ഏതോ ഒരു തോണിക്കാരൻ വന്നു. തോണിയെ കയറി ഈ ഭക്ഷണപ്പൊതി അപ്പുറത്ത് കൊണ്ടുപോയി വലിയന് കൊടുത്തു. ആ വലിയ ഭക്ഷണം ഫുള്ള് പള്ള നിറച്ച് തിന്നു. തിരിച്ചു പോരാൻ പിന്നെ മാർഗങ്ങളൊന്നുമില്ല. അപ്പൊ ലുക്മാനുൽ ഹക്കീമിന്റെ ഭാര്യ ചോദിച്ച വലിയനോട്, ഞാൻ എങ്ങനെ തിരിച്ചു പോകുക? ആ വലിയ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, നീ പുഴയുടെ വക്കലെത്തി ദുആ ചെയ്യ്, അല്ലാ ഭക്ഷണത്തിന്റെ രുചി അറിയാത്ത, ഇന്നുച്ചക്ക് ഭക്ഷണത്തിന്റെ രുചി അറിയാത്ത ഒരു വലിയിൽ നിന്ന് തിരിച്ചു പോരാണ് ദ്വാരന്നാ മതി, അപ്പൊ അല്ല എന്തെങ്കിലും ഒരു വഴി തരുമെന്ന് പറഞ്ഞു. ആ പെണ്ണ് ലുക്മാനുൽ ഹക്കീമിന്റെ ഭാര്യ അങ്ങനെ തിരിച്ചു വരുമ്പോ ദുആ ചെയ്യുകയാണ്, അല്ലാ ഭക്ഷണത്തിന്റെ രുചി അറിയാത്ത ഒരു വലിയിൽ നിന്ന് തിരിച്ചു പോരാണ്, ഒരു മുഴുവയും പുഴ മുറിച്ച് കിടക്കാൻ വഴി നൽകണമല്ലോ. ദ്വാരന്നപ്പോഴേക്ക് തോണിക്കാരൻ മുമ്പിൽ വന്നു. തോണിയിൽ കയറി തിരിച്ചെത്തി ലുക്മാന്റെ മുമ്പിലേക്ക് വന്നിട്ട് ലുക്മാനുൽ ഹക്കീമിന്റെ ഭാര്യയ്ക്ക് സംശയം, അല്ല മനുഷ്യ, നിങ്ങൾ ദ്വാരക്കാൻ പറഞ്ഞതും അയാൾ ദ്വാരക്കാൻ പറഞ്ഞതും പച്ച നുണയല്ലേ? നിങ്ങൾ ദ്വാരക്കാൻ പറഞ്ഞത് ഭാര്യയുടെ സുഖമറിയാത്ത ലുക്മാൻ എന്ന് വരിക നുണല്ലേ? എന്നിൽ നിങ്ങൾ കുട്ടികളുണ്ടായിട്ടുണ്ടല്ലോ, ഞാൻ കൊണ്ടുപോയെടുത്ത ഭക്ഷണം അയാൾ പള്ള നിറച്ച് തിന്നിട്ടുണ്ടല്ലോ, എന്നിട്ടാണോ ഭക്ഷണത്തിന്റെ രുചി അറിയാത്ത വലയിൽ നിന്ന് വരികയെന്ന് ദ്വാരക്കാൻ പറഞ്ഞത്? അപ്പൊ ലുക്മാനുൽ ഹക്കീം കൊടുക്കുന്ന മറുപടി ഉണ്ട്, ഞാൻ മറുപടി പറഞ്ഞു തരാം. ലുക്മാനുൽ ഹക്കീം പറഞ്ഞു കൊടുത്തു, പെണ്ണേ നമുക്കൊരു കല്യാണത്തിന് പോകാനുണ്ട്, ഞാൻ പോണില്ല, നീ പോയി വാ. ഒരു വിളക്ക് കത്തിച്ചിട്ട് ലുക്മാൻ ഭാര്യയുടെ കയ്യിലേക്ക് കൊടുക്കാണ്. എന്നിട്ട് പറഞ്ഞു, പെണ്ണേ കല്യാണത്തിൽ പങ്കെടുത്ത് തിരിച്ചു വരുമ്പോ ഈ വിളക്കെങ്ങാനും കെട്ടുപോയാൽ നിന്റെ തലാക്ക് സംഭവിച്ചു കേട്ടോ, കെടാതെ കല്യാണത്തിൽ പങ്കെടുത്ത് വരണം. ഒരു വിളക്ക് കത്തിച്ചു കൊടുത്തു. ലുക്മാനുൽ ഹക്കീമിന്റെ ഭാര്യ ആ വിളക്ക് കെടാതെ സൂക്ഷിച്ച് ആ കല്യാണത്തിന് പോയി ഭക്ഷണം കഴിച്ച് തിരിച്ചു വന്ന് ആ വിളക്ക് കെടാതെ ലുക്മാന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുമ്പോൾ ലുക്മാനുൽ ഹക്കീം പറയാണ്, എടി എങ്ങനെയുണ്ട് കല്യാണം, എങ്ങനെയുണ്ട് ഭക്ഷണം, എന്താ ഭക്ഷണം, ആരൊക്കെ വന്നത്, എങ്ങനെ കല്യാണം? ആ പെണ്ണ് കരഞ്ഞു പറഞ്ഞു, ഇക്കാ നിങ്ങൾ വല്ലാത്ത പരീക്ഷണത്തിലല്ലേ എന്നെ വിട്ടത്, ഒരു വിളക്ക് കത്തിച്ചിട്ട് എന്നെ കയ്യിൽ തന്നിട്ട് ഇത് കെടാതെ തിരിച്ചു പോരണമെന്നും തിരിച്ചു വരുമ്പോഴേക്ക് കെട്ടുപോയാൽ തലാക്ക് സംഭവിക്കുന്നല്ലേ പറഞ്ഞത്. അപ്പൊ ഞാൻ ഒന്നും ചിന്തിച്ചില്ല, എന്താ ചോറ് എന്ന് ഞാൻ ചിന്തിച്ച് തിന്നിട്ടുണ്ട്, എന്താന്ന് പോലും എനിക്ക് പറയാൻ പറ്റൂല, ഒന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അപ്പൊ ലുക്മാൻ കൊടുക്കുന്ന മറുപടിയുണ്ട്, പെണ്ണേ അല്ലാഹു അല്ലാ അല്ലാഹു അല്ലാ എന്ന തൗഹീദ് മുറിയാതെ ഖൽബില്ലാ ദിക്റും ഫിക്റുമായി നടക്കുന്ന ആള് ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെട്ടാലും കച്ചവടം ചെയ്താലും സുഖിച്ചാലും ഉള്ളിക്കറിയൂല, ഉള്ളിൽ മുഴുവനും ലാ ഇലാഹ ഇല്ലല്ലാഹ്. നീ തലാക്ക് പോകുമെന്ന് പേടിച്ചിട്ട് ആ ചിന്തയിൽ ഭക്ഷണം കഴിച്ചു, രുചി അറിഞ്ഞിട്ടില്ലല്ലോ. ഇതുപോലെയാണ് വിശ്വാസി എന്ന് പറയുമ്പോൾ ശരിയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ദുനിയാവിൽ ലയിച്ചവരാണ് നമ്മളെ.
പെങ്ങളെ. ഔലിയാക്കന്മാർ കല്യാണം കഴിക്കും, മക്കളുണ്ടാകും, അതൊന്നും ഇവിടെ പ്രശ്നമല്ല. ഖൽബിൽ അല്ലാ, എൻ്റെ ഖൽബിലുള്ള ബന്ധം ഒന്നും ദുന്യാവാകൂല. ഒരു തോണി സഞ്ചരിക്കണമെങ്കിൽ എന്ത് വേണം? വെള്ളം വേണം, പുഴ വേണം. പുഴയെ കൂടല്ലേ തോണി പോകുള്ളൂ. പുഴയിൽ വെള്ളമല്ലെങ്കിൽ തോണി പോകൂല. തോണിക്ക് വെള്ളം അനിവാര്യം. പക്ഷേ വെള്ളം തോണിൻ്റെ ഉള്ളിൽ കയറിയാൽ തോണി താന്നു പോകും. ഇതുപോലെ ആഡംബരങ്ങളും സുഖങ്ങളുമൊക്കെ പുറമെണ്ടായിക്കോട്ടെ, കൽബിക്ക് കയറാൻ ഞാൻ മതി. ഖൽബിൽ അല്ലാ. നാവുമ്മ പറഞ്ഞാൽ പോരാ. നമ്മളിങ്ങനെ കുട്ടിയെ തൊട്ടിലാട്ടുമ്പോ പാടും ഹസ്ബി റബ്ബി ജല്ലല്ലാ മാഫി കൽബി ഗൈറുല്ലാ. എന്താണ് ഇതിന്റെ അർത്ഥം? മാഫി കൽബി, എൻ്റെ ഹൃദയത്തിലില്ല, ഗൈറുല്ലാ, അല്ലാഹയല്ലാതെ മറ്റൊന്നുമില്ല. ആ അവസ്ഥയിലേക്ക് നമ്മളെത്തണം. അതിന് എത്തിയവർ നമ്മളെ എത്തിക്കണം, അല്ലെങ്കിൽ എത്തിയവരൊപ്പം കൂടണം. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് നമ്മളെ ഇബാദത്തുകളൊക്കെ വെറും കർമ്മങ്ങൾ മാത്രമായി മാറാൻ പാടില്ല. നിസ്കാരത്തിന് രുചിയുണ്ട്, അപ്പൊ പിന്നെ ഒന്നും അവരറിയൂല. നിസ്കരിക്കുമ്പോൾ തന്നെ എന്ത് ബുദ്ധിമുട്ട് വന്നാലും അവരറിയൂല. അള്ളാഹുവിനോടുള്ള അപ്പോയിൻമെന്റ് ആണ്. അതിലങ്ങ് ലയിച്ചു പോയാൽ ഉർവത്ത് ബിൻ സുബൈറിന്റെ കാലിന് ക്യാൻസർ വന്നു. അദ്ദേഹത്തിന്റെ കാല് മുറിക്കണം. അദ്ദേഹത്തിന് ഉമ്മ പറഞ്ഞു കൊടുത്തു ഡോക്ടർമാരോട്, നിങ്ങൾക്ക് മൂപ്പരെ കാല് മുറിക്കാൻ നേരത്ത് നിസ്കരിക്കുമ്പോൾ കട്ട് ചെയ്താൽ മതി, അറിയൂല. ഇമാം യാഫഈ തങ്ങള് കിതാബിൽ ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്, അന്നൊക്കെ കാല് മുറിക്കാൻ വൈദ്യന്മാര് അനസ്തേഷ്യ കൊടുക്കൽ എന്താണെന്നറിയോ? കള്ളാൻ. ഇന്നത്തെ പോലെ ഇഞ്ചക്ഷൻ ഇല്ല. നിറഞ്ഞു പൊന്തുന്ന വീര്യമുള്ള കല്ല് കൊടുക്കുമ്പോൾ ലയിച്ചിട്ട് വേദന അറിയൂല. അപ്പൊ ഉമ്മ പറയാണ്, എൻ്റെ കുട്ടിൻ്റെ കാല് മുറിക്കുമ്പോൾ കള്ളൊന്നും കൊടുക്കണ്ട, നിസ്കരിക്കുമ്പോൾ മുറിച്ചാ മതി. ഉർവത്ത് ബിൻ സുബൈറിന്റെ കാല് നിസ്കരിക്കുമ്പോൾ ഡോക്ടർമാർ മുറിച്ചു. നീട്ടി സുജൂദ് ചെയ്യുന്ന മനുഷ്യനാണ്. മറ്റേ മൻഹാന്റെയും നിസ്കരിക്കും മുറിച്ചു, അറിഞ്ഞില്ല. ഇതൊന്നും കഥകളല്ല, കെട്ടുകഥകളല്ല. ഹലിയാർ തങ്ങളെ കാലിലേക്ക് തറച്ചു പോയമ്പ് നിസ്കരിക്കുമ്പോഴല്ലേ എടുക്കണത്, അറിയില്ല. കാരണം അള്ളാഹുവിൽ ലയിച്ചു പോയതാണ്, അറിയൂല. എത്ര കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുമ്പോ, ഫുട്ബോൾ കളിക്കുമ്പോ, ആ കളിയിലങ്ങ് ലയിക്കുമ്പോ കാലിൽ കയറുന്ന കമ്പിയും കുപ്പിച്ചില്ലും കാലിൽ കയറുന്ന ആണയും അവരപ്പ വേദന അറിയൂല. അവർ ലയിച്ചക്കാണ് കളിയിൽ. രാത്രി വൈകുന്നേരമാകുമ്പോ ഉമ്മച്ചിനോട് പറയും, ഉമ്മച്ചിയെ കാല് കടയുന്നുണ്ട്, കാല് കുത്തിപ്പറിക്കുന്നുണ്ട്. ഉമ്മ ടോർച്ചടിച്ച് നോക്കുമ്പോ കുപ്പിച്ചില്ലുണ്ടാകും, മാണിയുണ്ടാകും കാലും വരെ. എന്തേ കളിക്കളത്തിൽ അറിയാത്തത്? അപ്പൊ കോൺസെൻട്രേഷൻ കളിയിലാണ്. ഇതുപോലെ നിസ്കരിക്കുമ്പോ ഒന്നും അറിയൂല. എന്തേ? അല്ലാഹു അല്ലാ. ഒരു റക്അത്തെങ്കിലും നമുക്ക് അല്ലാഹ് എന്ന് മാത്രം ചിന്തിച്ച് നിസ്കരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്തേ? കാരണം നിസ്കരിക്കാത്തപ്പോൾ ആ ചിന്ത കലബരുണ്ടെങ്കിലേ നിസ്കരിക്കുമ്പോഴും അല്ലാഹ് എന്ന് ചിന്ത ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നമ്മളൊന്ന് അടിമുടി മാറണം. എപ്പോഴും അല്ലാഹുവിനക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കണം. അല്ലാഹു എന്ന ദിക്റിലൂടെ റബ്ബിലേക്ക് എത്താൻ നമുക്ക് കഴിയണം. പ്രിയപ്പെട്ട, ഞാൻ നീട്ടിപ്പരത്തി പറയണില്ല, തഖ്വ ഉണ്ടാകാനാണ് നോമ്പ്. ഇന്ന് എത്രയോ ചെറുപ്പക്കാർ, കഴിഞ്ഞ ആഴ്ച എന്നോടൊരു വലിയ ഒരു ബിസിനസ്സുകാരൻ സങ്കടം പറഞ്ഞു, ഉസ്താദേ, സിമെന്റും കമ്പിൻ്റെ ഒക്കെ ബിസിനസ്സുകാരനാണ് ഞാൻ. ഞങ്ങളെ വലിയ കമ്പനി ഞങ്ങളെ ഫ്രീ ആയി ടൂർ കൊണ്ടുപോയി തായ്ലൻഡക്ക്. അവിടെ പച്ചയായി വ്യഭിചാരം നടക്കുന്ന ഹോട്ടലുകളുണ്ട്, റെസ്റ്റോറൻ്റ് ഉണ്ട്. എൻ്റെ കൂടെ വന്നോരൊക്കെ ഹറാം ചെയ്തു പോയിട്ടുണ്ട്. നാട്ടിൽ വലിയ മാന്യന്മാരാണ്. പക്ഷേ തായ്ലൻഡ് പോയപ്പോൾ അവിടെ ഉമ്മല്ല, വാപ്പല്ല, ഭാര്യല്ല, നാട്ടുകാരല്ല, കമ്മറ്റിക്കാരല്ല, മനുഷ്യന്മാരല്ല, വേറെ നാടല്ലേ, ആരും അറിയൂല, രഹസ്യമാണ്. അവിടെ വ്യഭിചാര ലൈസൻസുമാണ്. തങ്ങുന്ന ഹോട്ടലിൽ പെണ്ണുങ്ങളെ കൂട്ടി ഒന്നും കൊടുക്കേണ്ട, ഫ്രീ ആണ്. അതൊക്കെ ആദ്യം തന്നെ കമ്പനി ബില്ലടച്ചിട്ടുണ്ട്. പക്ഷേ അല്ലാ എന്നൊരൊറ്റ ചിന്ത കൊണ്ട് ഞാൻ അതിൽ പെട്ടിട്ടില്ല മൂല്യാരെ എന്ന് പറയുമ്പോൾ ഓർക്കണം, നമ്മളെ കുട്ടികൾ ടൂർ പോകുമ്പോൾ വേറെ നാട്ടിലും സംസ്ഥാനത്ത് എത്തുമ്പോൾ അവിടെയുള്ള മസാജിൻ സെന്ററുകളെ ചെറുപ്പക്കാർ പോകുന്നുണ്ട്. ആയുർവേദ സ്പാ എന്ന പേരും പറഞ്ഞ് പച്ച വ്യഭിചാരത്തിൽ പെട്ടുപോകും, മയക്കുമരുന്ന് പെട്ടുപോകും. നാട്ടുകാർ അറിയൂല, ഉമ്മ അറിയൂല, ബാപ്പ അറിയൂല, കൂട്ടുകാർ അറിയൂല. ഇതിൻ്റെ പേര് തഖ്വ എന്നല്ല കേട്ടോ. എത്ര ദിക്ർ ചൊല്ലുന്ന മനുഷ്യനാണെങ്കിലും, എത്ര സുന്നത്ത് നോമ്പെടുക്കുന്ന മനുഷ്യനാണെങ്കിലും സാഹചര്യം കിട്ടാത്തതുകൊണ്ടല്ലേ നമ്മളൊക്കെ തെറ്റ് ചെയ്യാത്തത്. സാഹചര്യം കിട്ടിയാലും ചെയ്യാത്തൊരവസ്ഥയ്ക്ക് നമ്മൾ എത്തുമ്പോഴാണ് മുത്തക്കിയാകുന്നത്. അങ്ങനത്തെ ഒരു സ്റ്റേജിലേക്ക് നമ്മളെത്തിയാൽ രാത്രി മുഴുവനും നിസ്കരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, 2 റക്അത്ത് തന്നെ മതി. ആണുങ്ങളെ പെണ്ണുങ്ങളെ
മോമിനിങ്ങളെ, എത്ര നിസ്കരിക്കുന്നു എന്നല്ല അള്ളാഹ് നോക്കുന്നത്, എത്ര നോമ്പെടുക്കണോ എന്നല്ല, എത്ര ദിക്ർ ചെല്ലുന്നു എന്നല്ല, തെക്കുവണ്ടോ എന്നാണ്. ഞാൻ ഉദാഹരണം പറയാ. നമ്മളെ സ്കൂളിലൊക്കെ രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുക്കുന്ന പ്യൂണിന്റെ ശമ്പളം കുറവാണ്. ഹെഡ് മാസ്റ്റർക്കും പ്രിൻസിപ്പാൾക്കും ഭയങ്കര ശമ്പളമാണ്. അപ്പൊ പണി നോക്കിയിട്ടുള്ള ശമ്പളം യോഗ്യതക്കനുസരിച്ചാണ്. വലിയ ഹോസ്പിറ്റലിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ കക്കൂസ് തുടക്കുന്ന, കക്കൂസ് അടിച്ചു വാരുന്ന ആയക്ക് 6000 ശമ്പളം ഉണ്ടാവുള്ളൂ. ഡോക്ടർക്കോ ലക്ഷക്കണക്കിന് ശമ്പളം ഉണ്ടാകും. അപ്പൊ അധ്വാനം നോക്കിയിട്ടല്ല, തോനെ പണിയെടുക്കണ ആരാ നോക്കിയിട്ടല്ല, യോഗ്യത ആർക്കാ നോക്കിയിട്ട ശമ്പളം. ഇങ്ങനെ തന്നെയാണ് അല്ലാഹു എത്ര നിസ്കരിക്കുന്നു എന്നല്ല നോക്കുന്നത്. ഒരു ഹറാമിന് ചാൻസ് കിട്ടിയാൽ ചെയ്യൂലേ? ചെയ്യാത്ത വിധം തഖ്വയുണ്ടെങ്കിൽ എൻ്റെ 2 റക്അത്ത് മതി. ചാൻസ് കിട്ടിയാൽ ഹറാമ് ചെയ്യുന്നവൻ്റെ 1 കോടി റക്അത്തിനേക്കാളും മഹത്വം നിനക്കാൻ. അതുകൊണ്ട് മുത്തഖിയാകണം. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. ഈ തഖ്വ ഉണ്ടാകാനാ നോമ്പ്. അപ്പയും ഉസ്താദേ മൂക്ക് കൂടെ ഒറ്റിച്ച നോമ്പുരൊന്ന് മാത്രം നോക്കി നടക്കാതെ തഖ്വ നമ്മക്കുണ്ടോ? ഞാൻ അവസാനിപ്പിക്കുകയാണ്. തഖ്വ അടിസ്ഥാനമാക്കണം. ഇബാദത്ത് കുറേ ചെയ്യണം, എന്നിട്ട് ചെയ്യണം. ഇബ്രാഹിം അദ്ദേഹത്തിൻ്റെ ചരിത്രം ഞാൻ പറയട്ടെ. ബഹുമാനപ്പെട്ട ഇമാമുസ്സാഹിദീൻ, റഈസുസ്സാഹിദീൻ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു മരുഭൂമി കൂടെ യാത്ര ചെയ്യുമ്പോൾ ഒന്ന് കക്കൂസ് പോകാൻ മുട്ടി, മൂത്രയിക്കാൻ മുട്ടി. അപ്പോൾ ബസ് സ്റ്റാൻഡിനും റെയിൽവേ സ്റ്റേഷനൊക്കെ ഉണ്ടാകും പണം കൊടുത്ത് ഉപയോഗിക്കുന്ന കക്കൂസ്. 5 റുപ്യ ഉപയോഗിച്ചാൽ മൂത്രയിക്കാം, 10 റുപ്യ കൊടുത്താൽ വിസർജിക്കാം. ഇങ്ങനെ ഹമ്മാം എന്ന് പറയും പണം കൊടുത്ത് ഉപയോഗിക്കുന്ന കക്കൂസിന്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം ദീർഘയാത്ര ചെയ്യുമ്പോൾ ഒന്ന് വിസർജിക്കാൻ മുട്ടിയപ്പോൾ ഒരു കക്കൂസ് കയറിയപ്പോൾ ആ കക്കൂസിന് കാവൽ നിൽക്കുന്ന, അത് പണം ഉപയോഗിച്ചത് നോക്കുന്ന കാവൽക്കാരൻ പറഞ്ഞു, 2 വെള്ളി ദിർഹം തന്നാൽ നിങ്ങൾക്കിതിൽ വിസർജിക്കാം. ഈ കക്കൂസ് ഉപയോഗിക്കണമെങ്കിൽ 2 ദിർഹം വേണമെന്ന് പറഞ്ഞപ്പോഴേക്ക് ഇബ്രാഹിം ഇബ്നു അദ്ഹം 2 ദിർഹമോ എന്ന് ചോദിച്ചിട്ട് ഫഖറ മഗ്ശിയാ, അവിടെ ബോധം കെട്ടങ്ങ് വീണുപോയി. നാട്ടാരും ജനങ്ങൾക്ക് ഒരുമിച്ച് കൂടി. ആരാണ് ഈ ബോധം കെട്ടി നിൽക്കുന്നത്? ബൽഖ് ഭരിച്ചിരുന്ന, അഫ്ഗാനും ഇറാനും ഖുറാസാനും ഭരിച്ചിരുന്ന, 18 രാജ്യം ഭരിച്ചിരുന്ന ഭരണാധികാരിയാണ്. പിന്നെ സൂഫിയായ വലിയായി അദ്ദേഹം അള്ളാഹുവിലേക്കുള്ള സൂഫിയായിട്ടുള്ള യാത്രയാണ്. ആ ഇബ്രാഹിമാണല്ലോ ബോധം കെട്ട് വീണത്. ആൾക്കാർ അദ്ദേഹത്തെ അപ്പുറത്തേക്ക് കടത്തി, മുഖത്തേക്ക് വെള്ളം തെളിച്ചു. ബോധം വന്നപ്പോൾ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, അല്ല മഹാനവർകളെ, എന്തു പറ്റി നിങ്ങൾക്ക്? എന്തേ ബോധം കെട്ട് വീഴാൻ കാരണം? അപ്പൊ ആ കക്കൂസിന്റെ ഉടമ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞാനൊന്നും ചെയ്തിട്ടില്ല. മൂപ്പരിൻ്റെ അടുത്ത് വന്നിട്ട് കക്കൂസ് ഒന്ന് ഉപയോഗിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ 2 ദിർഹം വേണമെന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോഴേക്ക് വീണുപോയതാണ്, ഞാനൊന്നും ചെയ്തിട്ടില്ല. ഇബ്രാഹിം അത് മെല്ലെ ഇരുന്ന് ആൾക്കാർ ചോദിച്ചു, എന്തേ ഉണ്ടായത്? അപ്പം ഇബ്രാഹിം അദ്ദേഹത്തിൻ്റെ കണ്ണിന്നിങ്ങനെ കണ്ണീര് വന്നു. കണ്ണിന്നിങ്ങനെ കണ്ണീര് വന്നിട്ട് അദ്ദേഹം പറഞ്ഞതെന്താണെന്നറിയോ? എന്നെ ഇവനൊന്നും ചെയ്തിട്ടില്ല, അവൻ അടിച്ചിട്ടില്ല. എൻ്റെ ബോധം പോകാൻ കാരണം ഞാൻ തന്നെയാണ്. ഞാൻ ചിന്തിച്ചു പോയതാണ്. ഇവൻ്റെ ഈ കക്കൂസിൽ കയറാൻ 2 ദിർഹം ചോദിച്ചു. എന്താ അതിനുള്ളിൽ മലമൂത്രം ചെയ്യണം, മലവും മൂത്രവും വിസർജിക്കണം, മാലിന്യം തള്ളണം. ഒരു നിലയും വലയും ഇല്ലാത്ത കക്കൂസ് 5 മിനിറ്റ് കയറാൻ 2 വെള്ളി ദിർഹം കൊടുക്കണമെങ്കിൽ അല്ലാഹുവിന്റെ റസൂലും അമ്പിയാക്കളും ഔലിയാക്കളുമുള്ള എല്ലാ സുഖങ്ങളാലും നിറക്കപ്പെട്ട സ്വർഗത്തിലൊന്ന് കയറിപ്പറ്റാൻ എത്ര ഞാൻ കൊടുക്കേണ്ടി വരും? എനിക്കൊരു അമലുമില്ലല്ലോ, ഇബാദത്തില്ലല്ലോ. ഈ തീട്ടും മൂത്രം ഒഴിവാക്കുന്ന കക്കൂസിൽ കയറാൻ പോലും ഇവൻ 2 വെള്ളി ദിർഹം ചോദിച്ചപ്പോൾ സ്വർഗത്തേക്ക് കയറാൻ എത്ര അമലിലേക്ക് വേണ്ടി വരുമെന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ എൻ്റെ ബോധം പോയതാണ്. തൈവസ്താദ് പറഞ്ഞില്ലേ, റബ്ബേ സ്വർഗത്തിനോട് കൊതിയുണ്ട്, മണയില്ല റബ്ബേ വാങ്ങുവാനാ വീട്. കൊതിയുണ്ട് വല്ലാതെപ്പോഴും അതിനോട്, മണയില്ല റബ്ബേ വാങ്ങുവാനാ വീട്. കൊതിയുണ്ട് വല്ലാതെപ്പോഴും അതിനോട്. അതിലേക്ക് നീയൊരു പാസുതാമന്നാനെ, അതിലേക്ക് നീയൊരു പാസുതാമന്നാനെ, അത് നിന്റെ കയ്യിൽ മാത്രമാ ഹന്നാനെ. നമ്മൾ റമളാൻ 1 മുതൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുക ജന്നത്ത് ചോദിക്കുന്നുണ്ടെന്നല്ലാതെ മനസ്സൊന്ന് ചോദ്യം വന്നിട്ടുണ്ടോ? എന്തെങ്കിലും അമല് നമുക്കുണ്ടോ? റമളാൻ തീരാൻ പോകാൻ 29
29 ഞാൻ കഴിഞ്ഞ മലപ്പുറത്തൊരു ക്ലാസ്സിന് പോയപ്പോൾ ക്ലാസ് കഴിഞ്ഞപ്പോൾ ഒരു വയസ്സായ പെണ്ണിൻ്റെ അടുത്തുനിന്ന് പറഞ്ഞു, ഉസ്താദേ ഈ റമദാൻ ഇന്നിൻ്റെ 20 ഖത്തം തീർത്തിട്ടുണ്ട് ഉസ്താദ് ദ്വാരക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആകെ സങ്കടപ്പെട്ടു പോയി. വയത് പറഞ്ഞു കൊടുത്ത പ്രസംഗിച്ചു കൊടുത്ത ഞാൻ പോലും അന്ന് 2 ഖത്തം പോലും ആയിട്ടില്ല. ക്ലാസ്സിൽ വരുന്നൊരു പെണ്ണ് 20 ഖത്തം തീർത്തെങ്കിൽ ആ ക്ലാസ്സിൽ വന്ന ഒരു 10-20 പെണ്ണുങ്ങൾ 96 നോമ്പിലാണ്. റജബ് മുഴുവൻ നോമ്പാണ്, ഷഅബാൻ 30, ഷഅബാൻ മുഴുവൻ നോമ്പാണ്, റമദാൻ നോമ്പാണ്, 6 നോമ്പ് നോമ്പാണ്. അങ്ങനെ 96 നോമ്പെടുക്കണ എത്ര പെണ്ണുങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഞാൻ തസ്ബീഹ് നിസ്കാരത്തെ പറ്റി ക്ലാസ് എടുത്തു കഴിഞ്ഞ ആഴ്ച. അപ്പോൾ ഒരു പെണ്ണ് പറയാണ്, ഉസ്താദേ കഴിഞ്ഞ കൊല്ലം മുതലേക്ക് ഇന്ന് വരെ ഒരു ദിവസവും എനിക്ക് തസ്ബീഹ് നിസ്കാരം മുടങ്ങിയിട്ടില്ലെന്ന് പറയുമ്പോൾ ഇനി നമ്മൾ സ്വന്തത്തെ പറ്റി ചിന്തിച്ച് നോക്കി. നമ്മുടെ മദ്ഹബിൻ്റെ ഇമാമായ ശാഫിഈ തങ്ങൾ ഒരു ദിവസം 2 ഖത്തം തീർക്കും, 2 ഖത്തം ഖുർആൻ തീർക്കും. നമ്മളോ ഒന്നുമില്ല. എന്നാലും നമ്മുടെ ചിന്ത എന്താ? ഫാത്തിമ ബീവിൻ്റെ കൂടെ സ്വർഗത്ത് കിടക്കണം. ഇല്ലട്ടോ, അല്ലാഹ് അട്ടിപ്പുറത്താക്കും. നമ്മളൊരു ബെൻസ് കാർ, അതിൻ്റെ അടുത്ത് മേഴ്സിഡസ് ബെൻസ് കാർ, BMW കാർ, ജാഗോർ കാർ, റോൾസ് റോയ്സ് കാർ, ഓഡി കാർ, ഇങ്ങനെ കോടിക്കണക്കിന് ഉറുപ്പ്യേനെ വില പിടിപ്പുള്ള കാർ ഇങ്ങനെ പാർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ പോയിട്ട് നമ്മളെ ചെറിയൊരു ഓട്ടോറിക്ഷ അല്ലെങ്കിൽ ചെറിയ ഓട്ടോറിക്ഷ പാർക്ക് ചെയ്യുമ്പോൾ ഇതിൽ കാണാൻ തന്നെ മൊഞ്ചില്ലല്ലോ. അപ്പോൾ സെക്യൂരിറ്റിക്കാരെ പുറത്താക്കി കൊണ്ടുപോടാൻ്റെ ഓട്ടോറിക്ഷയായിട്ട് അപ്പുറത്ത് പോയി പാർക്ക് ചെയ്ത് അത് മാറ്റി പാർക്ക് ചെയ്ത്. ഇവിടെ ബെൻസും മോഡിയും BMW വലിയ വലിയ കാറ് പാർക്ക് ചെയ്യുന്നിടത്ത് ഓട്ടോറിക്ഷ ശരിയല്ല, ഒട്ടി നിൽക്കാൻ പറ്റൂല. ഇതുപോലെ നമ്മളൊക്കെ മരിച്ചങ്ങ് ചെല്ലുമ്പോൾ ഷാഫി ഇമാമിൻ്റെ കൂടെ അബൂ ഹനീഫ ഇമാമിൻ്റെ കൂടെ ഇബാദത്തൊക്കെയായി കഴിഞ്ഞുകൂടിയ മഹാന്മാരെ കൂടെ നിൽക്കുമ്പോൾ അല്ലാഹ് പറയും, പോടാ വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ. ഹസനുൽ ബസ്രി തങ്ങൾ ഒരിക്കൽ ഇമാമത്തിൽ നിൽക്കുന്ന സമയത്ത് ഈ ആയത്തോതിയ പപ്പ ബോധം കെട്ടങ്ങ് വീണു. യാസീനിലായത്താണ്. എന്താണെന്നറിയോ? വലിയ വലിയ മഹാന്മാർ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ ഓരെങ്ങനെ ഒട്ടി നിൽക്കുമ്പോൾ റബ്ബിൻ്റെ ഒരു വാക്കാണ്, പോടാ വംതാസു, മാറി നിൽക്കടാ, വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ. പാപകർമ്മങ്ങൾ ചെയ്തവരെ മാറി നിൽക്കൂ എന്ന് വിളിച്ചു പറയുമ്പോൾ ആലോചിക്കണം, സ്വർഗത്തിലെല്ലാവരും ഒരേപോലെ ആകൂല. ഇന്നലെ ജന്നത്തിമേതു ദറജ, സ്വർഗം 100 തട്ടാണ്. സ്വർഗത്തിന് മുകളിലുള്ള ആൾക്കാരെ താഴത്തെ ആൾക്കാരെ കാണൽ എങ്ങനെയെന്നറിയോ? ഭൂമിന്ന് ആകാശത്ത് നക്ഷത്രം എത്ര ദൂരെയാണോ അത്ര അകലത്തിലാകുമെന്നാണ്. അതുകൊണ്ട് ഈ വാഴ നിങ്ങൾക്ക് ഉണ്ടാകേണ്ട റിസൾട്ട് ഞാനൊന്നുമല്ല, എനിക്കൊന്നുമില്ല, ഒരു അമലുമില്ല എന്ന ചിന്തയെങ്കിലും നമുക്കുണ്ടാകണം. നമ്മൾ വട്ടപൂജ്യമാണ്. ബഹുമാനപ്പെട്ട ശുദ്ധീകൃതങ്ങൾ മരുഭൂമിയിൽ നിന്ന് ഒറ്റയ്ക്ക് ഇങ്ങനെ വെയിലത്ത് ഇങ്ങനെ വേർത്തൊലിക്കുമ്പോൾ വിമർത്തങ്ങൾ പോയി ചോദിച്ചു, എന്തിനാ ഒറ്റയ്ക്ക് ഇങ്ങനെ വെയിലത്തിരിക്കുന്നത്? അപ്പൊ പറഞ്ഞതാണ്, ഉമറേ, നരകത്തിന്റെ ചൂട് എങ്ങനെ സഹിക്കുക? ഞാൻ കുറച്ച് ഇരുന്ന് നോക്കുകയാണ്, ഈ വെയിൽ സഹിക്കുക, ഒന്ന് പരിശീലിക്കാൻ ഒരു അമലും എനിക്കില്ല. ആരാ പറയുന്നത്? അറിയണേ. ഇതുപോലെ ഞാൻ നിർത്തുന്നു. ഒരു ദിവസം രാവിലെ നേരം വെളുത്തപ്പോൾ തന്നെ ഉമർ തങ്ങൾ തളർന്ന് കിടക്കുകയാണ്, എഴുന്നേൽക്കണില്ല, കരയാണ്. അപ്പൊ സ്വാഭികൾ വന്ന് ചോദിച്ചു, നിങ്ങൾക്ക് എന്താ പറ്റിയത്? കൊണക്കടാണോ, രോഗമാണോ? അദ്ദേഹം പറഞ്ഞു, അൽ അമ്രു അശദ്ദു, അല്ല, വലിയൊരു പ്രതിസന്ധിയിലാണ് ഞാൻ. അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു, അതിന് മാത്രം ടെൻഷൻ എന്താ? എന്താ പ്രതിസന്ധി? ഹൽ മാതലക വലതുൻ, നിങ്ങളെ കുട്ടിയാളാണെങ്കിൽ മരിച്ചിട്ടുണ്ടോ ഇന്ന്? ഇല്ല, കുട്ടി മരിച്ചതിനേക്കാളും വല്ല വിഷമത്തിലാണ്. നിങ്ങൾക്ക് വല്ല രോഗമുണ്ടോ ഇന്ന്? ഇല്ല, അതിനേക്കാളും വല്ല വിഷമത്തിലാണ്. നിങ്ങളെ കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും മരിച്ചോ? അതിനാണോ ഈ ടെൻഷൻ? അല്ല, വേറൊരു ടെൻഷനാണ്. ഉമർ തങ്ങൾ തളർന്നു, ക്ഷീണിച്ചു, നടക്കാൻ കഴിയാതെ തളർന്നു കിടക്കുമ്പോൾ ആൾക്കാർ സ്വഹാബത്തിന്റെ ചോദ്യം, നിങ്ങളെ വല്ല മുതലും നഷ്ടപ്പെട്ടതാണോ? നിങ്ങളെ വേദനക്കും ടെൻഷനും തളർച്ചയ്ക്കൊക്കെ എന്താ കാരണം? അപ്പൊ അദ്ദേഹം കരഞ്ഞു പറഞ്ഞു, അതൊന്നും അല്ല, എൻ്റെ വിഷമം എന്താണെന്നറിയോ? ഇന്നലെ രാത്രി പതിവായി ചെല്ലുന്ന ദിക്ർ ചൊല്ലാതെ ഞാൻ ഉറങ്ങിപ്പോയി. നോക്കണം, രാത്രി ഒരു ദിക്ർ മുടങ്ങിയപ്പോൾ പൊട്ടിക്കരഞ്ഞ് കുട്ടി മരിച്ചതിനേക്കാൾ ടെൻഷനെങ്കിൽ നമുക്ക് എന്ത് അമലാണുള്ളത്? ഒരു അമലുമില്ല. ആഗ്രഹങ്ങൾ ഭയങ്കരാൻ. ഫാത്തിമ ബീവിന്റെ കൂടെ സ്വർഗം, ഷാഫി ഇമാമിന്റെ കൂടെ സ്വർഗം. അള്ളാഹുവിനെ തന്നെ കിട്ടാത്ത പാപികളായ നമ്മൾ വെറും വ്യാമോഹികളാണ്, നമ്മൾ വിഡ്ഢികളാണ്. ഈ റമളാനെങ്കിലും ഒന്ന് മാറാൻ നമ്മുടെ കൽബിലേക്ക് ചിന്ത വരണം. 29 രാവിലെ ഇത് എൻ്റെ അവസാനത്തെ റമളാനാകരുത് എന്ന പ്രാർത്ഥനയോടെ അള്ളാഹുവെ സ്നേഹിക്കണം, അറിയണമെന്ന മനസ്സോടെ ഈ സദസ്സിന് പിരിയാൻ കഴിയണം. അള്ളാഹുവിൻ്റെ ഫضل കൊണ്ട്, അമല് കൊണ്ട് നമ്മൾ രക്ഷപ്പെടൂല. അള്ളാഹുവിൻ്റെ ഫضل കൊണ്ട് അള്ളാഹു നമ്മൾ രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഏത് തെറ്റുകളും ചെയ്തു പോയ അബൂ നുവാസിന് പോലും റബ്ബിൻ്റെ കരുണയിലുള്ള പ്രതീക്ഷകൾ
കൊണ്ട് പുറത്തു കൊടുത്തവനാണല്ലോ. അതുകൊണ്ട് അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അള്ളാഹിൻ്റെ വീക്ക്നെസ്സാണ് മാപ്പാക്കി കൊടുക്കാറിനാൽ. അള്ളാഹ് നമുക്ക് പൊരുത്തപ്പെട്ട് നീ അള്ളാഹ്ക്ക് ഒരു കുഴപ്പമില്ല, പക്ഷെ അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമാണ്. അള്ളാഹു നമുക്ക് മാപ്പാക്കി തരട്ടെ. അള്ളാഹു നമ്മളെ മുത്തഖീങ്ങളിൽ പെടുത്തട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.